എല്ലാവർക്കും നമസ്കാരം. ഇന്ന് പുസ്തകലോകം പരമ്പരയുടെ 16-ാം അധ്യായമാണ്. ക്ലബ് ഹൗസ് മീഡിയ റൂമിൽ 16ഓളം പരമ്പരകളായി നടത്തിവരുന്ന ഈ പരിപാടി ഇന്നലെ 6-ാം വർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. വ്യത്യസ്ത വിഷയങ്ങളിലായി 15ഓളം പരമ്പരകൾ ഇതിനു മുൻപ് നടന്നു. ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പരമ്പര പുസ്തകലോകം. മലയാളത്തിലും ഇംഗ്ലീഷിലുമായി ഇറങ്ങുന്ന പുതിയ പുസ്തകങ്ങളെ പരിചയപ്പെടുത്തുന്ന ഒരു പരിപാടിയാണ്. ഇന്ന് പുസ്തകലോകം പരമ്പരയുടെ 16-ാം അധ്യായത്തിൽ നമ്മൾ ചർച്ച ചെയ്യാൻ വെച്ചിട്ടുള്ളത് KR മീരയുടെ പ്രശസ്തമായ കലാച്ചി എന്ന നോവലാണ്. ഡോക്ടർ സിജി PC ആണ് ഇന്ന് പുസ്തകാവതരണം നടത്തുന്നത്. നമ്മുടെ ചീഫ് മോഡറേറ്റർ ശ്രീ D പ്രദീപ് കുമാർ, അദ്ദേഹം സാങ്കേതികമായ ചില പ്രശ്നങ്ങളാൽ ആണ് ജോയിൻ ചെയ്യാത്തത്. അദ്ദേഹം ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ ആധുനിക സാഹിത്യ രചനകളിൽ ഏറ്റവും ശ്രദ്ധേയമായ നോവലുകളിൽ ഒന്ന് തന്നെയാണ് KR മീരയുടെ കലാച്ചി. സമകാലിക ഇന്ത്യൻ ജീവിതത്തെക്കുറിച്ചുള്ള ഒരു രാഷ്ട്രീയ നോവലാണിത്. നിദ്രാവ്യാധി എന്ന രൂപകത്തിലൂടെ മതത്തെയും പൗരത്വത്തെയും കുറിച്ചുള്ള പൊള്ളുന്ന യാഥാർത്ഥ്യങ്ങൾ പുരാവൃത്തത്തിന്റെ പശ്ചാത്തലത്തിൽ അവതരിപ്പിക്കുന്ന ഒരു തീക്ഷ്ണമായ ഒരു രചനയാണിത്. ക്ലബ് ഹൗസ് മീഡിയ റൂമിലെ പുസ്തകലോകം പരമ്പരയുടെ 16-ാം അധ്യായത്തിൽ ഇന്ന് കലാച്ചി ചർച്ച ചെയ്യപ്പെടുന്നു. പുസ്തകാവലോകനം നടത്തുന്നത് ഡോക്ടർ സിജി PC ആണ്. ഡോക്ടർ സിജി ഡയറ്റ് തൃശൂർ ഇംഗ്ലീഷ് അധ്യാപികയാണ്, നാടക പ്രവർത്തകയാണ്, ആകാശവാണി അവതാരികയാണ്. പലരും പലതും വളരെ പ്രശസ്തമായ ഒരു രൂപകമാണ് ആകാശവാണിയുടെ പലരും പലതും. ആ സ്കിറ്റ് ഉൾപ്പെടെ ധാരാളം പരിപാടികൾക്ക് ദീർഘകാലം ശബ്ദം നൽകിയ ആളാണ്. സൈക്കോളജിയിലും ഇംഗ്ലീഷിലും PGയും ഡോക്ടറേറ്റും ഉള്ള സിജിയാണ് ഇന്ന് കലാച്ചിയുടെ അവതരണം നടത്തുന്നത്. ഇന്ന് കലാച്ചി എന്ന നോവൽ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ നോവലിസ്റ്റ് ശ്രീമതി KR മീര ഇവിടെ എത്തിച്ചേരാം എന്ന് സദയം സമ്മതിച്ചിട്ടുണ്ട്. പക്ഷെ 7:15 ശേഷം മാത്രമാണ് മീരയ്ക്ക് ജോയിൻ ചെയ്യാൻ കഴിയുക. മീരയുടെ അസാന്നിധ്യത്തിലും മീരയെ ഏറ്റവും സ്നേഹാദരപൂർവം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നിവിടെ ക്ലബ് ഹൗസ് മീഡിയ റൂമിലെ ഈ പരിപാടിയിൽ ശ്രോതാക്കളായി എത്തിയിട്ടുള്ള എല്ലാവരെയും ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശ്രീകുമാർ ഇവിടെയുണ്ട്. അതുപോലെ ശ്രീ വിപിൻ ചന്ദ്രബാബു ഉണ്ട്. രണ്ടുപേരെയും ഈ വേദിയിലേക്ക് പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു. ഡോക്ടർ സിജിയെ സംസാരിക്കാനായിട്ട് ഏറ്റവും സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഡോക്ടർ സിജി നമ്മളോട് സംസാരിക്കും. എല്ലാവർക്കും വലിയ നമസ്കാരം. ആദ്യമേ തന്നെ എന്നെ ചിലരിപ്പോൾ വിളിക്കുന്നുണ്ട്, അവർക്ക് ലിങ്കിൽ കയറാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട്. അത് സാങ്കേതിക തകരാറാണോ എന്നറിയില്ല. എന്തായാലും ഏറ്റവും ആദ്യം തന്നെ ഏറ്റവും വലിയ നന്ദി അറിയിക്കുകയാണ്. പ്രത്യേകിച്ച്
ഞാനേറെ ബഹുമാനിക്കുന്ന പ്രിയപ്പെട്ട പ്രദീപ് സാറ്, ഹേമലത മാം, ഒപ്പം വളരെ സന്തോഷമുള്ളത് കലാച്ചിയെ നെഞ്ചോട് ചേർത്ത് ഹൃദയരക്തം കൊണ്ട് എഴുതിയ നോവലിസ്റ്റ് പ്രിയപ്പെട്ട മീര നമ്മോടൊപ്പം ചേരുന്നു എന്നുള്ളത് വലിയ അഭിമാനമായി തന്നെ കരുതുകയാണ്. ഈ പുസ്തകത്തെ പരിചയപ്പെടുത്തുക എന്ന് പറയുന്നത് ഒരുപക്ഷെ അത്രത്തോളം വളരാത്ത ഒരാളെന്ന നിലയ്ക്ക് ഈ പുസ്തകത്തെ പഠിക്കുകയും ഒരു ഒരു നിമിഷം ദിവസത്തെ ഒന്ന് ഇടപെട്ടോട്ടെ ആ സിജി, ആ നമ്പർ, എന്റെ നമ്പർ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ. ഞാൻ അവരെ കേറാനായിട്ട് സഹായിച്ചോളാം കേട്ടോ. ആ ഓക്കെ ഓക്കെ ശരി സംസാരം തുടരട്ടെ. ഓക്കെ. ഓക്കെ. അപ്പോൾ ഈ നോവലിനെ വായിച്ചവർക്ക് എല്ലാവർക്കും അറിയാം, ഒറ്റ വായന കൊണ്ട് വല്ലാതെ അത്ഭുതപ്പെടുത്തുന്ന ഒരു നോവൽ. ഞാൻ അനൗപചാരികമായി സംസാരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അത് മറ്റൊന്നും കൊണ്ടല്ല, ഈ നോവലിനെ കുറിച്ച് ആധികാരികമായി സംസാരിക്കണമെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ആധികാരികത ഉൾക്കൊണ്ട് അതിൻ്റെ റെഫറൻസുകൾ പഠിച്ച് കൃത്യമായി നമ്മൾ പറയേണ്ടതുണ്ട്. 416 പേജുകളിലെല്ലാം വരച്ചു വച്ചിരിക്കുന്നത് നമ്മൾ ഏവരും ഒരുപക്ഷെ നമ്മൾ അനുഭവിക്കാൻ പോകുന്ന അല്ലെങ്കിൽ നമ്മുടെ ജീവിതാനുഭവമാക്കി മാറ്റുന്ന ഒരുപാട് അനുഭവക്കുറിപ്പുകളെ മുഴുവനും നമ്മുടെ ജീവിതത്തിൻ്റെ കൂടെ ചേർത്താണ് നമ്മോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. കസാക്കിസ്ഥാനിലെ കലാച്ചി എന്നുള്ളൊരു ഗ്രാമത്തെ മലയാള സാഹിത്യത്തിൻ്റെ കലാച്ചിയാക്കി മാറ്റിയ പ്രിയപ്പെട്ട മീരയ്ക്ക് ഏറ്റവും നല്ല സ്നേഹവും അഭിവാദ്യവും അർപ്പിക്കുകയാണ് ഏറ്റവും ആദ്യം. കാരണം ഇതൊരു നോവൽ എന്നതിനപ്പുറത്തായി തീർച്ചയായിട്ടും നമ്മളെല്ലാവരും മനസ്സിൽ പേടിപ്പെടുത്തുന്ന രീതിയിൽ, ഒരുപക്ഷെ നോവൽ അവസാനിക്കുമ്പോഴേക്കും നമ്മുടെ മനസ്സിൽ വരുന്നത് നമ്മളെയൊക്കെ ഉള്ളിൽ പൊള്ളിപ്പിക്കുന്ന ഒരു അനുഭവമാണ്. ഉറങ്ങാൻ പേടിയാവുന്ന, ഉറങ്ങിപ്പോയാൽ ഉണരാൻ സാധിക്കില്ലേ, ഇനി അഥവാ ഉണർന്നാൽ ഞാൻ എന്തെങ്കിലും മറന്നു പോകുമോ എന്ന വേവലാതിയോടെ ഉറക്കം വരാൻ സാധിക്കാതെ ഈ നോവൽ വായിച്ചു തീർന്നപ്പോൾ എനിക്കുണ്ടായൊരു അനുഭവമാണ്. ഇതിൽ പറയുന്ന കഥാപാത്രങ്ങളെല്ലാം തന്നെ നമ്മുടെ മനസ്സിലൊക്കെ നമ്മളാവാൻ ആഗ്രഹിക്കുന്നവരാണ്. ആരൊക്കെയാണോ നന്നായി പ്രതികരിക്കുന്നത്, പ്രതിഷേധിക്കുന്നത്, ഇരുണ്ട കാലങ്ങളെയൊക്കെ മാറ്റാൻ ആഗ്രഹിക്കുന്നത്, അവർക്കൊക്കെ ഇവിടുത്തെ കഥാപാത്രങ്ങൾ സംസാരിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ഞാൻ കലാച്ചിയെക്കുറിച്ച് സംസാരിക്കണമെന്ന് പറഞ്ഞ് പ്രദീപ് സാറ് വിളിച്ച സമയത്ത് ഞാൻ ഒരു കാര്യം ഉറപ്പിച്ചിരുന്നു. ഞാൻ മറ്റൊരു റിവ്യൂകളോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ ഒന്നും നോക്കാതെ എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യങ്ങൾ മാത്രം ഇതിൽ പറയാമെന്നാണ് വിചാരിക്കുന്നത്. ഞാൻ ഏറ്റവും ആദ്യം ഒന്നാമത്തെ അധ്യായം തന്നെ വായിക്കുന്ന സമയത്ത് ആദ്യത്തെ അധ്യായത്തിൽ വളരെ കൃത്യമായിട്ട് നമ്മളോട് സംവദിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നത് മറവിയെപ്പറ്റി തന്നെയാണ്. എങ്ങനെയാണ് ഉരശിമ തരോ എന്നുള്ള ഒരു കഥാപാത്രത്തെ നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവന്നിട്ടിട്ട് നമ്മളോട് ചോദിക്കുകയാണ്, നിങ്ങളൊക്കെ ഒരു സമയത്ത് ഉറങ്ങിപ്പോയി തിരിച്ചു വരുമ്പോൾ നിങ്ങൾ അന്യരായിത്തീരുന്ന ഒരു സമയം വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യുമെന്നുള്ള രീതിയിൽ ഉരശിമ തരോമാരെ ഈ നാടിൻ്റെ അകത്തളങ്ങളിൽ നിങ്ങൾക്ക് ഏത് സമയവും കാണാമെന്നുള്ള വലിയ ഒരു തീ നമ്മുടെ ഉള്ളിലേക്ക് ഇട്ടുകൊണ്ടാണ് ഈ നോവൽ ആരംഭിക്കുന്നത്. ഈ നോവലിൽ കലാച്ചിയെക്കുറിച്ച് ഉറക്കവ്യാധി ബാധിച്ചൊരു നഷ്ടപ്രദേശമായിട്ടാണ് കാണിക്കുന്നതെങ്കിൽ കൂടി മലയാളികളുടെ അപരിചിതമായ മുഴുവൻ അനുഭവങ്ങൾ പോലും നമുക്ക് ഹൃദയം തൊടാൻ കഴിയുന്ന രീതിയിലേക്ക് ആഖ്യാനിച്ച് പ്രിയപ്പെട്ട മീര മലയാളികളുടെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരോട് ചോദിക്കുന്ന ചോദ്യങ്ങളിൽ നമുക്ക് പലപ്പോഴും തോന്നുന്നൊരു കാര്യം, ഈ നോവൽ പ്രണയ നോവലാണോ എന്ന് ചോദിച്ചാൽ നമുക്ക് അതേ എന്ന് ഉത്തരം പറയേണ്ടി വരും. ഈ നോവൽ ഒരു രാഷ്ട്രീയ നോവലാണോ എന്ന് ചോദിച്ചാൽ നമുക്ക് അതേ എന്ന് പറയേണ്ടി വരും. ഇനി ഇതിലൊരു ത്രില്ലർ സ്റ്റോറി ഉണ്ടോ എന്ന് ചോദിച്ചാൽ അവിടെയും അതേ, കലാച്ചി ഒരു ത്രില്ലർ സ്റ്റോറി തന്നെയാണെന്ന് പറയേണ്ടി വരും. രാഷ്ട്രീയ നോവലാണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും നല്ല അകം വേവുന്ന രാഷ്ട്രീയം അതിൽ നന്നായി ചാലിച്ച് ചേർത്തിട്ടുണ്ട് എന്ന് തന്നെയാണ് കലാച്ചി എന്നുള്ള പുസ്തകം വായിക്കുന്ന ഓരോ വായനക്കാരനും തോന്നുക. പൊതുവെ ആശയ ദൃഢതയോടെ സംസാരിക്കുന്ന ഒരു ധൈര്യം എപ്പോഴും മീരയുടെ നോവലുകളിൽ കാണാറുണ്ട്. അത് കലാച്ചിയിൽ അതിതീവ്രമായി വന്നിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നിയ എൻ്റെ ഒരു വായനയിൽ എനിക്ക് അതാണ് തോന്നിയത്. അതോടൊപ്പം തന്നെ ഈ മതവും ദേശീയവാദവും പൗരത്വവാദവും എല്ലാം
നന്നായി ചൂണ്ടുവിരൽ ചേർത്ത് ചോദിച്ചിരിക്കുകയാണ്. അപ്പോൾ ഒരുപക്ഷെ ഇത് വായിക്കുന്ന ചിലർക്കൊക്കെ വല്ലാതെ ഒരു അമർഷം തോന്നാം, അസ്വസ്ഥത തോന്നാം. എന്തിനാണ് ഈ നോവലിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുന്നത്? ഇതൊക്കെ പ്രസംഗങ്ങളിൽ പറഞ്ഞാൽ പോരെ? ഇതൊക്കെ ഒരു നോവലിലേക്ക് വരേണ്ടതുണ്ടോ എന്ന് ചോദിച്ചാൽ, ഈ നോവൽ കൃത്യമായി ഇതിലെല്ലാ കഥാപാത്രങ്ങളും വിവിധ രൂപങ്ങളിൽ നമ്മളിലേക്ക് കടന്നിറങ്ങി വന്നിട്ടാണ് ഇത് ചോദിക്കുന്നത്. അല്ലാതെ അവരുടെ ജീവിതവുമായി ഇഴചേർത്തുകൊണ്ട് അവരനുഭവിച്ചതെല്ലാം ഈ പറഞ്ഞതൊക്കെ തന്നെയായിരുന്നു എന്നാണ് പറയുന്നത്. ഒന്നാമത്തെ അധ്യായത്തിൽ തന്നെ നമുക്ക് പരിചയപ്പെടുന്ന ഇജാസ് അലി ഒരു പക്ഷേ നമ്മളെല്ലാവരും വാർത്തകളിൽ കണ്ട, നമ്മളെല്ലാവരും ഒരു പക്ഷേ പൗരത്വ ഭേദഗതി നിയമമൊക്കെ വന്ന സമയത്ത് മുസ്ലിം എന്നുള്ള ഒരു പക്ഷത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു ഒരു നേരം വെളുക്കുമ്പോഴേക്കും ഞങ്ങളുടെ രാജ്യത്ത് അന്യമായി തീരുന്നു എന്ന് നമ്മളൊക്കെ അന്ന് പറഞ്ഞതിൻ്റെ ഒരു മൂർത്തരൂപമായി ഇജാസ് അലി നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുന്നത് ഒരു പക്ഷേ മറവിയുടെ സ്ലീപ്പ് ഹോളോ എന്നുള്ള ഒരു പ്രമേയം ഉതിർത്തുകൊണ്ടുള്ള യക്ഷിക്കഥകളുടെ രാജകുമാരനായിട്ടാണ്. യക്ഷിക്കഥകളുടെ രാജകുമാരൻ എന്ന് പറയാൻ പറ്റില്ല. രാജകുമാരൻ എന്നുള്ള വാക്ക് ഒരിക്കലും അദ്ദേഹത്തിന് ചേരുന്നില്ലെങ്കിൽ കൂടി ഒന്നുറങ്ങി ഉണരുമ്പോൾ സ്വന്തം രാജ്യത്ത് അന്യരായി തീർന്നവരുടെ കഥകളാണ് യക്ഷിക്കഥകളെന്ന് അദ്ദേഹത്തിൻ്റെ ഈ കഥാപാത്രം അദ്ദേഹം അവതരിപ്പിച്ച സ്ലീപ്പ് ആസ് എ പൊളിറ്റിക്കൽ മെറ്റഫർ ഇൻ ഫെയറി ടെയിൽസ് എന്നുള്ള ആ പുസ്തകത്തിൻ്റെ പേര് ഒരുപാട് തവണ പല ഭാഗങ്ങളിലായിട്ട് KR മീര ഈ കഥയിൽ ചേർത്ത് പറയുന്നുണ്ട്. യക്ഷിക്കഥകൾക്ക് പുതിയ വ്യാഖ്യാനവും നൽകിയിട്ടുണ്ട്. യക്ഷിക്കഥയുടെ വ്യാഖ്യാനം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, യക്ഷിക്കഥകൾ ഒരുപക്ഷെ ഒരു സമയത്ത് മനുഷ്യനിൽ ഉറങ്ങിക്കിടന്ന തെറികൾ മുഴുവൻ, അല്ലെങ്കിൽ മനുഷ്യനിൽ പറയാൻ പറ്റാതെ വച്ചിരുന്നത് മുഴുവനും യക്ഷിക്കഥകളുടെ രൂപത്തിൽ വിളിച്ചു പറയുകയാണ്. അതുപോലെ തന്നെയാണ് ഉരശിമ തരോയും അങ്ങനെ തന്നെയാണ്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഒന്ന് ഉറങ്ങി വന്നപ്പോഴേക്കും എൻ്റെ നാട് എനിക്കില്ലാതായി എന്ന് പറയുന്നത് പോലെ അത് അന്നും നിലനിന്നിരുന്ന ഒരു പ്രശ്നമായിരുന്നു എന്നും അതിൻ്റെ ഒരു അധിനിവേശമാണ് ഇപ്പോൾ നമുക്ക് ചുറ്റും നടക്കുന്നത് എന്നും മീര നന്നായി പറയുന്നുണ്ട്. അതുപോലെ ഫിദ ഇതിലെ പ്രധാനപ്പെട്ട കേന്ദ്ര കഥാപാത്രമാണ്. ഫിദയെ അവതരിപ്പിച്ചിരിക്കുന്നത് 4 രീതിയിലാണ്. അതായത് ഫിദയെ വലിയ ഒരു സ്വാതന്ത്ര്യമായിട്ട് നമ്മുടെ മുമ്പിലേക്ക് എടുത്തു വയ്ക്കുന്നുണ്ട്. ഫിദയെ ചോദ്യം ചെയ്യലാണ് ഫിദയുടെ ഒരു വലിയ മുഖമുദ്രയായിട്ട് എപ്പോഴും നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ആത്മാന്വേഷണം നടത്തുന്ന ഒരു സാധാരണ സ്ത്രീക്കപ്പുറം നിന്നുകൊണ്ട് കൃത്യമായി ചോദ്യം ചോദിക്കാൻ ധൈര്യമുള്ള ഒരു പ്രതിരോധമായി ഫിദയെ നമ്മുടെ മുന്നിലേക്ക് KR മീരയുടെ ഈ നോവൽ കൊണ്ടുവയ്ക്കുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഫിദ ഇങ്ങനെ പറയുന്നുണ്ട്. ഏറ്റവും ആദ്യം തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു ഫ്ലാഷ് ബാക്ക് പോലെയാണ്. ഫിദ നമ്മുടെ കലാച്ചി എന്നുള്ള നാട്ടിലേക്ക് ഇജാസ് അലിയെ അന്വേഷിച്ച് പോകുന്ന ഒരു കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ തന്നെ ഏറ്റവും ആദ്യം 2ാമത്തെ പേജിൽ തന്നെ പറയുന്നത്, നീ ഒരു മുസ്ലിം അല്ലേ എന്ന് ചോദിക്കുന്ന ചോദ്യത്തോട് അല്ല, ഞാൻ ഇന്ത്യയാണ്, ഇന്ത്യ ഒരു സെക്കുലർ രാജ്യമാണ് എന്ന് മറുപടി പറയുകയും തിരിച്ചു വന്നാൽ നീ എന്ത് ചെയ്യും എന്നുള്ള ചോദ്യത്തിന് ഇത് എനിക്ക് ആകെയുള്ള രാജ്യമാണെന്ന് പറയുമ്പോഴേക്കും ശബ്ദമിടറുന്ന ഫിദയെ നമുക്ക് കാണാം. അപ്പോൾ ഇജാസ് അലി ഇടയ്ക്കിടയ്ക്ക് പറയുന്നത്, ഞാൻ എവിടെയെങ്കിലും, ഇജാസ് അലി ഒരു അന്വേഷണ തൽപരനായ, അല്ലെങ്കിൽ യക്ഷിക്കഥകൾ എന്ന് പറയുന്ന ഈ ഒരു PhD തീസിസ് ചെയ്യുന്നതോടൊപ്പം തന്നെ ഈ നാട്ടിൽ നടക്കുന്നതെല്ലാം തന്നെ ലോകത്താകമാനം നടക്കുന്ന ചില കരുതലോടെയുള്ള പിടിമുറുക്കലുകളുടെ ഭാഗമാണെന്ന് സമർത്ഥിക്കുകയും ചെയ്ത്, ഇനി ഞാൻ തിരിച്ചു വരുമ്പോൾ എൻ്റെ പേടി ഇവിടെ കയറ്റാതിരിക്കുമോ എന്നാണ് ചോദിച്ചുകൊണ്ട് അത് 1ാമത്തെ അധ്യായത്തിൽ തന്നെ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ യക്ഷിക്കഥകളെ കുറിച്ച് നല്ലൊരു ഡെഫിനിഷൻ ഇതിൽ പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഓരോ കാലത്തും ദേശത്തും ജീവിച്ചിരുന്ന മനുഷ്യരുടെ ഉത്കണ്ഠകളും അഭിലാഷങ്ങളും രഹസ്യ ഭാഷയിൽ രേഖപ്പെടുത്തിയവയാണ് യക്ഷിക്കഥകൾ. അതായത് യക്ഷി പറഞ്ഞാൽ അതിനപ്പുറം ഒന്നും പറയാനില്ലല്ലോ. അപ്പം അതുകൊണ്ട് ഇത് ഒരു രഹസ്യ ഭാഷയിലൂടെ എൻ്റെ അഭിലാഷങ്ങൾ എനിക്ക് പൂർത്തീകരിക്കണമെങ്കിൽ ഇത്തരത്തിൽ പറഞ്ഞു വയ്ക്കാമെന്ന് കരുതിയ
ഗൂഢ ആ, രീതിയിലുള്ള ഒരു അഭിലാഷങ്ങളാണ് യക്ഷിക്കഥകൾ എന്ന് പറയുന്നു. അതുപോലെ ഉറക്കമാണ് ഇതിൻ്റെ രൂപകം. ഈ കഥയുടെ രൂപകമായി എപ്പോഴും കാണിക്കുന്നത് ഉറക്കമാണ്. ആ ഉറക്കം വിട്ടുണരുമ്പോൾ ഒരു പക്ഷേ അത് മടങ്ങിയെത്തുമ്പോൾ കാലവും ദേശവും മാറിപ്പോകുന്ന കഥകളായി ജീവിതം മാറുന്ന ഉരശിമ തരോമാരെ പോലെയുള്ള ആളുകൾ ഈ നാട്ടിൽ ഇപ്പോഴും ഉണ്ട് എന്ന് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കഥയാണ്. അതുപോലെ പൗരത്വ പട്ടികയെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് ആദ്യത്തെ 1-ാം അധ്യായത്തിൽ തന്നെ പറഞ്ഞുകൊണ്ട് നമ്മളുടെയൊക്കെ ചിന്തകളെ നിങ്ങൾ സാധാരണ വായിക്കുന്ന ഒരു നോവൽ അല്ലെങ്കിൽ ഒരു കഥയുടെ ക്ലൈമാക്സ് അല്ലെങ്കിൽ ഒരു നായകനും നായികയും അതിൻ്റെ പ്രണയ പരവശത ഈ കാര്യങ്ങളൊന്നും ഇതിലെല്ലാം ഉണ്ടെങ്കിൽ പോലും നമ്മൾ ആരും ഡിഫൈൻ ചെയ്യുന്ന പ്രണയമല്ല ഇവിടെ. ഇവിടെ ഇവിടെ നോക്കുന്ന നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യം ഫിദ ഫിദ എന്ന നമ്മുടെ കേന്ദ്ര കഥാപാത്രം 14 മുതൽ 19 വയസ്സ് വരെ അവൾ നന്നായി പ്രണയിച്ചിരുന്ന നിസാമിനെ കല്യാണം കഴിക്കുകയും അതിനുശേഷം ഫിദയുടെ വീട് കുറച്ചുകൂടി സെക്കുലർ കാഴ്ചപ്പാടുള്ള ആളുകളായിരുന്നു. എന്നാൽ നിസാമിൻ്റെ വീട് അത്തരത്തിലുള്ളതായിരുന്നില്ല. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഫിദയുടെ ഉള്ളിലിരുന്ന ഫിദയെ കണ്ടെത്തുന്നത് ഇജാസ് അലിയെ കണ്ടുമുട്ടുന്നതോട് കൂടിയിട്ടാണ്. അവിടെയാണ് കഥയുടെ കേന്ദ്ര ട്വിസ്റ്റ് വരുന്നത്. കൃത്യമായിട്ടുള്ള ട്വിസ്റ്റ് സംഭവിക്കുന്നത് അവിടെയാണ്. ഇജാസ് അലിയെ ഫിദ പ്രണയിക്കുന്നത് അതിനെ സാപ്യോട്ടിക് ലവ് എന്നാണ് പറയുന്നത്. നിസാം വളരെ സുന്ദരനാണ്. നിസാമിൻ്റെ കണ്ണുകൾ അതിമനോഹരമാണ്. നിസാമിനെ നോക്കിയിരിക്കാൻ നല്ല രസമുണ്ട്. എത്ര മനോഹരമാണ് നിസാമിനെ കാണാൻ എന്നൊക്കെ പറയുന്ന ഫിദ ഒട്ടും ഭംഗിയില്ലാത്ത ഒരു പക്ഷേ 15 കേസുകളോളം പെട്ട് 15 വർഷമായി ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ സാധിക്കാതെ പുറത്തിറങ്ങി വന്ന നമ്മൾ കാണുന്ന സോക്കോൾഡ് ഒരു ഭംഗിയുമില്ലാത്ത ഒരു ആകർഷകത്വമില്ലാത്ത ഇജാസ് അലിയെ ഗാഢമായി പ്രണയിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ബുദ്ധിശക്തിയെയും അദ്ദേഹത്തിൻ്റെ ഔന്നത്യത്തിലുള്ള ചിന്താശേഷിയെയും കണ്ടിട്ടാണ്. അത്തരത്തിലുള്ളൊരു സാപ്യോട്ടിക് ലവ് ആണ് ആ നോവലിലുടനീളം നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത്. തീർച്ചയായിട്ടും കൊട്ടാര സദൃശ്യമായ വീട്ടിൽ താമസിച്ച ഫിദ ഫാത്തിമ, എല്ലാം കൊണ്ടും സുഭിക്ഷമായ ജീവിതമുള്ള ഫിദ, ഒരുപാട് ആളുകൾ ആജ്ഞാനുവർത്തിയായി നിന്നിരുന്ന വീട്ടിലെ ഫിദ ഒരു നിമിഷം ഒരു ഗലിയിലേക്ക്, മൂത്രത്തിൻ്റെയും ആട്ടിൻകാട്ടത്തിൻ്റെയും മറ്റും മണമുള്ള ഗലിയിലേക്ക് ഒരാൾക്ക് കടന്നു ചെല്ലുമ്പോൾ തല മുട്ടുന്ന രീതിയിൽ വാതിലുള്ള ഒരു ചെറിയ മുറിക്കകത്തേക്ക് കയറി അവളുടെ ജീവിതത്തിൻ്റെ പരമാനന്ദവും അവളുടെ ജീവിതത്തിൻ്റെ സുഖസൗകര്യങ്ങളിൽ ഏറ്റവും ഔന്നത്യം അവിടെ തന്നെയാണ് എന്ന് ഉറപ്പിക്കാനുള്ള ആ സാപ്പിയോട്ടിക് ലവ്, അതാണ് നമ്മൾ കാണുന്ന. ഒരു പക്ഷേ നമ്മളെല്ലാവരും നമ്മളുടെ ഉള്ളിലുമൊക്കെ ഇത്തരത്തിലുള്ള ഒരു പ്രണയം ഉണ്ടായിരുന്നിരിക്കണം. നമ്മളെല്ലാവരും ഒരാളെ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്നൊക്കെ പറയുന്നതൊന്നും ഒന്നുമല്ല എന്നും ഇതിനപ്പുറമായി പ്രണയത്തെ മറ്റൊരു ലോകത്തേക്ക് കടത്തിക്കൊണ്ടുപോയി പറയുന്ന ചർച്ചകളിൽ അല്ലെങ്കിൽ ഒരുപക്ഷെ എനിക്കറിയാത്ത കാര്യങ്ങൾ അറിഞ്ഞു തരുന്ന ആളോട് തോന്നുന്ന വലിയ ഒരു വികാരമാണ് പ്രണയമെന്ന് നമ്മളെയൊക്കെ ഓർമ്മപ്പെടുത്തുന്ന രീതിയിലേക്ക് പ്രണയത്തെ കൃത്യമായി നിർവചിച്ച് ഇതാണ് ശരിയായ പ്രണയമെന്ന് ഫിദ പറയാണ്. അതുപോലെ പർദ്ദയിടാത്ത ഉമ്മി ഞങ്ങളുടെ കൂടെ വരണ്ട എന്ന് എലിസ കരഞ്ഞു പറയാനുള്ള ഒരു കാരണമുണ്ട്. പലപ്പോഴും ഫിദയ്ക്ക് നിസാമിൽ 2 കുട്ടികളാണുള്ളത്. ഇവരെ രണ്ടുപേരെയും ഫിദ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം പല സമയത്തും ഈ കുട്ടികളെ കാണാൻ പോകുന്ന സമയത്ത് കുട്ടികളെ കൊണ്ട് പുറത്തിറങ്ങുന്ന സമയത്ത് ഒരുപാട് ആളുകൾ ചോദ്യം ചെയ്യുന്നു, ഫിദയെ നന്നായി ഉപദ്രവിക്കുന്നു. അതായത് ഫിദ പർദ്ദ ഇടാറില്ല. അപ്പോൾ അങ്ങനെ കുഞ്ഞുങ്ങൾ കരഞ്ഞുകൊണ്ട് പറയാണ്, ഉമ്മച്ചി ഇനി ഉമ്മി പർദ്ദ ഇടാതെ ഞങ്ങൾ ഇനി കൂടെ വരില്ല എന്നുള്ള രീതിയിൽ പറയുന്നത് മുഴുവനും ഒരു പ്രത്യേക വിഭാഗത്തെ ഈ സമൂഹം കണ്ടതെങ്ങനെയാണെന്നും ആ കുഞ്ഞുങ്ങളിലേക്ക് പോലും എങ്ങനെയാണ് ആ വികാരം കുത്തി നോവിക്കുന്നതെന്നും കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അത്തരത്തിലുള്ള ഒരു പരാമർശത്തോടു കൂടി ഈ കഥ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ സ്വപ്നവും യാഥാർത്ഥ്യവും തമ്മിലുള്ള വലിയ ഉരച്ചിലുകൾ നമുക്ക് തന്നെ പലപ്പോഴും ഈ കഥ വായിക്കുമ്പോൾ തോന്നുന്നത് ഇപ്പൊ പറഞ്ഞത് സ്വപ്നമാണോ, ഇത് പറയുന്നത് യാഥാർത്ഥ്യമാണോ എന്ന് പറയുന്നത് പോലെ. അതായത് ഒരു ക്യാമ്പസിൽ ഒരു സമയത്ത് പോലീസ് നമ്മുടെ ഫിദ ജോലി ചെയ്യുന്ന ആൾ ഒരു ലെക്ചറാണ്.
ഒരു പൊളിറ്റിക്സ് വിഭാഗത്തിൽ ജോലി ചെയ്യുന്ന ഫിദയെ അവരാക്രമിക്കുകയും അങ്ങനെ ആരോടും ഒരു സ്വപ്നത്തിൽ എന്ന പോലെയാണ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആരും പ്രതികരിക്കാനില്ലാത്ത സമയത്ത് നുരഞ്ഞു പൊന്തിയ അപമാനം കുടിച്ചിറക്കി അവരോട് ഫിദ ഉറക്കെ വിളിച്ചു ചോദിക്കുകയാണ്, നിങ്ങളൊക്കെ മനുഷ്യരാണോ? ഇത്ര വലിയ പ്രശ്നം ഇവിടെ ഉണ്ടായിട്ട് ഒന്ന് നിലവിളിക്കാനുള്ള ധൈര്യം പോലും നിങ്ങൾക്കില്ലേ? ഇത് വല്ലാത്ത ചോദ്യമാണ്. നമ്മുടെ ഉള്ളിലേക്കൊക്കെ വല്ലാണ്ട് ചോദിച്ചിറങ്ങുകയാണ്. ഇവിടെ മൗനമായി ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരുടെ ഉള്ളിലൊക്കെ ഒരുപക്ഷെ ഇതൊക്കെ പറയണമെന്ന് ആഗ്രഹം ഉണ്ടായിരിക്കും. പക്ഷേ പറയാനുള്ള പേടി കൊണ്ട് മാത്രം ഒരു രാജ്യത്തിൻ്റെ ചരിത്രം മറവിയിലേക്ക് പോവുകയും കൃത്രിമ ചരിത്രങ്ങൾ ഉണ്ടാക്കി ഇതാണ് ശരിയെന്ന് പറയുന്ന ഒരു നാടിനെ നോക്കി ഫിദ വീണ്ടും വീണ്ടും നമ്മളോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഫിദയുടെ 3 സുഹൃത്തുക്കളെ കുറിച്ച് പറയുന്നുണ്ട്, നന്നായി പ്രതികരിക്കുന്ന. ഇപ്പൊ നമ്മളൊക്കെ JNUവിലൊക്കെ കണ്ട വലിയ ഒരു പ്രതികരണം പോലെ തന്നെയാണ് എനിക്ക് തോന്നിയത്. അതിൽ അപൂർവാനന്ദ് യാദവ്, ബൃന്ദ ബാനർജി, ആലിയ സെൻ എന്ന് പറഞ്ഞ 3 സുഹൃത്തുക്കൾ അത് എന്തിനും ഏതിനും ഫിദയോടൊപ്പം നിൽക്കുന്നവരാണ്. അപ്പൊ എന്തായാലും ഈ നോവൽ എനിക്ക് തോന്നുന്നത് പല കഥാപാത്രങ്ങളെ നമ്മളുടെ ഇടയിലേക്ക് കൊണ്ടുവന്ന് ഒരു കടലാഴം പോലെയാണ്. നമ്മൾ നോക്കുമ്പോൾ കടലിലേക്ക് ഇറങ്ങി ചെല്ലും തോറും ഇതിൽ ഏത് ഭാഗമാണ് എനിക്ക് സംസാരിക്കേണ്ടത് എന്നുള്ള കാര്യത്തിൽ പലപ്പോഴും ഞാനിപ്പോൾ സംസാരിക്കുമ്പോൾ പോലും എനിക്ക് തോന്നുന്നു പലയിടത്തും ഇതൊരു മാജിക്കൽ റിയലിസം അല്ലെങ്കിൽ സർറിയലിസം എന്നൊക്കെ പറയുന്ന നോവലിൻ്റെ വിവിധ മേഖലകളെ പോലെ തന്നെ ഒരു സ്വപ്നത്തിൻ്റെ ചില ഭാഗങ്ങളെ ഇഴുകി ചേർത്ത് തന്നെയാണ് ഇത് സംസാരിക്കാനായിട്ട് സാധിക്കുള്ളൂ. അതുപോലെ ഇതിൻ്റെ ആദ്യ ഭാഗങ്ങളിൽ തന്നെ വല്ലാത്ത രൂപകങ്ങൾ വരുന്നുണ്ട്. ഉറക്കം വല്ലാത്തൊരു രൂപകമാണ്. അപ്പോൾ ഉറങ്ങാൻ പേടിക്കുന്ന ഒരു ജനത, അതുപോലെ ഒരു സ്വപ്നത്തിൽ എന്ന പോലെ നമ്മുടെ ഫിദയുടെ കൂട്ടുകാരി ആലിയയെ ഒരു ജനക്കൂട്ടൻ ഹിജാബ് ധരിച്ചത് കൊണ്ട് വലിച്ചിഴയ്ക്കുന്നുണ്ട്. അപ്പോൾ അവിടെ കാണുന്നത് കണ്ണ് പൊള്ളുന്ന ഭംഗിയുള്ള തീപ്പട്ടി. ആ തീപ്പട്ടിയെ കുറിച്ച് വർണ്ണിക്കുന്ന ഒരു ഭാഗം വളരെ രസകരമായിട്ടാണ്. തീപ്പട്ടികൾ എപ്പോഴും പെറ്റുപെരുകിക്കൊണ്ടിരിക്കുകയാണ്. അത് വല്ലാത്തൊരു രൂപമാണ്. നമ്മുടെ ഈ ലോകത്തിലുണ്ടായ മുഴുവൻ ആളുകളോടും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ഈ നാട്ടിൽ സംഭവിക്കുന്നതിനെ ഇത്തരത്തിൽ നിങ്ങൾ എന്തുകൊണ്ട് ചോദിക്കുന്നില്ല എന്ന് നോവലിസ്റ്റ് നമ്മളോട് ഇങ്ങനെ കൈചൂണ്ടി ചോദിക്കുക. എന്താണ് നിങ്ങൾ ആരും ഒന്നും മിണ്ടാത്തത് എന്ന് ചോദിക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത്. അതുപോലെ ഇജാസ് അലിയുടെ സ്ലീപ്പ് ഹോൾ ഇഫക്റ്റിനെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അതിൻ്റെ ഇജാസ് അലിയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയ സമയത്ത് ഇത് ഞാൻ പറയുന്നത് ഇതിൻ്റെ അവസാന ഭാഗം പലപ്പോഴും ആദ്യത്തേലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഈ നോവൽ വായിച്ചു കഴിഞ്ഞ് വീണ്ടും ഒന്നുകൂടി വായിക്കുമ്പോഴാണ് ഇതിൻ്റെ, അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ KR മീര നടത്തിയ യാത്രകളിൽ റെഫറൻസുകളിലെല്ലാം അവർ പറഞ്ഞു വച്ച വരികളെ മുഴുവനും നമുക്കത് മനസ്സിലാവണമെങ്കിൽ ഒറ്റ വായന കഴിഞ്ഞ്, ഞാനിത് ഒന്നര ദിവസം എടുക്കാതിരിക്കാൻ വേണ്ടി ഉറക്കം വിളിച്ച് വായിച്ചു പോയി. കാരണം ഇത് എവിടെ എത്തി, എന്തായി, ആ കലാച്ചിയിലേക്കുള്ള ഫിദയുടെ യാത്രയിൽ കണ്ണിൽ നിന്നുമൊക്കെ എന്താ വന്നതെന്ന് എനിക്ക് തന്നെ പറയാൻ പറ്റൂല. അത്രയ്ക്ക് അലിഞ്ഞിരുന്നു പോയൊരു നോവല്. അപ്പോൾ ഈ ഇജാസ് അലിയെ ഏറ്റവും അവസാനം അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ട് ഇജാസ് അലി അദ്ദേഹത്തെ ജയിലിലടയ്ക്കുന്നുണ്ട്. ജയിലിലടയ്ക്കുന്ന സമയത്ത് ഫിദ വിളിക്കുന്ന സമയത്ത് ഫിദയോട് പറയാണ്, എന്നെ ജയിലിലടച്ചത് ഞാൻ ഒരാളെ ബലാത്സംഗം ചെയ്തിട്ടാണ്, ഒരു സ്ത്രീയെ ബലാത്സംഗം ചെയ്തു എന്ന് പറയുമ്പോൾ ഫിദ ഇതിനെ വളരെ ഫണ്ണി ആയിട്ടാണ് പറയുന്ന മറുപടി വെരി ഫണി എന്നുള്ള രീതിയിൽ എടുക്കുമ്പോൾ ഇജാസ് അലിയുടെ ശബ്ദ വ്യതിയാനത്തിൽ വന്ന മാറ്റത്തിൽ നിന്നാണ് സംഭവിച്ചു പോയി ഫിദ. ഇങ്ങനെയാണ് ഇജാസ് അലി പറയുന്നത്. അത് ഇജാസ് അലി ഒരു റേപ്പിസ്റ്റ് അല്ല എന്ന് ഫിദയ്ക്ക് അറിയാമായിരുന്നിട്ട് കൂടി ഇത്തരത്തിൽ ഫിദ ഫസീല മുഹമ്മദിന്റെ ജീവിതത്തിൽ ഇജാസ് അലി എന്നൊരാളില്ല എന്നുള്ള രീതിയിലേക്ക് ഫിദ ചിന്തിക്കാനുള്ള ഒരു കാരണം പോലും അന്ന് ഫിദയ്ക്ക് അറിയില്ലായിരുന്നു. സ്ലീപ്പ് ഹോളോ എന്നുള്ള വന്നുപോയ വ്യാധിയുടെ അതിൻ്റെ ആ ഭീകരത എത്രത്തോളം ഉണ്ടെന്ന് അന്ന് മനസ്സിലായില്ല. അപ്പോൾ ഏറ്റവും ആദ്യം റിജക്റ്റ് ചെയ്യുന്ന ഫിദ പിന്നീട് ഈ സ്ലീപ്പ് ഹോളോ എന്നുള്ളത് എന്താണെന്ന് തിരിച്ചറിയുകയും അതിൽ നിന്ന് ഇജാസ് അലിയെ കാണുക എന്നുള്ളത് ഒരു വലിയ അന്വേഷണമാക്കി മാറ്റുകയും
അന്വേഷണത്തിന്റെ അവസാനത്തിൽ അതിൽ ഏറ്റവും അവസാനം പറയുമ്പോൾ നമുക്കറിയാതെ ഇതിപ്പോ പറയുമ്പോൾ പോലും എനിക്ക് വല്ലാത്തൊരു ഫീല് വരുന്നുണ്ട്. അതായത് ഇജാസ് അലിയുടെ ഈ അഡ്രസ്സ് ചോദിക്കുന്ന സമയത്താണ് നമുക്ക് മനസ്സിലാവുന്നത് ഇജാസ് അലിയെ അല്ല ഫിദ അന്വേഷിച്ച് പോയതൊക്കെ ഫിദയെ തന്നെയായിരുന്നു. അതുകൊണ്ടാണ് ഇത് അവസാനം പറയുന്ന ഒരു അഡ്രസ്സ് ഞാൻ നിങ്ങളോട് പറയാം. അപ്പൊ എന്തായാലും ഇങ്ങനെ പിന്നെ ഞാനിങ്ങനെ വായിച്ച് തുടങ്ങുമ്പോൾ എനിക്ക് തോന്നിയത് ഒത്തിരി ഫോബിയകളെ കുറിച്ച്, ആ ഫോബിയകളിലെല്ലാം തന്നെ ആ ഫോബിയ ഞാൻ ഒരു റെഫറൻസ് പുസ്തകം ഇപ്പുറത്ത് വെച്ച് വായിക്കേണ്ട രീതിയിലാണ് ശരിക്കും ഒരു സയന്റിസ്റ്റ് എങ്ങനെയാണോ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റ് എങ്ങനെയാണോ ഒരു ഫോബിയയെ അഡ്രസ്സ് ചെയ്യുന്നത്, അതുപോലെയാണ് നമ്മളിതിങ്ങനെ വായിച്ചു വരുമ്പോൾ നമ്മളെല്ലാവരും ഇതൊക്കെ നമ്മളുടെ കൂടെ ഉള്ളതല്ലേ, ഈ ഫോബിയകളിലൊക്കെ അതിൻ്റെ ഉള്ളിലൊക്കെ ഞാനില്ലേ എന്ന് തോന്നുന്ന രീതിയിൽ പല കഥാപാത്രങ്ങളിലൂടെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോ ഈ നമ്മുടെ നിസാമിന്റെ വീട്ടിലുള്ള അമീർ ഭയ്യയുടെ 2 ആൺമക്കളിൽ ഒരാളാണ് ഇജാസ് അലി എന്നും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. നിസാമിന്റെ വീട്ടിൽ നിന്നാണ് അമീർ ഭയ്യയുടെ ജീവിതവും മറ്റു കാര്യങ്ങളൊക്കെ നന്നായിട്ട് പറയുന്നുണ്ട്. ഞാൻ എല്ലാം കൂടി പറയാൻ നേരമില്ലാത്തതുകൊണ്ടാണ്. അപ്പോ അവിടെ നിന്ന് ഇജാസ് അലിയിലേക്ക് ഫിദ യാത്രയാവുന്നതും അതുപോലെ തന്നെ അയാളെ കണ്ട മാത്രയിൽ തന്നെ ഫിദയ്ക്ക് തോന്നിയത് തലയ്ക്ക് മേൽ മന്ത്രവടി ഒഴിയപ്പെട്ടതുപോലെ അയാളിൽ മയങ്ങിയിരുന്നു എന്നാണ്. എന്നിട്ട് ഫിദ തന്നെ പറയുന്നു നിസാമിന്റെ 1% പോലും ഉള്ള ഭംഗി ഇജാസ് അലിക്കില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ എന്തായാലും ഈ കഥയെ കഥയായി മാത്രം കാണുക എന്ന് പറയുമ്പോൾ പോലും അത് കെ.ആർ. മീര തന്നെ പറയുന്നുണ്ട്, ഈ കഥയെ കഥയായി മാത്രം കാണുക എന്ന് പറഞ്ഞാൽ നമുക്കത് അങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റില്ല. കാരണം നമ്മളതിൽ ജീവിച്ചു പോവും. കാരണം അത് നമ്മുടെ അനുഭവമാണെന്നും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ നോവല് ഇതിലെ വായിക്കുന്ന എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ നോവല് വായിച്ച് ഒരു പക്ഷെ കണ്ണടയ്ക്കാൻ കുറച്ച് സമയത്തേക്ക് അസ്വസ്ഥമാകുന്ന രീതിയിൽ നമ്മൾ ഇരുന്നു പോകുന്ന പോലെ ഇതില് ഈ കഥയിൽ തരുന്ന ഒരു രഹസ്യമായിട്ടുള്ളൊരു മാജിക്, ആ മാജിക് എന്താണെന്ന് അറിയണമെങ്കിൽ ആ നോവൽ വായിക്കണം. ഇപ്പൊ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന മുഴുവൻ ആളുകൾ, ഞാൻ വായിച്ചു കഴിഞ്ഞ് ഞാൻ ഇതിൻ്റെ ഒരു പ്രൊമോട്ടർ ആയിരുന്നോ എന്ന് എനിക്കറിയില്ല, അപ്പോഴൊക്കെ എൻ്റെ കൂടെ ഇരുന്ന ആളുകൾ മുഴുവനും പറഞ്ഞത് ഇത് വയ്ക്കാൻ തോന്നുന്നില്ലല്ലോ, ഈ പുസ്തകം കയ്യിലെടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ അടുത്തത് എന്തായിരിക്കുമെന്ന് തോന്നുന്നല്ലോ എന്ന രീതിയിലാണ് എന്ന്. അപ്പം ഇതില് പിന്നെ ഞാനിതില് മറ്റൊരു കാര്യം എനിക്ക് തോന്നുന്നത്, നിസാമിനെ പരിചയപ്പെടുത്തുന്ന സമയത്തെ ഇതില് സാധാരണ ആണുങ്ങൾ സംസാരിക്കുന്ന ഇതിൽ വളരെ ഭംഗിയുള്ള കാര്യങ്ങൾ തന്നെയാണ് നിസാമിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം സോ കോൾഡ് ഒരു ജെന്റിൽമാൻ ആണ് എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, ഇജാസ് അലിയുമായി ഫിദയുടെ ഒരു പ്രണയം, അല്ലെങ്കിൽ ഫിദ ഇത്രയും വലിയൊരു വീട്ടിൽ നിന്ന് പോയതിന് ശേഷം ഫിദ ഈ നിസാമിനെ വിളിച്ചാണ് ചോദിക്കുന്നത്, എൻ്റെ കയ്യിലാണോ നിന്റെ മറ്റവൻ്റെ നമ്പർ എന്ന് ചോദിക്കുന്നുണ്ട്. ഇത് സാധാരണ രീതിയിലുള്ള, അതായത് പെട്ടെന്ന് ഇങ്ങനെ നോവലിൽ തന്നെ ഒരു കഥാപാത്രത്തിൻ്റെ മേ ബി ഒരു ആണത്തത്തിൻ്റെ ഒരു മെയിൽ ഷോവനിസം വളരെ കൃത്യമായി പറയുകയും, സാധാരണ രീതിയിൽ കെ.ആർ. മീരയുടെ കഥകളിലെല്ലാം ഒരു സ്ത്രീ പക്ഷപാതിത്വം നമുക്ക് കാണാം. പക്ഷെ ഇവിടുത്തെ സ്ത്രീ പക്ഷപാതം എന്ന് പറയുന്നത് അങ്ങനെ ഒരു ഫെമിനിസ്റ്റ് കാഴ്ചപ്പാട് മാത്രമല്ല, മറിച്ച് ഓരോ സ്ത്രീയോടും പറയുന്നത് അവരുടെ നിലപാട്, അവരുടെ പ്രതിരോധം, അവർക്ക് പറയാനുള്ളത് വിളിച്ചു പറയാൻ ആരോടും ചോദിക്കേണ്ടതില്ല. ഇപ്പൊ അമ്മയെന്നുള്ള വികാരത്തെ പോലും ഫിദയ്ക്ക് 2 മക്കളെയും ജീവനേക്കാൾ അധികം സ്നേഹിക്കുന്നുണ്ട്. അവരോടൊപ്പം നിൽക്കുക എന്നുള്ളത് ഫിദയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ്. പക്ഷേ അതോടൊപ്പം അങ്ങനെ ഒരു കണ്ടീഷൻഡ് മദറായി നിൽക്കാൻ എനിക്ക് പറ്റില്ല എന്ന് മക്കളെ പോലും ബോധ്യപ്പെടുത്തി വളരെ കൃത്യമായിട്ട് മക്കളോട് പറയുന്നു. അമ്മ എന്നുള്ളത് അപ്പുറം ഫിദയുടെ സ്വാതന്ത്ര്യത്തിലേക്ക് ആരെയും കൈകടത്താൻ അനുവദിക്കാതെ തന്നെ ഫിദ നടക്കുമ്പോൾ മക്കൾ അവസാനം പറയാണ്, യു ആർ സോ കൂൾ ഉമ്മി. അതായത് അഗ്സ എന്നുള്ള മൂത്ത കുട്ടി ഉമ്മിയെ വളരെയധികം ചീത്ത പറയുന്നുണ്ട്. ഇജാസ് അലിയുമായുള്ള ബന്ധമായപ്പോൾ അത്യാവശ്യം പ്രായപൂർത്തിയായ കുട്ടിയാണ് മൂത്ത കുട്ടി. അപ്പോൾ ആ കുട്ടിയുടെ അടുത്ത് ചെന്ന് ഇനി പലപ്പോഴും
ആ കുട്ടിയുടെ അടുത്ത് ചെന്ന് നിൽക്കുമ്പോൾ അവൾ എൻ്റെ ഉമ്മയായി മാറി എന്ന് ഫിദ പറയുന്നുണ്ട്. അതായത് ഒരു ഒരു പരകായമാണ് ഇടയ്ക്കിടയ്ക്ക് നമ്മൾക്ക് തോന്നുന്നത്. ഫിദയെ നമുക്ക് കയ്യിലെടുക്കാൻ, അല്ലെങ്കിൽ ഇതാണ് ഫിദ എന്ന് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് ഒരു കഥാപാത്രത്തെ കെ.ആർ. മീര കലാച്ചിയിൽ സൃഷ്ടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വളരെ വളരെ സ്നേഹത്തോടു കൂടി എനിക്ക് നിങ്ങളോടെല്ലാം പറയാനുള്ളത്. പിന്നെ മറ്റ് കാര്യങ്ങളൊക്കെ, നമ്മുടെ പൗരത്വത്തിന്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അതുപോലെ ഈ ഒരു എപ്പിഡിമെസിനെ കുറിച്ച് അത് നിങ്ങളെല്ലാവരും വായിക്കണം. വോട്ട് ചെയ്യുന്നവരല്ല അധികാരം നിലനിർത്തുന്നത്, വോട്ട് എണ്ണുന്ന യന്ത്രങ്ങളാണ്. നമുക്ക് പലപ്പോഴും കഴിഞ്ഞ രാഷ്ട്രീയ സ്ഥിതിയൊക്കെ മനസ്സിലാക്കിയാൽ ഇത് അതിനൊക്കെ മുമ്പ് എഴുതപ്പെട്ട ഒരു പുസ്തകം ആണെങ്കിൽ കൂടി എത്ര ഭംഗിയായിട്ടാണ് ഒരു പൊളിറ്റിക്കൽ ഡെഫിനിഷൻ ഇജാസ് അലി എന്നൊരു കഥാപാത്രത്തിലൂടെ മീര പങ്കുവയ്ക്കുന്നത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ നോവൽ ഏത് ജാനയിലാണ് പെടുത്തതെന്ന് ചോദിച്ചാൽ, ഇത് നേരത്തെ വീണ്ടും ഞാൻ പറയുന്നു, പ്രണയത്തിലും ത്രില്ലറിലും പൊളിറ്റിക്കലിലും ഒക്കെ ഉൾപ്പെടുത്താവുന്ന ഒരു നോവലാണ് നമ്മുടെ കലാച്ചി എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സംസാരിക്കുമ്പോൾ ഒരു പക്ഷേ ഇഴ ചേർത്ത് സംസാരിക്കാൻ കഴിയാത്തൊരു നോവലായതുകൊണ്ടാണ് ഈ രീതിയിൽ തന്നെ സംസാരിച്ചു പോകുന്നത്. പിന്നെ ഇതിന്റെ ചരിത്രം ഒരു ചരിത്ര നോവലാണോ എന്ന് ചോദിച്ചാൽ അതുമാണ്. കാരണം ഇന്ത്യ ഗേറ്റിനെ കുറിച്ചുള്ള ഒരു പരാമർശമുണ്ട്. നമ്മളെല്ലാവരും പ്രസംഗങ്ങളിലൊക്കെ കോട്ട് ചെയ്ത് പറയാറുണ്ടെങ്കിൽ കൂടി ഒരു നോവലിലേക്ക് എങ്ങനെയാണ് ഒരു ചരിത്രം കൊണ്ടുവരുന്നത്, എത്ര ഭംഗിയായിട്ടാണ് അതിനെ ഇഴചേർക്കുന്നത്. അതും ഇവരുടെ ഒരു റൊമാൻറ്റിക് മൂഡിൽ, അതല്ലെങ്കിൽ ഇവരുടെ ഈ ഒരു സപ്യോട്ടിക് ലവിന്റെ പശ്ചാത്തലത്തിലേക്ക് ചരിത്രത്തെ കൊണ്ടുവന്ന് അതിനൊരു മൂർച്ചയുള്ള വാളാക്കി മാറ്റുകയാണ്. നമ്മളോട് ചൂണ്ടിക്കൊണ്ട് പറയാണ് ഇത് നടന്നത് ഇങ്ങനെയാണ്. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ രാഷ്ട്രീയ സ്മരണകളെ തേച്ചുമാച്ചു കളയുന്ന ഇന്നിന്റെ ആളുകളോട് പറയാണ്, രാഷ്ട്രീയ സ്മരണകളെല്ലാം കരോബ് മരങ്ങളെ പോലെയാണെന്ന്. കരോബ് മരങ്ങൾ നിങ്ങൾ എവിടെ എത്ര കളഞ്ഞാലും, നിങ്ങൾ എത്ര ചരിത്രത്തെ ഇല്ലാതാക്കിയാലും പാറക്കെട്ടിലും വരൾച്ചയിലും അത് വളർന്നു വരും. അത് വരാനിരിക്കുന്ന തലമുറകൾക്ക് വേണ്ടി വീണ്ടും വീണ്ടും വളരുമെന്ന് പറയുന്നു. അതുപോലെ കസാഖിസ്ഥാനിലെ നദികളുടെ കഥ പറയുന്നു. അങ്ങനെ ഒരു 10ാമത്തെ ചാപ്റ്റർ ആവുമ്പോഴേക്കും ഇവിടെ നമ്മുടെ മുമ്പിലേക്ക് ഒരുപാട് അനുഭവങ്ങളെ മുന്നിലേക്ക് ഇറങ്ങി വന്നാണ് നമ്മുടെ പ്രിയപ്പെട്ട നോവലിസ്റ്റ് കെ.ആർ. മീര നമ്മളോട് സംസാരിക്കുന്നത്. അതുപോലെ നേരത്തെ പറഞ്ഞ ആ സ്ലീപ്പ് ഹോളോ എന്നുള്ള ആ ഒരു വ്യാധിയെ നമ്മുടെ ഉള്ളിലേക്ക് എന്നും നിലനിൽക്കുന്ന ഒരു വ്യാധിയാക്കി യാഥാർത്ഥ്യവും സ്വപ്നവും ചരിത്രവുമെല്ലാം, അത് യക്ഷിക്കഥയും അതിന്റെ മറവിയും അതിനൊക്കെ ഒരു അതിരുകളില്ലാതെ പോവാണ്. എവിടെയാണ് യാഥാർത്ഥ്യം, ഏതിലാണ് മറവിയുള്ളത്, എവിടെയാണ് ഓർമ്മ നിൽക്കുന്നത്, നമുക്കിങ്ങനെ തപ്പിയെടുക്കണം. ഞാൻ വിചാരിക്കുന്നത് എൻ്റെ 2ാമത്തെ വായനയിലാണ് ഞാൻ നിങ്ങളോട് ഇങ്ങനെ സംസാരിക്കുന്നത് തെറ്റായി പോയോ എന്നാണ് എൻ്റെ ഇപ്പോഴത്തെ ഒരു തോന്നൽ. കാരണം ഈ പുസ്തകത്തെ ഇങ്ങനെയൊന്നും വായിച്ചാൽ പോരാ. ഇത് വായിക്കണമെങ്കിൽ ഇരുന്ന് റെഫർ ചെയ്ത് വായിക്കേണ്ടതുണ്ട്. അപ്പൊ എന്തായാലും ഇതില് തത്വചിന്തയുടെ ആഴത്തെ പോലെ തന്നെ ഒരു ത്രില്ലറിന്റെ വേഗതയുണ്ട്. ചില സമയത്ത് അങ്ങനെയാണ്, ഒരു ത്രില്ലർ സിനിമ കാണുന്നത് പോലെയാണ്. പ്രത്യേകിച്ച് കസഖിസ്ഥാനിലേക്ക് കലാച്ചിയിലേക്കുള്ളൊരു യാത്രയുണ്ട്. ആ യാത്ര പലപ്പോഴും നമ്മൾ പറയാറുണ്ടല്ലോ, നമ്മൾ വായിക്കുമ്പോൾ പ്രത്യേകിച്ച് യാത്ര ചിലവില്ലാതെ പല യാത്രകളും പോകാമെന്ന് പറഞ്ഞതുപോലെ നമുക്ക് എല്ലാവർക്കും ഇരുന്ന് ഈ കലാച്ചി വരെ ഒന്ന് പോകാൻ എന്ത് വഴിയാണുള്ളത് എന്ന് നമുക്ക് ചിന്തിച്ചു പോകുന്ന രീതിയിൽ ഫിദയുടെ ഇജാസിലേക്കുള്ള യാത്ര കലാച്ചിയിൽ ഭംഗിയായിട്ട് വളരെ വളരെ ഭംഗിയായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് ഏറ്റവും അവസാനം ഫിദയിലേക്കുള്ള യാത്രയായി അവസാനിക്കുകയും ചെയ്യാണ്. അപ്പോൾ വ്യത്യസ്ത കാഴ്ചപ്പാടുകളെയും നമ്മൾ കണ്ടുമുട്ടുന്ന എല്ലാ കഥാപാത്രങ്ങളെയും നമുക്കൊരു പക്ഷേ ഒരു ഡെഫിനിഷനിൽ നമുക്ക് ഒതുക്കാൻ പറ്റില്ല. ഒരു ചോദ്യത്തിൽ നിന്ന് മറ്റൊരു ചോദ്യത്തിലേക്ക് ഓരോ കഥാപാത്രവും, അതാണ് ഇതിന്റെ പ്രത്യേകത. ഇവിടെ ചോദ്യങ്ങളേ ഉള്ളൂ, നമ്മളോട് ഉത്തരം ആവശ്യപ്പെടുന്നില്ല, ഉത്തരം കഥാപാത്രങ്ങളും പറയുന്നില്ല. പക്ഷെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേ ഇരിക്കുക എന്നുള്ളതും ഉത്തരങ്ങൾ തേടുക എന്നുള്ളത് ഇത് വായനക്കാരന്റെ കടമയാണ് എന്ന് നമ്മളോട് അത് നമ്മുടെ ടാർഗറ്റ് ആക്കി തന്നേക്കാണ്.
ഇത് കഥാപാത്രങ്ങളെ വിലയിരുത്തേണ്ടത് യാഥാർത്ഥ്യത്തിന്റെ അതിരുകളൊക്കെ തകർത്തുകൊണ്ട് വല്ലാത്ത ഒരു പെരുമഴക്കാലം പായുന്നത് പോലെ നമ്മുടെ ഉള്ളിലേക്കൊക്കെ ഇങ്ങനെ ഒഴുകുകയാണ് ഈ കലാച്ചി എന്നുള്ള നോവലെന്നാണ് എനിക്കുണ്ടായ ഒരു അനുഭവം. ഇത് യക്ഷിക്കഥയാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നത് യക്ഷിക്കഥയുടെ ആ ഒരു വലിയ സ്വാതന്ത്ര്യം കടമെടുത്തുകൊണ്ട് യക്ഷിക്കഥയായി പറയുവാനുള്ളത് മുഴുവൻ നമ്മുടെ പ്രിയപ്പെട്ട കഥാകാരി നമ്മളോട് വിളിച്ച് പറയുന്ന ഒരു വലിയ ഒരു വലിയ സാധ്യത ഈ കലാച്ചി എന്ന പുസ്തകത്തിൽ ഫാന്റസിയുടെ ഭാഷ ഉപയോഗിച്ച് നമ്മളോട് രാഷ്ട്രീയവും ഓർമ്മയും ചരിത്രവും അതുപോലെ പൗരത്വവും ഒക്കെ സംസാരിക്കുന്ന നോവലാണിത്. ചില നോവലുകൾ മാത്രമേ നമ്മളോട് സംസാരിക്കാറുള്ളൂ. നമുക്കിപ്പോൾ ഏത് വിഷയത്തെക്കുറിച്ച് സംസാരിക്കണമെങ്കിലും കലാച്ചി എടുക്കാം, അല്ലെങ്കിൽ കലാച്ചിയിലെ ചില കാര്യങ്ങളിൽ എത്ര ദീർഘവീക്ഷണത്തോടെയാണ് നോവലിസ്റ്റ് പറഞ്ഞു വെച്ചതെന്ന് നമുക്ക് വളരെ കൃത്യമായിട്ട് പറയാം. എനിക്ക് തോന്നുന്നത് കലാച്ചി ഒരു വലിയ പരീക്ഷണമാണ് എന്നാണ്. സാധാരണ നോവലുകളിൽ നിന്നൊക്കെ വിട്ട് അപൂർവമായ ഒരു പരീക്ഷണത്തിൻ്റെ എല്ലാം കൂടി, അതായത് ഇതിലിപ്പം നേരത്തെ രാഷ്ട്രീയവും ശാസ്ത്രം വളരെ കൃത്യമായിട്ട് ചില സ്ഥലങ്ങളിൽ അങ്ങ് കൊത്തിവെച്ച പോലെയാണ്. ചില കമാനങ്ങൾ മനോഹരമായി കൊത്തിവെച്ചതുപോലെ ശാസ്ത്രത്തിന്റെ അതിരുകൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ചരിത്രം പറയുന്നു, രാഷ്ട്രീയം പറയുന്നു. ഇതൊക്കെ ഒരു പരീക്ഷണമാണ്. എനിക്ക് തോന്നുന്നത് മീരയുടെ വായിച്ചിട്ടുള്ള മറ്റു പുസ്തകത്തിൽ നിന്നെല്ലാം വിട്ട് കലാച്ചിയിൽ നമുക്ക് ഒരുപാട് സ്പേസുകൾ ഉണ്ട്. അതിലുള്ളൊക്കെ നമുക്ക് കയറി നിൽക്കാം. എന്നിട്ട് നമുക്കൊക്കെ തിരിഞ്ഞ് ആ കഥാപാത്രത്തോടൊപ്പം നിന്ന് ചിന്തിച്ചാൽ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് ഇതൊരു ഹിസ്റ്റോറിക്കൽ ഡിമെൻഷ്യയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ജനതയോട് നിങ്ങൾ ഇനി ഇത്തരത്തിൽ ചിന്തിക്കേണ്ടതല്ലേ, നിങ്ങൾക്കെന്താ നിലവിളിക്കാൻ പോലുമുള്ള ശക്തിയില്ലാത്തത്, അത് ചോർന്നു പോകുന്നത്, കരുത്തുണ്ടാവണ്ടേ എന്ന് നോവലിസ്റ്റ് ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു സാഹിത്യ പ്രതീകം അല്ലെങ്കിൽ ഫിദ ഫസീല മുഹമ്മദ് എന്ന് പേരെഴുതിയിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട ഇതിൻ്റെ കേന്ദ്ര കഥാപാത്രം ഏറ്റവും അവസാനം ഒരു പേരും വിലാസവും എഴുതി കൊടുക്കുന്നുണ്ട്. ഇജാസ് അലിയെ കാണാൻ പോയി ഇജാസ് അലിയുടെ സ്ലീപ്പ് ഹോളോ എന്നുള്ള ആ വ്യാധിയുടെ വ്യാപ്തി തിരിച്ചറിഞ്ഞ് ഒന്നിനുമാവാതെ നിൽക്കുന്ന ഫിദ അവസാനം കണ്ണ് ചിരിക്കുകയാണോ ചെയ്തതെന്ന് എനിക്കറിയില്ല. പക്ഷെ അവസാനം എഴുതുന്ന ഒരു അഡ്രസ്സ് ഉണ്ട്. ആ സ്വന്തം അഡ്രസ്സ് എഴുതുന്നത് ഉരശിമ തരോ, അതായത് ഫിദ ഉരശിമ തരോ ആയി മാറിയോ എന്നുള്ളതൊക്കെ ഒരു ചോദ്യമായിട്ട് ഇട്ടേക്കാണ്. കെയർ ഓഫ് ഇജാസ് അലി കലാച്ചി. ഈ രീതിയിൽ സ്വന്തം പേരും വിലാസവും കൂടി അങ്ങനെ എഴുതി വെച്ചുകൊണ്ട് നമ്മളോട് ഇങ്ങനെ ചോദിക്കുകയാണ്. കലാച്ചി ഒരു നിത്യനിദ്രയിൽ ആണ്ടുപോയ ഒരു ഭൂമിയിൽ നിന്നുകൊണ്ട് നമ്മളോട് ഇനിയും പുതിയ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും നമ്മളോട് നടന്നിട്ട് യുഗങ്ങളായ വഴിത്താരകളിലൂടെ മുഴുവൻ തിരിഞ്ഞു നടക്കാൻ ആവശ്യപ്പെടുകയും അതിനുശേഷം നമ്മളോട് പറയുന്നത് ചരിത്രത്തെ മറന്നുകൊണ്ട് അല്ലെങ്കിൽ ഇവിടെ നിന്ന് അന്യവൽക്കരിക്കുന്ന ഒരു വിഭാഗത്തെ ഉണ്ടാക്കിക്കൊണ്ട് മുന്നോട്ട് പോയിക്കൂടാ, നമ്മളെല്ലാവരുമുള്ള ഈ ലോകത്തിൽ എല്ലാവർക്കും ഇടമുള്ള ഒരു സ്ഥലമായിട്ട് മാറ്റാൻ, ഈ ഭൂമിയെ മാറ്റാനുള്ള വലിയ ഉത്തരവാദിത്തം നമുക്കുണ്ട് എന്ന് പറയുന്നു. എന്തായാലും എനിക്ക് പറയാനുള്ളത് എത്ര വായിച്ചിട്ടും മതിയാവാത്തൊരു പുസ്തകമായിട്ടാണ് കലാച്ചി എനിക്ക് തോന്നിയത്. ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് ഒറ്റയിരുപ്പിൽ ഒരു പുസ്തകം വായിച്ചു തീർക്കുന്നത്. ഒരുപക്ഷെ എഴുതിയതിനേക്കാളും കൂടുതലായിട്ട് മറ്റെന്തോ പറയാനുള്ളത് കൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് മറ്റ് ഒരുപാട് കഥാപാത്രങ്ങൾ, മെഹറിനെ പോലെയുള്ള കഥാപാത്രങ്ങൾ, അതുപോലെ കലാച്ചിയിലേക്ക് യാത്ര പോകുമ്പോൾ ഉണ്ടാകുന്ന അവിടുത്തെ ഒരു ഡ്രൈവർ, ഒരു ടാക്സി ഡ്രൈവറുടെ അദ്ദേഹത്തിൻ്റെ കഥയൊക്കെ ഇതിനെ എന്തുകൊണ്ട് ഇഴചേർത്തു, സാറ എന്നുള്ളൊരു കഥാപാത്രത്തെ കൊണ്ട് എന്തിനാണ് എന്ന് ചോദിച്ചാൽ എനിക്ക് ഇനിയും വായിക്കേണ്ടി വരും. അപ്പോൾ പറഞ്ഞു വന്നത് മറ്റൊന്നുമല്ല, കലാച്ചിയെ നമ്മളെല്ലാവരും വായിക്കണം. അത് വായിക്കുമ്പോൾ ഞാൻ പറയുന്നതായിരിക്കില്ല ഒരുപക്ഷെ നിങ്ങൾക്ക് തോന്നുക, പക്ഷെ അതിലെല്ലായിടത്തും അടിവേരുകളായി നിൽക്കുന്ന 5ഓളം പ്രധാന വിഷയങ്ങൾ KR മീര ഈ സമൂഹത്തിൻ്റെ വലിയ ചർച്ചയിലേക്ക് തുറന്നിട്ടുകൊണ്ട് സംവാദങ്ങൾക്കിടം കൊടുത്തുകൊണ്ട് ജീവിക്കുന്ന ഒരു യക്ഷിക്കഥയെ പോലെ ഒരു ഫെയറി ടെയിൽസിൻ്റെ എല്ലാ സ്വാതന്ത്ര്യവും എടുത്തുകൊണ്ട്
KR മീര എഴുതിയ ഈ വലിയ ഒരു അത്ഭുതം നമ്മുടെ മനസ്സിലേക്ക് ആവാഹിക്കണം. നമ്മുടെ ഓർമ്മയും മറവിയും തമ്മിൽ അതിരില്ലാതെ ഇഴചേർക്കുന്ന ചില ഭാഗങ്ങളെ എടുത്തണിഞ്ഞുകൊണ്ട് നമുക്ക് കുറച്ച് ദൂരം നടക്കേണ്ടി വരും. നമ്മൾ എത്രയൊക്കെ വായിക്കുന്നുവോ അത്രത്തോളം അന്വേഷണവുമായി വീണ്ടും പോകേണ്ടി വരും. അത് ലോക ചരിത്രത്തിലേക്ക് പോകേണ്ടി വരും, അഭയാർത്ഥിത്വത്തിലേക്ക് പോകേണ്ടി വരും, പൗരത്വവും പ്രണയത്തിലേക്കും ചരിത്രങ്ങളിലേക്കും ഒക്കെ നടന്ന് അവസാനം അത് വ്യാപിച്ച് നമ്മൾ ആരും കാണാത്ത വിഷയങ്ങളിലേക്ക് കടക്കേണ്ടി വരും. എന്തായാലും KR മീര എന്ന നമ്മുടെ പ്രിയപ്പെട്ട നോവലിസ്റ്റിൻ്റെ സങ്കല്പങ്ങൾക്ക് ഒരു ചെറിയ പേര് കൊടുത്തുകൊണ്ട് വ്യാഖ്യാനിക്കുക എന്നുള്ളത് ഞാൻ അശക്തയാണ്. എനിക്ക് അത്രയ്ക്കുമുള്ള ഒരു വലിയ കഴിവില്ല എന്നെനിക്ക് തോന്നുന്നു. അതോടൊപ്പം തന്നെ ഈ പുസ്തകത്തിനെ അതിൻ്റേതായ രീതിയിൽ പറയാൻ സാധിച്ചു എന്നുള്ള കാര്യത്തിലും എനിക്ക് സംശയമുണ്ട്. എന്തായാലും സ്വന്തം നാട്ടിൽ തന്നെ അന്യരാകുന്ന ഒരു മനുഷ്യരും ഉണ്ടായിക്കൂടാ എന്ന് തന്നെയാണ് നമ്മുടെ പ്രിയപ്പെട്ട മീര നമ്മളോട് പറഞ്ഞു വയ്ക്കുന്നത്. മലയാള സാഹിത്യത്തിൻ്റെ കലാച്ചി, കസക്കിസ്ഥാനിലെ ഒരു കൊച്ചു ഗ്രാമത്തിനെ മലയാള സാഹിത്യത്തിൻ്റെ കലാച്ചിയാക്കി മാറ്റിയതും ഇവിടുത്തെ ഒരുപാട് പേർ വായിച്ചവരൊക്കെ വല്ലാതെ ഉള്ളം തട്ടിക്കൊണ്ട് ഇത് ഒരു നോവലല്ലല്ലോ, ഇത് വല്ലാത്തൊരു അനുഭവമായി പോയല്ലോ എന്ന് പറയുന്ന രീതിയിലേക്ക് മാറ്റുകയും ചെയ്യുമ്പോൾ, ഒരു മനുഷ്യൻ്റെ ഓർമ്മ നശിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭൂതകാലം മാത്രമേ നശിക്കുന്നുള്ളൂ എന്നും, എന്നാൽ ഒരു സമൂഹത്തിൻ്റെ ഓർമ്മ നശിക്കുമ്പോൾ വരാൻ പോകുന്ന ഭാവിയിലേക്കുള്ള വേരുകളാണ് അറുത്തുപോകുന്നതെന്നും നമ്മളോട് പറഞ്ഞുകൊണ്ട് സത്യാന്വേഷിയായ ഒരു മനുഷ്യബോധത്തിൻ്റെ പ്രതീകമായ ഇജാസ് അലിയോട് കടപ്പെട്ടുകൊണ്ടും ഇഷ്ടപ്രണയത്തെ രണ്ട് വ്യക്തികളുടെ സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന, അംഗീകരിക്കുന്ന ഒരു പ്രതീകമാണ് പ്രണയം എന്ന് പറയുകയും ഫിദയെ അന്വേഷിച്ച് പോകുന്ന ഒരു മാനസിക ഭൂപ്രദേശമാണ് കലാച്ചി എന്ന് പറയുക ഒക്കെ ചെയ്തുകൊണ്ട് ഒരുപക്ഷെ ഏറ്റവും ആദ്യം എഴുതേണ്ട ഒരു അവതാരികയൊക്കെ ഏറ്റവും അവസാനം കൂട്ടിച്ചേർത്തുകൊണ്ട് KR മീര സൃഷ്ടിച്ച ഈ അത്ഭുതപ്പെടുത്തുന്ന അപൂർവ നോവലിനെ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് വേണ്ടി സമർപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നന്ദി സിജിയുടെ ഒരു വായന ഗംഭീരമായ ഒരു വായനയാണ്. എല്ലാ തലങ്ങളും അതിൽ ടച്ച് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു നോവലിന് പലതരം വായനകൾ സാധ്യമാകും. അത് അത്ര വലിയ ഒരു ക്യാൻവാസ് ഈ നോവൽ ഉണ്ട്. തീർച്ചയായിട്ടും നമ്മളൊപ്പം മീര താഴെ ഉണ്ട്. മീര സംസാരിക്കാൻ എത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത്, അല്ലേ ഹേമലത? താഴെയുണ്ട്, നമുക്ക് മീരയെ ഇൻവൈറ്റ് ചെയ്യാം. ഇതിലേക്ക് ആദ്യം മീരയെ വിളിച്ചു. സിജി പറഞ്ഞത് കേട്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്ന പണ്ട് നരേന്ദ്രപ്രസാദ് ഈ നോവലിന്റെ മീരെത്തിയോ? മീര ഇവിടെ ഉണ്ട്, താഴെയുണ്ട്, ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. സാർ കണ്ടിന്യൂ ചെയ്തോളൂ. നരേന്ദ്രപ്രസാദ് ഈ നമ്മളെ നോവലിന്റെ ഘടനയെ കുറിച്ച് നടത്തിയ ഒരു നിരീക്ഷണമുണ്ട്. എനിക്കൊന്ന് 10-30 വർഷം മുന്നെയാണ്. ടേണിംഗ് ദ റിയൽ അൺറിയൽ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് ഒരു യാഥാർത്ഥ്യത്തെ യാഥാർത്ഥ്യമല്ലാതെ ആക്കുക എന്നതാണ് ഒരു നോവലിസ്റ്റിന്റെ കഥാകൃത്തിന്റെ വിജയം എന്നദ്ദേഹം പറയുന്നുണ്ട്. അപ്പം കലാച്ചി അതിൻ്റെ രാഷ്ട്രീയ സാഹചര്യം നമുക്കെല്ലാം അറിയാം. പൊളിറ്റിക്കൽ നോവൽ എന്ന രീതിയിൽ അതൊരു വേറെ ഒരു യക്ഷിക്കഥ, വേറൊരു അൺറിയലായിട്ടുള്ള ഒരു ലോകത്തൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. പക്ഷെ അതിൻ്റെ അടിത്തറ മുഴുവനും രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങളാണ്. അത് മതത്തെ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്, പൗരത്വ പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. പ്രകടമായി ഷഹീൻബാഗിൽ ഡൽഹിയിൽ നടന്ന പൗരത്വ സത്യാഗ്രഹത്തെ അത് അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. അങ്ങനെ പല സമകാലിക ഇന്ത്യൻ യാഥാർത്ഥ്യങ്ങളിലൂടെ കടന്നു പോകുന്ന നോവലാണ്. തിരിച്ചു നമുക്ക് മീര എത്തിയിട്ടുണ്ടോ? മീരയുടെ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചോദിക്കാനുണ്ട് അതിനെ കുറിച്ച്. ഞാൻ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. മീര താഴെയുണ്ട്. ഒന്ന് ആക്സെപ്റ്റ് ചെയ്താൽ മീരയ്ക്ക് മുകളിൽ വരാം, സംസാരിക്കാം. ഹലോ മീര, ശ്രീമതി KR മീര, നമസ്കാരം. ഓക്കെ, മീര മുകളിൽ എത്തിയിട്ടില്ല. അതെ, റിക്വസ്റ്റ് അയച്ചിട്ടുണ്ട്. മീരയുടെ ഒരു റിക്വസ്റ്റ് വന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ അത് ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. റിക്വസ്റ്റ് നമ്മൾ ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. മുകളിലേക്ക് വരാം. അതായത് ഈ നോവലിന്റെ ബാക്ക് പേജിൽ PK രാജശേഖരന്റെ ഒരു വാക്യം കൊടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് മീര പറഞ്ഞിട്ടുള്ളത് ഇതിന് ഈ നോവലിന് കിട്ടിയിട്ടുള്ള വലിയൊരു അംഗീകാരം
PK രാജശേഖരന്റെ ഒരു ഒറ്റ വാക്യത്തിലുള്ള നിരൂപണമാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ആ ഒറ്റ വാക്യം മാത്രമേ ഉള്ളൂ അല്ലേ അതിനകത്ത് കവറിൽ കൊടുത്തിട്ടുള്ള അതെ, തീക്ഷ്ണമായ ഒരു രാഷ്ട്രീയ പ്രസ്താവമാണ് മീരയുടെ കലാച്ചി. നിദ്രാവ്യാധി എന്ന രൂപകത്തിലൂടെ ഈ നോവൽ ഒരു ജനത എന്ന നിലയിൽ നാം പുറത്തു കടക്കാനാവാത്ത വിധം ഉണർന്നു കിടക്കുന്ന രാഷ്ട്രവും മതവും ദേശീയതാവാദവും ചേർന്ന് സൃഷ്ടിച്ച വർത്തമാനകാല യക്ഷിക്കഥയുടെ ദുസ്വപ്നത്തെപ്പറ്റി ഉച്ചത്തിൽ സംസാരിക്കുന്നു, കലാത്മകമായി, കഥയുടെ പ്രതിരോധ ശേഷിയോടെ. അത് രാഷ്ട്രീയ നോവൽ എന്ന ഒരു അസ്തിത്വം പിന്നെ അടയാളപ്പെടുത്തുന്ന, അടിവരയിട്ട് പറയുന്ന ഒരു ഒറ്റ വാക്യം തന്നെയാണ് ഇതല്ലേ PK രാജശേഖരൻ വിവരിച്ചത്. PK പറക്കടവിന്റെയും 3-4 ലൈൻസ് കൊടുത്തിട്ടുള്ളതും സുനിൽ പി ഇളയിടം ഒക്കെ അതിന്റെ ഒരു രാഷ്ട്രീയ മാനങ്ങളെ കുറിച്ചാണ് ഇവരെല്ലാം സംസാരിക്കുന്നത്. അതെ, നമുക്ക് തോന്നുമ്പോൾ ഇപ്പോ സിജി പറഞ്ഞതുപോലെ ഇതൊരു പരീക്ഷണ നോവൽ എന്നാണ് സിജി വിലയിരുത്തിയത്. ആ വിലയിരുത്തൽ ഏറെക്കുറെ ശരിയാണ്. കാരണം നമ്മൾ ഇതുവരെ അനുഭവിച്ചിരുന്ന ആ വായന രീതിയിലല്ല നമ്മൾ ഇതിനെ അപ്രോച്ച് ചെയ്യേണ്ടത്. അപ്പൊ ആ ഒരു വ്യത്യാസം വായനക്കാരിലും ഉണ്ടാവണം. കാരണം ഇത് ഈ പറഞ്ഞ ഒരു സർറിയലിസ്റ്റിക് എന്നോ അല്ലെങ്കിൽ മാജിക്കൽ റിയലിസത്തിനോട് അടുത്ത് നിൽക്കുന്ന ഒരു സ്ട്രീമിലേക്കാണ് മീര പോയിട്ടുള്ളത്. ഇവിടെ എത്തിയിട്ടുണ്ട്, കഥാകൃത്ത് ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് നേരെ ചോദിക്കാം. നമസ്കാരം മീര. നമസ്കാരം. 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 കേൾക്കാമല്ലോ അല്ലേ? ഓ, കേൾക്കാം. കുറച്ചും കൂടെ ഒന്ന് അടുത്ത് വെച്ച് സംസാരിക്കണമെങ്കിൽ കുറച്ചും കൂടെ. ഞാൻ ക്ലബ് ഹൗസിൽ ആദ്യമായിട്ടാണ്, അപ്പൊ ആണോ? എനിക്ക് ആദ്യം നന്ദി പറയേണ്ടത് എന്നെ ഇതിലേക്ക് ക്ഷണിച്ച ശ്രീമതി ഹേമയോടും ശ്രീ ശ്രീകുമാറിനോടും ശ്രീ പ്രദീപിനോടും ഒക്കെയാണ്. പിന്നെ ഏറ്റവും നന്ദിയുള്ളത് വളരെ പാഷനേറ്റ് ആയിട്ട് ആ പുസ്തകത്തെ പറ്റി സംസാരിച്ച സിജിയോടാണ്. സിജി, താങ്ക് യു സോ മച്ച്. സ്നേഹത്തോടെ ഒരു പുസ്തകം വായിക്കുകയും അതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നത് കേൾക്കുന്നതിനേക്കാൾ വലിയ സന്തോഷമൊന്നും എഴുത്തുകാർക്ക് കിട്ടാനില്ല. ഹലോ, കേൾക്കുന്നുണ്ട്. അപ്പൊ ഞാൻ എന്താണ് ഇതിനെപ്പറ്റി പറയേണ്ടത് എന്നുള്ളത് എനിക്ക് ധാരണയില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. ഈ പുസ്തകത്തെ പറ്റി ഡോക്ടർ PK രാജശേഖരൻ ആദ്യം പറഞ്ഞ ഒറ്റ വാക്കുള്ളത് ഗംഭീരം എന്നാണ്. അതാണ് ഞാൻ പറഞ്ഞത് ഏറ്റവും വലിയ സന്തോഷമായിട്ട് തോന്നിയത്. കാരണം ഒരാൾക്ക് പുസ്തകം വായിക്കാൻ കൊടുക്കുമ്പോൾ, പ്രത്യേകിച്ചും ഡോക്ടർ PK രാജശേഖരനെ പോലെ വളരെ വിമർശനാത്മകമായി പുസ്തകങ്ങളെ കാണുന്ന ധാരാളം നോവലുകൾ, ആഖ്യായികകളിൽ വളരെ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ഒരാൾ ഗംഭീരം എന്ന് പറയുമ്പോൾ പുസ്തകത്തിന്റെ കുറച്ച് എന്താണ് അതിന്റെ പ്രയത്നം സാർത്ഥമായി എന്ന് തോന്നും. അതാണ് ഞാൻ അതിനെ പറ്റി അങ്ങനെ എഴുതിയത്. വായനക്കാർക്ക് വായിക്കാൻ കൊടുത്തതിന് ശേഷമാണ്. ഹലോ, കേൾക്കുന്നുണ്ട്. അല്ല, 10ഓളം നല്ല വായനക്കാര് വായിച്ച ശേഷമാണത് പ്രസിദ്ധീകരിച്ചത്. കാരണം ഈ പുസ്തകം ഞാൻ എഴുതിയത് വായനക്കാർക്ക് വേണ്ടിയല്ല, എനിക്ക് വേണ്ടി മാത്രമാണ്. ഞാനും എന്നെ ഇങ്ങനെ പരീക്ഷിച്ചെഴുതിയ ഒരു പുസ്തകമാണിത്. അതെങ്ങനെ വായനക്കാർ സ്വീകരിക്കുമെന്നുള്ളത് സത്യത്തിൽ എനിക്കൊരു അതെന്നെ ഒരിക്കലും അലട്ടിയിട്ടില്ല അതിന്റെ എഴുത്തിന്റെ ഒരു ഘട്ടത്തിൽ. ഖബർ എഴുതി കഴിഞ്ഞപ്പോൾ കലാച്ചി എഴുതുക എന്നുള്ളത് ഖബറിന്റെ ഒരു പരസ്പര പൂരകങ്ങളായ 2 പുസ്തകങ്ങൾ എന്ന വിചാരത്തിലാണ്. പക്ഷെ കലാച്ചി എഴുതി തുടങ്ങിയപ്പോഴാണ് അതിനെ പറ്റി ചിന്തിക്കും തോറും അതിന്റെ മാനങ്ങൾ വലുതായി വരികയും ആ പൗരത്വ പ്രക്ഷോഭത്തിന്റെ സമയത്ത് അതിന് കൃത്യമായൊരു മൾട്ടി ലേയേർഡ് ആയിട്ടുള്ള നമ്മളെ ഒരു മുസ്ലിം സ്വത്വത്തിന്റെ അന്വേഷണങ്ങളിൽ നമ്മൾ എവിടെയൊക്കെ എത്തിച്ചേരുന്നു എന്നുള്ളത് എന്നെ തന്നെ അത്ഭുതപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് അത് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജീവിതത്തിലെ ഒരു വലിയൊരു പരീക്ഷണവും വലിയ നാഴികക്കല്ലും തന്നെയാണ് ആ പുസ്തകം. നമ്മളിങ്ങനെ നദിയിൽ കിടക്കുന്ന പാറക്കല്ല് പോലെ ഉരഞ്ഞുരഞ്ഞ് തേഞ്ഞു പോകുന്ന ഒരവസ്ഥയാണ്, ഒരു അനുഭവമാണ് ആ പുസ്തകം. അതിന്റെ രചന എനിക്ക് സമ്മാനിച്ചതെന്ന് വേണം പറയാൻ. അതുകൊണ്ട് സിജിയുടെ വാക്കുകൾ കേൾക്കുമ്പോൾ വളരെ സന്തോഷമുണ്ട്.
സത്യത്തിൽ ഈ നമുക്കൊരു സബ്ജക്റ്റില് തീസിസ് തന്നെ വായിച്ചു പോയ ഒരു പ്രതീതിയാണ്. ഇജാസ് അലിയുടെ തീസിസ് നമ്മളും വായിച്ചു പഠിക്കുകയും അത് എഴുതാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു പ്രതീതിയാണ് ഇതിന്റെ വായന കഴിയുമ്പോൾ നമുക്ക് ഉണ്ടാവുന്നത്. അല്ല, ഇതിന്റെ രൂപഘടന ആദ്യം വളരെ വായി- നാച്ചുറൽ ആയിട്ടുള്ള ഫ്ലോ ഉണ്ട്, ഒന്ന് ആദ്യം മുതൽ അതെ. അവസാനം വരെ. അത് മാത്രമല്ല അത് നേരിട്ട് പറയാം. അല്ല, അത് ആദ്യം വായിച്ച ഓരോ ആളിനോടും ഞാൻ ചോദിച്ച ഒരു ചോദ്യമാണ്, ഈ ഉം, പുസ്തകം പോലെ വേറൊന്ന് വായിച്ചിട്ടുണ്ടോ എന്ന്. അതായത് ഉം, സ്ലീപ്പ് ആസ് എ പൊളിറ്റിക്കൽ മെറ്റഫർ ഇൻ ഫെയറി ടെയിൽസ് എന്ന് പറയുന്ന ഉം, ഒരു ഒരു ക്രാഫ്റ്റിലൂടെ ഉം, അങ്ങനെ ഈ അത്തരം ഫെയറി ടെയിൽസ് വെച്ചിട്ടൊരു നോവല് മുമ്പ് എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ, വായിച്ചിട്ടുണ്ടോ എന്നാണ് ഞാൻ അന്വേഷിച്ചിട്ടുള്ളത്. ഉം, വേറെ എവിടെയെങ്കിലും ആരെങ്കിലും അത് വെച്ച് എഴുതിയിട്ടുണ്ടോ? ജപ്പാനിലെ 1500 വർഷം പഴക്കമുള്ള ഒരു ഉം, സീ സ്റ്റോറി, ഉം. അത് തുടർച്ചയായിട്ട് നൂറ്റാണ്ടുകളിൽ ഇതിങ്ങനെ ആവർത്തിച്ച് നമ്മളെ തേടി വരുന്നു. നമുക്ക് ഇന്ത്യക്കാർക്ക് അങ്ങനെ ഒരു കഥ ഇല്ലെങ്കിലും ഉം. അത് ലോകമെങ്ങുമുള്ള സംസ്കാരങ്ങളിൽ അങ്ങനെ ഒരു സ്റ്റോറി ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് അത്ഭുതപ്പെടുത്തുന്ന ഒരു കണ്ടെത്തലായിരുന്നു. അത് ഒരു പൊളിറ്റിക്കൽ അലിഗറി ആയിട്ട് ഉം. കലാച്ചി എന്ന് പറയുന്നത് ഒരു മെറ്റഫർ ആയിട്ട് മാറുന്ന ഒരവസ്ഥയുണ്ടല്ലോ. അതെ. അത് എന്നെ തന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കണ്ടെത്തലാണ്. അതുകൊണ്ടാണ് ഓരോ ആളിനോട് വായിച്ച ഓരോ ഇത് നേരത്തെ കണ്ടിട്ടുണ്ടോ, ഇങ്ങനെ ഒരു ക്രാഫ്റ്റ് നേരത്തെ വായിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ടിരുന്നത്. പ്രത്യേകിച്ച് ഞാൻ വളരെ ആസ്വദിച്ചെഴുതിയ ഒരു പുസ്തകമായതുകൊണ്ട്. ഈ ക്രാഫ്റ്റ് നന്നായിട്ട് അറിയുന്നത് കൊണ്ടാണ് ഇത് വളരെ കൈയടക്കത്തോടെ എഴുതാൻ പറ്റിയതെന്നും നമുക്കൊരു അഭിപ്രായമുണ്ട്. കാരണം അതല്ലാതെ ഒരു പരീക്ഷണം നടത്താൻ പോകുന്ന ഒരാൾക്ക് അത് കയ്യിൽ നിൽക്കില്ല. കാരണം അത്രയധികം സംഭവങ്ങളും പിന്നെ കഥാപാത്രങ്ങളും ഒക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അതിനെ വളരെ കൃത്യമായിട്ട് അതിനെ മുന്നോട്ട് നടത്തുകയാണ് ചെയ്തത് എന്ന് വായിക്കുമ്പോൾ നമുക്ക് തോന്നുന്നുണ്ട്. എങ്ങനെയാണ് അത് സാധിച്ചത്? അല്ല, ഒരു മോഡേൺ പൊളിറ്റിക്കൽ ഫെയറി ടെയിൽ, അത് ഒരു സ്ത്രീ നായികയാകുന്ന 30 വയസ്സ് കഴിഞ്ഞ് 40ഓടടുത്ത പ്രായമുള്ള ഒരു നായികയുള്ള ഏക യക്ഷിക്കഥ ഒരുപക്ഷെ ഇതായിരിക്കും. അങ്ങനെ ഒരു രാഷ്ട്രീയ കഥ എഴുതുക എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ലക്ഷ്യം. നമ്മുടേതായ കാലത്തിന് വേണ്ടി, നമ്മുടേതായ കാലത്തെ കുറിച്ച് ഒരു യക്ഷിക്കഥ എഴുതുക. ഒരു 23 വയസ്സുള്ള ഒരു വായനക്കാരി ഇതിനെപ്പറ്റി അഭിപ്രായപ്പെട്ടത്, ഇത് ഒരു ഫെയറിയാണ്, ഇത് ഒരു യക്ഷിയാണ്, മൃതിപ്പെട്ട ഒരാത്മാവാണ്, അഫിദയുടെ സഞ്ചാരമാണ് ഈ കഥ എന്ന്. 23 വയസ്സേ ഉള്ളൂ. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഞാൻ വിചാരിച്ചു ഒരുപക്ഷെ എന്റെ പ്രായമൊക്കെയുള്ള ഒരു വായനക്കാരിയോ വായനക്കാരനോ ഒക്കെയാണ് അതിന്റെ വിശകലനം ആ വിധത്തിൽ നടത്തുക എന്ന്. അത് കേട്ടപ്പോ എനിക്ക് വലിയ എന്റെ യത്നം സാക്ഷാത്കരിക്കപ്പെട്ടതുപോലെ തോന്നി. അത് ഹിതയ ഉൾപ്പെടെയുള്ള എല്ലാ ക്യാരക്ടേഴ്സും നമ്മൾ സമകാലിക ജീവിതവുമായി നമ്മള് പല സമകാലിക സംഭവങ്ങളുമായും സിമിലാരിറ്റീസ് നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഈ ആരാച്ചാര് വളരെ നല്ല നോവലാണ്, പക്ഷെ അതിനകത്ത് 1-2 വിമർശനങ്ങൾ വന്നിട്ടുള്ളത് നമ്മൾ ഉൾപ്പെടെ പറഞ്ഞിട്ടുള്ളത്. അതിനകത്ത് ചില ഇൻഫർമേഷന്റെ ഒരു ഫ്ലോ ഉണ്ട്, അത് സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഒരു വലിയ. പക്ഷെ ഇതിനകത്ത് ഇത് കഥ ഒരു നാച്ചുറൽ ഫ്ലോയിൽ ഇങ്ങനെ മുന്നോട്ട് പോകുന്നു. അതിനകത്ത് വേറൊരു അങ്ങനെ ഒരു ബന്ധൻ ഉള്ളതായിട്ട് ആർക്കും തോന്നില്ല തിരിച്ച്. അതായത് ഈ തിയറി അവതരിപ്പിക്കുമ്പോൾ ഓരോ പുസ്തകത്തിനും ഓരോ അതെ ക്രാഫ്റ്റ്. അതുണ്ട്. പിന്നെ അതില് ആരാച്ചാർ എഴുതുമ്പോ എനിക്ക് ഓരോ നോവലിനെ കുറിച്ചും എന്റെ മനസ്സിലൊരു ചിത്രം ഉണ്ടാവും. ഞാനൊരു വിഷ്വലായിട്ടായിരിക്കും ഒരു നോവലിനെ ആദ്യം സങ്കല്പിക്കുക. അപ്പോ ആരാച്ചാർ നോവൽ എഴുതുമ്പോ എന്റെ ഒരു മനസ്സിലുള്ളത് ഇങ്ങനെ ഇഴ പിരിച്ചൊരു കയറുണ്ടാക്കി അത് ഇങ്ങനെ കുടുക്കിട്ട് വലിച്ച് അതിലിങ്ങനെ പിടയുന്ന ഒരവസ്ഥയാണ് ഞാൻ ആഗ്രഹിച്ചത്. ഇതില് ഞാൻ ഒരു നെസ്റ്റിംഗ് ഡോളാ കണ്ടത്. ഒരു പാവയ്ക്കകത്ത് മറ്റൊരു പാവ, അതിനകത്ത് മറ്റൊരു പാവ, അങ്ങനെ ഒരു ഭ്രമാത്മകമായ ഒരു അവസ്ഥയാണ് സത്യത്തിൽ ഇതില് ഞാൻ ആഗ്രഹിച്ചത്. എഴുതുമ്പോ ഇങ്ങനെ ഒരുപാട് വേറെ ഏതാണ് തടിയേതാണെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത വലിയൊരു പേരാൽ, ഇങ്ങനെ ഒറ്റമരക്കാട് എന്നൊക്കെ പറയല്ലോ, അങ്ങനെ ഒരു പേരാൽ മരം, അതായിരുന്നു ഘാതകന്റെ ഒരു ശില്പം.
അപ്പൊ ഇതിലൊരു നെസ്റ്റിംഗ് ഡോൾ എന്ന് പറയുന്ന ഒരു വലിയൊരു അതാണ് അതിന്റെ ക്രാഫ്റ്റിൽ ഞാൻ ആഗ്രഹിച്ചത്. അങ്ങനെ അതിന് നോവലില് ഉടനീളം പിന്നെ പ്രത്യക്ഷപ്പെടുന്ന ഒരു ഇതുണ്ടല്ലോ, അതായത് ഫിദ ഒരു സാപ്പിയോ സെക്ഷുവൽ ആണ് എന്ന് പറയുന്നത്. അത് ഈ ഉടനീളം ആ ഇന്റലക്ച്വൽ ഒരു ടച്ച് നിലനിർത്താനായിട്ട് ശ്രമിച്ചതുപോലെ തോന്നി. അതായത് ഈ കഥാനായിക അങ്ങനെയാണ് എന്നതുപോലെ ഹൈലി ഇന്റലക്ച്വൽ ആയിട്ടുള്ള ഒരു വിഭാഗത്തിന് ഇത് ഉൾക്കൊള്ളാൻ പറ്റുക എന്നുള്ള ഒരു രീതിയിലാണോ എഴുതിപ്പോയത്? അങ്ങനെ ഒരു അത് ഉദ്ദേശം? അതിലൊരു കാര്യമുണ്ട്. എന്റെ കഥാപാത്രങ്ങളെല്ലാം, എന്റെ പുസ്തകങ്ങളിലെല്ലാം തന്നെ സ്ത്രീകൾ വളരെ ഇൻഫോംഡ് ആയിട്ടുള്ള അറിവുള്ളവരായിട്ടാണ് വരാറുള്ളത്. അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് ഒരു അബ്നോർമാലിറ്റി ആയിട്ട് തോന്നുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ്. കാരണം സ്ത്രീകള് രാഷ്ട്രീയത്തെക്കുറിച്ചും സംസ്കാരത്തെക്കുറിച്ചും സാഹിത്യത്തെക്കുറിച്ചും സമൂഹത്തെക്കുറിച്ചും ഒക്കെ ശാസ്ത്രത്തെക്കുറിച്ചും ഒക്കെ വിമർശിക്കുന്നതും അതിൽ അധികമായി അതിനെപ്പറ്റി അതിൽ അവഗാഹം നേടുന്നതും ഒന്നും സത്യത്തിൽ നമ്മുടെ സമൂഹം ഇപ്പോഴും ഒരു നോർമൽ സംഗതിയായിട്ട് കണക്കാക്കിയിട്ടില്ല. അതുകൊണ്ട് ഈ ബൗദ്ധികത എന്ന് പറയുന്നത് സ്ത്രീക്ക് വളരെ അന്യമായ ഒരു സംഗതിയാണ് എന്ന ഒരു വിശ്വാസം അരക്കിട്ടുറപ്പിക്കാൻ നമ്മൾ എപ്പോഴും ശ്രമിക്കാറുണ്ട്. എനിക്ക് ആദ്യം പൊളിച്ചു കളയാനുള്ളത് ആ ഒരു ആഗ്രഹമായിരുന്നു. അങ്ങനെ അല്ല എന്നുള്ളത് നമ്മൾ വളർന്നു വരുന്ന കുട്ടികളെയും വളർന്നു കഴിഞ്ഞ കുട്ടികളെയും ഒക്കെ ഓർമ്മിക്കേണ്ടതുണ്ട്. അതൊരു അങ്ങനെയുള്ള സ്ത്രീകളുടെ കഥകളാണ് ഞാൻ എഴുതാൻ ആഗ്രഹിച്ചത് എന്നുള്ളതാണ് ഒരു പരമാർത്ഥം. കാരണം അതൊരു മേ ബി എനിക്ക് എന്റെ തന്നെ കഥകളാ, എന്നെ തന്നെ പലരായിട്ട് പല ജീവിതങ്ങൾ നമ്മൾ ജീവിക്കുമ്പോഴാണല്ലോ ഇങ്ങനെയാണത് പറയണ്ടേ, എന്റെ തന്നെ യാത്രയിലെ പലതരം സെൽഫികളാണ് പല സമയത്തെ സെൽഫികളാണ് എന്റെ കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത് പോലെ ഞാൻ പ്രത്യേകിച്ചും ഫിദയുടെ കാര്യത്തില് ഞാൻ ആഗ്രഹിച്ചത് ഞാനൊരു ഇന്ത്യൻ മുസ്ലിം ആയിരുന്നെങ്കിൽ എങ്ങനെ ആയിരിക്കുമായിരുന്നു എന്റെ ജീവിതം, എവിടെ ആയിരിക്കുമായിരുന്നു എന്റെ ദ പ്ലേസ് വെയർ ഐ ബിലോങ് ടു എന്തായിരിക്കുമായിരുന്നു എന്നുള്ള ഒരു അന്വേഷണത്തിൽ നിന്നാണ് ഫിദ ജനിക്കുന്നത്. അതുകൊണ്ട് ഫിദയിലും ഞാൻ ഒരുപാടുണ്ട്, എന്റെ ആശങ്കകളും എന്റെ അന്വേഷണങ്ങളും ഉണ്ട്. ഇതിൽ ഒരുപാട് ഡിബേറ്റുകളും ഉണ്ടല്ലോ. ആ ഡിബേറ്റുകളും ഒരുപക്ഷെ പിന്നെ കഥാകൃത്തിന്റെ മനസ്സിൽ നടക്കുന്ന ഡിബേറ്റുകൾ തന്നെയായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതില് ഈ പലസ്തീൻ ഇഷ്യൂ അല്ലാതെ അലട്ടിയിരുന്ന ഈ പൗരത്വവും പലസ്തീനും തമ്മിലുള്ള ഒരു വലിയ ബന്ധമുണ്ട്. അതെന്നെ ഭയങ്കരമായിട്ട് ബാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ പുസ്തകത്തില് ഉടനീളം അതിന്റെ ശില്പത്തിൽ അത് വളരെ കൃത്യമായിട്ടുണ്ട്. അതിന്റെ അന്വേഷണത്തിൽ നിന്നാണ് ഇതിങ്ങനെ ഉണ്ടായി വരുന്നത് പോലും. ഇത് എത്ര കാലം എടുത്തു ഇത് പൂർത്തിയാക്കാനായിട്ട്? ഞാൻ പറഞ്ഞില്ലേ, ഞാൻ 2020 ആദ്യം എഴുതി തുടങ്ങി. 2020 തുടക്കത്തിൽ എഴുതി തുടങ്ങി. 2019 NRC 2013 ആദ്യം കലാച്ചിയെ പറ്റി കേൾക്കുന്നത്. 2019 ആ പൗരത്വ പ്രക്ഷോഭത്തിന്റെ സമയത്താണ് അതിന്റെ ആ പ്ലോട്ടും സംഗതികളെല്ലാം എനിക്ക് അതൊന്ന് എന്താ പറയണ്ടേ വെളിപ്പെട്ട് വരുന്നത്. അത് കഴിഞ്ഞ് 2020 ഘാതകനും ഖബറും എഴുതുന്ന ആ സമയത്ത് തന്നെ ഇതിന്റെ ഒരു ആദ്യ ഘട്ടമൊക്കെ എഴുതിയിരുന്നു, ആദ്യ ഡ്രാഫ്റ്റ് ഒക്കെ എഴുതിയിരുന്നു. പക്ഷെ ഈ ഉറക്ക കഥകൾ വരുന്നത് 2020 ആദ്യമാണ്. ആ കോവിഡിന്റെ ആ ഒരു സമയത്ത് തന്നെയാണ് ഉറക്ക കഥയുടെ ക്രാഫ്റ്റ് ഞാൻ സ്വീകരിക്കുന്നത്. അതിനു മുമ്പ് കലാച്ചിയും ഈ ഭീകരപ്രവർത്തനത്തിന് ജയിലിൽ കിടന്ന
തെളിവുകളില്ലാതെ വിട്ടയക്കപ്പെട്ട ഒരു ഇന്ത്യൻ മുസ്ലിം ചെറുപ്പക്കാരനും മാത്രമേ എന്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ ഉറക്കക്കഥ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഉറക്കക്കഥയുടെ ഒരു റെഫറൻസ് അതിനെപ്പറ്റി റിസർച്ച് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ഇത് ഭയങ്കരമായിട്ടത് ഈ രണ്ടും കൂടെ സംയോജിച്ച് ഒരു വലിയ ക്യാൻവാസ് എന്റെ മനസ്സിലുണ്ടായി വന്നത്. കലാച്ചി 2013 ആക്സിഡന്റലി ഞാനിങ്ങനെ ടിവിയില് ചാനലുകൾ ഞാൻ അതിലെ പിൻകുറിപ്പിൽ എഴുതിയിട്ടുണ്ടല്ലോ എന്റെ കഥ വിശദമായി. ഇതില് ഇജാസ് അലി പറയുന്ന ഒരു കാര്യമുണ്ട്. സോവിയറ്റ് യൂണിയന്റെ തകർച്ചയും ഇന്ത്യയിലെ മത തീവ്രവാദത്തിന്റെ വളർച്ചയുമാണ് ഞാൻ ആദ്യം ഒരു തീസിസിന് ആലോചിച്ചത്. പിന്നെയാണ് അതിന്റെ വിഷയം മാറി വരുന്നത്. ഈ സോവിയറ്റ് യൂണിയൻ ഈ ആദ്യം പറഞ്ഞ ഈ വിഷയം ഇതില് കൃത്യമായിട്ട് അനലൈസ് ചെയ്യുന്നുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ചർച്ചകൾ ഇതിൽ വരുന്നുണ്ട്. മാത്രമല്ല അവസാനം ഫിദ പറയുന്നുണ്ട് എന്റെ മെഹറായി പഴയ USSRനെ സ്വീകരിക്കുക എന്ന് ഫിദ പിന്നെ ഇജാസ് അലിയോട് പറയുന്ന ഒരു അതെ. കാരണം ഇത് ഒരേ സമയം ഒരുപാട് നോവലുകൾ, ഒരുപാടെന്ന് വെച്ചാൽ കുറെ സ്റ്റോറി ത്രെഡ്സ് എപ്പോഴും മനസ്സിലുണ്ടാവും. അപ്പോ പല നോവലുകളുടെ ഒരു 4-5 ചാപ്റ്റർ ഇങ്ങനെ എഴുതി വെക്കും. പിന്നെ ഞാൻ വേറെന്തെങ്കിലും എനിക്ക് തോന്നുന്നു ഈ അഡൾട്ട് ADHD ബാധിച്ചത് കൊണ്ടായിരിക്കും എഴുത്തുകാരിയായതിനു ശേഷം ഇങ്ങനെ ഒരു ആശയത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് ഇങ്ങനെ മനസ്സ് പറന്നുകൊണ്ടിരിക്കും. അപ്പൊ ഞാൻ കുറച്ച് എഴുതി വെക്കും. പിന്നെ എപ്പോഴെങ്കിലും അത് കാണുമ്പോൾ അത് കുറച്ചുകൂടെ എഴുതും. അങ്ങനെയൊക്കെയാണ് എന്റെ ഒരു എഴുത്തിന്റെ ഒരു രീതി. പിന്നെ എപ്പോഴെങ്കിലും ഇത് തന്നെ നമ്മളെ ഇങ്ങനെ വരിഞ്ഞു മുറുക്കി നമ്മളെ കുടുക്കിട്ട് വലിക്കുമ്പോഴാണ് അത് പൂർണ്ണമായിട്ട് അങ്ങ് എഴുതി തീർക്കുന്നത്. അതിനു മുമ്പ് തന്നെ ഇതിന്റെ ഫുൾ പിക്ചർ എന്റെ മനസ്സിലുണ്ടാവും. അപ്പൊ അങ്ങനെ ഘാതകന്റെ സമയത്ത് തന്നെ മനസ്സിൽ ഉണ്ടായ ഒരു 3 പുസ്തകങ്ങളുണ്ട്. അതിലൊന്ന് കമ്മ്യൂണിസ്റ്റ് അമ്മുമ്മ എന്നാണ് അതിന്റെ ടൈറ്റില്. അത് ഞാൻ കുറെ കാലം മുമ്പ് അതിനെപ്പറ്റി പറഞ്ഞാണ്. ആ ഡിസംബറിൽ ഇറക്കണം എന്നൊക്കെ വിചാരിച്ചതാ. പിന്നെ ഞാനത് വിട്ടു. അപ്പൊ ആ കമ്മ്യൂണിസ്റ്റ് അമ്മുമ്മ എഴുതാൻ വേണ്ടി ഞാൻ കുറെ സോവിയറ്റ് യൂണിയനെ പറ്റിയൊക്കെ വായിച്ചിരുന്നു. ആ സമയത്തുള്ള വായന ഇതിന് സഹായകമായിട്ടുണ്ട്. ചരിത്രത്തെ പറ്റിയുള്ള കാഴ്ചപ്പാടുകൾക്ക്, ഇജാസ് അലിയുടെ കാഴ്ചപ്പാടുകൾക്കൊക്കെ. അതുകൊണ്ട് എനിക്ക് വലിയ താല്പര്യമുള്ളൊരു മേഖലയാണ് ഈ പഴയ USSR. ഈ നോവലിന്റെ ഞാനിപ്പോഴും വിചാരിക്കുന്നത് എന്തോ അല്ല ഞാനിപ്പോഴും വിചാരിക്കുന്നത് സോഷ്യലിസത്തിന്റെ ഒരു മാതൃക, അതിന് ഒരുപാട് ഷോർട്ട് കമ്മിങ്സ് ഉണ്ടായിരുന്നെങ്കിൽ പോലും അത് കുറച്ചുകൂടെ പരീക്ഷണ വിധേയമാകേണ്ടതായിരുന്നു എന്നാണ്, പ്രത്യേകിച്ചും ഇക്കാലത്ത് അതുവഴി യാത്ര ചെയ്യുമ്പോൾ. മീര എഴുതാൻ ആരംഭിച്ച സമയത്ത് തന്നെ സോവിയറ്റ് യൂണിയൻ അതിനു മുമ്പ് തന്നെ തകർച്ച നേരിട്ടില്ലല്ലോ അല്ലെ? ഞാൻ എഴുതാൻ ആരംഭിച്ചത് എന്റെ 4-ാം വയസ്സിലാണ്. അന്ന് സോവിയറ്റ് യൂണിയൻ ഉണ്ട്. അല്ല, ഞാൻ നോവൽ എഴുതുന്ന കാര്യം നോവൽ എഴുതുന്ന കാലത്ത് സോവിയറ്റ് യൂണിയൻ ഇല്ല. ഞാൻ MA പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സോവിയറ്റ് യൂണിയന്റെ തകർച്ച. ഞാനായാലും മീരയുടെ വന്ന സ്ഥിതിക്ക് മീരയുടെ ഈ രചനാ നിഷ്ഠയെ കുറിച്ച് കൂടി ചോദിക്കാം. എങ്ങനെയാണ് എഴുതാറുള്ളത്? രാവിലെ അല്ലെങ്കിൽ ഒരു പ്രത്യേക സമയത്ത്? 2006 മനോരമയെന്ന എഴുത്തിന് സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടി രാജിവെച്ചത് അല്ലേ? സ്വതന്ത്രയാവാൻ വേണ്ടി 2006 മുതൽ പൂർണ്ണമായും എഴുത്തിലേക്ക് തിരിയാൻ വേണ്ടി രാജിവെച്ചു. അങ്ങനെ ആയിരുന്നില്ല. അത് കഴിഞ്ഞ കാലമാണല്ലോ. അതൊക്കെ അത് ഒരുപാട് കാരണങ്ങളുണ്ടായിരുന്നു. അതങ്ങനെയല്ല. പക്ഷെ എനിക്ക് ഇതിൽ തന്നെ ജീവിക്കാമെന്ന് ഞാൻ ആ ഘട്ടത്തിൽ തീരുമാനിച്ചു. അങ്ങനെ രാജിവെച്ചു. അതിനുശേഷം അല്ലെ, രചനാ രീതിയെ പറ്റിയാണല്ലോ ചോദിച്ചത്. ഈ കോവിഡിന് മുമ്പും പിൻപും എന്ന് വേണമെങ്കിൽ എന്റെ എഴുത്ത് ജീവിതത്തെ തിരിക്കാം. കാരണം കോവിഡിന് മുമ്പ് വളരെ റെഗുലർ ആയിട്ട് എല്ലാ ദിവസവും എഴുതിക്കൊണ്ടിരുന്ന ഒരാളാണ് ഞാൻ. അത് പലതും പല സമയത്തും എഴുതിക്കൊണ്ടിരിക്കും. ആർട്ടിക്കിൾ അല്ലെങ്കിൽ പങ്ക്തി അല്ലെങ്കിൽ അത് അങ്ങനെ. കോവിഡിന് ശേഷം സംഭവിച്ച ഒരു സംഗതി എന്താ വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് അതേ സമയത്ത് തന്നെയാണ് എനിക്ക് ഹോർമോണുകളുടെ പ്രശ്നം, നമ്മുടെ പ്രായവും അത് രണ്ടും കൂടെ കോയിൻസൈഡ് ചെയ്ത് വന്നു. പെരിമെനോപോസൽ ഇഷ്യൂസും ഹോർമോണുകളുടെ ഇംബാലൻസും ഒക്കെ. അപ്പൊ എനിക്ക് ഭയങ്കരമായ ഒരു ബ്രെയിൻ ഫോഗും പിന്നെ ക്ഷീണം ഭയങ്കരമായിട്ട് വന്നു. അപ്പൊ എഴുതി തുടങ്ങും,
തീർക്കാൻ വലിയ പ്രയാസമാണ്. പക്ഷെ എഴുതുന്ന ദിവസം കുറെ ഇരിക്കും. അങ്ങനെ അതിലൊരു മാറ്റം വന്നു, ഡ്രാസ്റ്റിക് ആയിട്ടുള്ളൊരു മാറ്റം വന്നു, ഒരു ഓവർനൈറ്റ് മാറ്റം വന്നു. പക്ഷെ അതിനുശേഷം കലാച്ചി എഴുതി കഴിഞ്ഞിട്ട് പിന്നെ അത് മാറി. ഇപ്പൊ പിന്നെയും എല്ലാ ദിവസവും എഴുതുകയും വായിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരവസ്ഥയ്ക്ക് വന്നിട്ടുണ്ട്. ഞാൻ ആ പുതിയ നോവല് അന്ന് എഴുതി തുടങ്ങിയ 2018 എഴുതി വെച്ച അതിലൊരു നോവല് ഞാൻ തുടങ്ങി വീണ്ടും. അപ്പൊ നിങ്ങള് അത് വായിക്കാൻ വൈകാതെ വായിക്കേണ്ടി വരും. തീർച്ചയായിട്ടും വായിക്കും. മീനൊക്കെ വൈകാതെ ഇവിടെ വരേണ്ടിയും വരും. ഞങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഇവിടെ വരണം. കലാച്ചി ഞാൻ ചർച്ച ചെയ്യുമ്പോ എനിക്ക് വലിയ സന്തോഷമുണ്ട്. കാരണം കലാച്ചി എന്നെ സംബന്ധിച്ചിടത്തോളം ഒട്ടും എളുപ്പമായിരുന്നില്ല. കാരണം ഓരോ ഘട്ടത്തിലും ഇത് ക്രോസ് ചെക്ക് ചെയ്ത് പോവേണ്ടിയിരുന്നു. ഖുർആൻ വായിക്കേണ്ടി വന്നു, അത് മുഴുവൻ ആവർത്തിച്ച് നോക്കേണ്ടി വന്നു. കാരണം അതിന്റെ ഒരു ഭാഷയും അതിന്റെ ഒരു കൺസ്ട്രക്ഷനും തെറ്റൊന്നും വരാൻ പാടില്ല. മാത്രമല്ല, ഈ ഒരു പുസ്തകത്തിന്റെ ഒരു പ്രത്യേകത നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് അറിയില്ല, ഇതില് തീർത്തും ദുഷ്ടകഥാപാത്രങ്ങളോ ഒരാളും ഇല്ല. എല്ലാവരും നന്മയുള്ള മനുഷ്യരും, എല്ലാവരും ഒരു രീതിയിൽ നിസ്സഹായരുമാണ്. ഇത് നമ്മളിങ്ങനെ കണ്ടുമുട്ടുന്ന ഒരു യക്ഷിക്കഥയില് നാട് വിട്ട് ഒരു സാഹസകൃത്യത്തിന് ഇറങ്ങി പുറപ്പെടുന്ന ഒരു കഥാപാത്രം വഴിയിൽ കണ്ടുമുട്ടുന്ന മരവും ചെടിയും അല്ലെങ്കിൽ കുതിരയും ചെന്നായും ഒക്കെ സഹായിക്കുന്നത് പോലെ അത് അനുഭവിച്ച് ഈ ടെറിട്ടറി എന്താണെന്നും ആ ടെറിട്ടറിയുടെ ബോർഡറുകളുടെ അർത്ഥമില്ലായ്മ എന്താണെന്നും അന്വേഷിച്ചുള്ളൊരു യാത്രയായിരുന്നു. അപ്പൊ അതുകൊണ്ട് കലാച്ചി എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഫുൾഫില്ലിംഗ് വർക്കാണ്. അതിന് പകരം വെക്കാൻ വേറൊന്നുമില്ല. അത് ഭയങ്കര രസമുള്ള ഒരു അതിനകത്ത് എന്നെ തന്നെ കണ്ടുപിടിക്കുന്ന, എന്നെ തന്നെ പരീക്ഷിക്കുന്ന അത്തരം ഒരു വർക്കായിരുന്നു. ഇനി എഴുതാൻ ഇരിക്കുന്ന, ഇപ്പൊ എഴുതി തുടങ്ങുന്ന നോവൽ, അല്ലെങ്കിൽ ഞാൻ എഴുതുക എന്ന് പറയുന്നത് സത്യത്തിൽ എഡിറ്റിംഗും കൂടെ ഉൾപ്പെട്ടാണ്. ഞാൻ എഴുതി തീരുക എന്ന് പറയുന്നത് പ്രസ്സിലേക്ക് പോകാൻ തയ്യാറാകുമ്പോഴാണ്. എന്റെ എഴുത്തിൽ എല്ലാ ദിവസവും എഡിറ്റിംഗ് ഉണ്ട്. അപ്പൊ ഞാൻ ആദ്യത്തെ ഇത് എഴുതി അങ്ങ് തീർത്തിട്ട് പിന്നെ എഡിറ്റിങ്ങിനെ ഞാൻ എഴുത്തെന്ന് തന്നെയാണ് വിളിക്കുന്നത്. അതുകൊണ്ടുള്ള ഒരു ആശയക്കുഴപ്പം പലർക്കും ഉണ്ടാവാറുണ്ട്. എഴുതിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്റെ മനസ്സിൽ അത് പെർഫെക്റ്റ് ആയില്ല എന്ന് മാത്രമാണ് അതിന്റെ അർത്ഥം. അപ്പൊ അങ്ങനെ ഈ അടുത്തെഴുതാൻ പോകുന്നത് കുറച്ച് ആത്മകഥാപരമായ ഒരു നോവലാണ്. അപ്പൊ അതുകൊണ്ട് അത് പറഞ്ഞപ്പോഴാണ് മീര ഇപ്പൊ ഇതിൽ എഴുതിയിരിക്കുന്നതേ പലതും അനുഭവിച്ചറിഞ്ഞതുപോലെ. ഇപ്പൊ ഉദാഹരണത്തിന് കുതിര സവാരി, ഒരു കുതിരയിൽ അങ്ങനെ സഞ്ചരിച്ച ഒരു സ്ത്രീക്ക് മാത്രം എഴുതാൻ കഴിയുന്നത് പോലെയാണ് എഴുതിയിരിക്കുന്നത്. യഥാർത്ഥത്തിൽ അത് പരീക്ഷിച്ചിരുന്നോ? അത് ഞാൻ പറയില്ല. അല്ല, അത്രയ്ക്കും നമ്മള് അനുഭവിച്ചതുപോലെ തന്നെയാണ് അതിലെ വിവരണം. അതിനുശേഷം ഉണ്ടാവുന്ന ദേഹത്തിന്റെ നോവും എല്ലാം ഇതില് ഈ പല സംഭവങ്ങളും അതാണ്. അടി കൊണ്ടതിന് ശേഷം വന്ന് കിടക്കുന്ന ഒരവസ്ഥ, അതൊന്നും അറിയാതെ പോകുന്ന ഉറക്കം, പിന്നെ മകള് ചോദിക്കുമ്പോ ഉമ്മ അവിടെ അടി കൊണ്ടു അല്ലെ, നല്ലോണം അടി കൊണ്ടു, ഞങ്ങൾ അവിടെ ഹോസ്പിറ്റലിൽ വന്നപ്പോ കണ്ടല്ലോ എന്ന് പറയുമ്പോഴാണ് നമുക്ക് ഫിദയ്ക്ക് തന്നെ അത് മനസ്സിലാവുന്നത്. എനിക്ക് തോന്നുന്നു അപ്പോഴാണ്. അത്രയും അവശ നിലയിലായിരുന്നു ഫിദ. അപ്പൊ ഇതൊക്കെ വളരെ റിയലിസ്റ്റിക് ആയിട്ട് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ ലാസ്റ്റ് സർ, ഈ മുസ്ലിം ജീവിതം തന്നെ അതിനകത്തെ ആഭ്യന്തര കുടുംബബന്ധങ്ങൾ, പ്രാർത്ഥന, അവരുപയോഗിക്കുന്ന വാക്കുകൾ എല്ലാം വളരെ ഗംഭീരമായിട്ട് അതിനകത്ത് വന്നിട്ടുണ്ട്. നല്ല വേണ്ടി വന്നു അതിനകത്ത്. വലിയ കണ്ടെത്തൽ നടത്തുന്നത്, അതായത് ഇന്ത്യക്കാര് സത്യത്തില് മുസ്ലിം എന്ന് പറയുന്നത് ഹിന്ദു എന്ന് പറയുന്നത് പോലെ തന്നെയാണ്. ഹിന്ദുക്കൾക്ക് മുസ്ലിംസ് എന്ന് പറഞ്ഞാൽ ഒരു ഏകകമായിട്ടാണ് അവർ കാണുന്നത്, ഒരു യൂണിറ്റ് ആയിട്ടാണ്. പക്ഷെ മുസ്ലിംസ് അങ്ങനെയല്ല കാണുന്നത് എന്നുള്ളതും, ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്കിടയിലുള്ള പലതരം വിഭാഗങ്ങളും പലതരം തട്ടുതട്ടായ ജീവിത വൈരുദ്ധ്യങ്ങളും ഒക്കെ തിരിച്ചറിയാൻ പറ്റിയത് ഇപ്പോഴാണ്. എന്തുകൊണ്ടാണ് ഈ 25% വരുന്ന മുസ്ലിം ജനസംഖ്യ മുസ്ലിങ്ങൾക്ക് ഒരു
ഒറ്റ ജനതയായിട്ട് നിൽക്കാൻ പറ്റാത്തത് എന്നുള്ളതും എങ്ങനെയാണ് അവർ ഭിന്നിച്ചു പോകുന്നത് എന്നുള്ളതും എന്തുകൊണ്ടാണ് ഈ ഭൂരിപക്ഷം ന്യൂനപക്ഷം എന്ന വേർതിരിവുണ്ടാകുന്നതെന്നൊക്കെ ഉള്ളത് ഇത് വായിച്ചു പോകുമ്പോഴും ആളുകളോട് സംസാരിക്കുമ്പോഴുമാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഞാൻ വിചാരിക്കുന്നത് എന്റെ സഹജീവികളോട് എനിക്ക് ചെയ്യാവുന്ന, ഞാൻ ചെയ്യേണ്ടതായ ഒരു കടമ തീർത്തു എന്ന് മാത്രം ഞാൻ അതിനെപ്പറ്റി വിചാരിക്കുന്നു. എന്റെ സഹോദരിമാരായിട്ട് ഞാൻ കണക്കാക്കുന്ന മുസ്ലിം സമുദായത്തിൽ ജനിച്ച സ്ത്രീകളുണ്ട്. അവരുടെ ജീവിതം ജീവിക്കാനുള്ള ശ്രമമായിരുന്നു ഞാൻ ചെയ്തത്. അത് അതിന്റെ അതെന്റെ ഒരു അവർ തന്ന സ്നേഹത്തിന്, അല്ലെങ്കിൽ ലോകം എനിക്ക് തന്ന സ്നേഹത്തിനും ആത്മവിശ്വാസത്തിനും ഞാൻ കൊടുക്കുന്ന വിലയായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. അത് എഴുതുന്ന അതിന്റെ വില എന്ന് ഞാൻ പറഞ്ഞാല് അതിന്റെ ഒരു കടം വീട്ടലാണ്. അങ്ങനെയാണ് ഞാൻ ഈ പുസ്തകം എഴുതിയത്. ആ പുസ്തകത്തിന് വേണ്ടിയിട്ട് 20 മുതൽ എഡിറ്റ് ചെയ്യുന്നതായിരുന്നു ഏറ്റവും വലിയ പ്രയാസം. അതിനിടയിൽ ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടായി. എന്റെ ഹെൽത്ത്, എനിക്ക് അതിനിടയിൽ ഒരു മേജർ സർജറി വന്നു. 2 തവണ കാലിന് ഫ്രാക്ചർ ഉണ്ടായി. പിന്നെ എൻ്റെ മകളുടെ വിവാഹം, അത് ഒരു ലണ്ടനിൽ വെച്ചായിരുന്നു അതിന്റെ രജിസ്ട്രേഷൻ. അപ്പൊ അവിടെ പോകേണ്ടി വന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് നാട്ടിൽ വെച്ച് ഒരു റിസപ്ഷൻ നടത്തി. അപ്പൊ അതിന്റെ പ്രശ്നങ്ങൾ, അതിന്റെ ഇടയ്ക്ക് വീട്ടിൽ കുറച്ച് അറ്റകുറ്റപ്പണി, ഇങ്ങനെ പല കാര്യങ്ങളാലും ഇങ്ങനെ ചെതറി സമയം ഇങ്ങനെ നമ്മളെ ഇരുന്ന് എഴുതാൻ പറ്റാത്ത അവസ്ഥ ഭയങ്കരമായിട്ട് അലട്ടിയിട്ടുണ്ട്. എഴുതുക എന്ന് പറയുന്നത് ഞാൻ വീണ്ടും പറയുന്ന എഴുത്തല്ല, മീൻസ് എഡിറ്റിങ്ങും അത് പൂർണ്ണമായിട്ടൊന്ന് പോളിഷ് ചെയ്തെടുക്കുന്ന ആ ജോലിയുണ്ടല്ലോ, നമ്മൾ ക്രോസ് ചെക്കിങ്ങും അതൊക്കെ ഒരുപാട് ബാധിച്ചിട്ടുണ്ട്. പിന്നെ ഇത് എഴുതി വന്നപ്പോ വലിയൊരു ഇതില് കുറെ അധ്യായങ്ങളും കുറെ സംഗതികളും ഒക്കെ ഞാൻ വെട്ടിച്ചുരുക്കി. ഒരുപാട് വലിയൊരു പുസ്തകം വേണ്ട എന്ന് വിചാരിച്ചിട്ട്. പക്ഷെ ഇത് പ്രീ ബുക്കിങ്ങിലൂടെ പിന്നെ DC എഴുതിയ പോലെ എത്ര 25,000 ആദ്യം ഇറങ്ങില്ലേ? ഹാർഡ് ബൗണ്ട് കോപ്പി ഇറങ്ങി. പ്രീ ബുക്കിങ്ങിലൂടെ പിന്നെ പ്രീ ബുക്ക് ചെയ്യപ്പെടുന്ന ആദ്യമായിട്ടാണ് 25,000 കോപ്പികൾ. ഇത് വലിയൊരു ഇതായിരുന്നു. അതിലൊരു സംഗതി, ഇത് ട്രൂ കോപ്പി തിങ്ക് എന്ന് പറയുന്ന വെബ് സീനില് ആദ്യത്തെ 6 അധ്യായങ്ങൾ പബ്ലിഷ് ചെയ്തിരുന്നു. അപ്പോൾ വായിച്ച ഒരുപാട് ആളുകളുണ്ട്. അപ്പൊ അവരിതിനു വേണ്ടിയിട്ട് ഇങ്ങനെ ബാക്കി അറിയാൻ വേണ്ടി കാത്തിരുന്ന് അങ്ങനെയുണ്ടല്ലോ. അപ്പൊ എനിക്കിത് എത്രയും വേഗം എഴുതുകയും വേണം, പക്ഷെ ഇത് പബ്ലിഷ് ചെയ്യുകയും വേണം. പക്ഷെ എന്റെ ആരോഗ്യവും എന്റെ ഇതും കാരണം എനിക്കത് എഡിറ്റിംഗ് പൂർത്തിയാക്കാനും കഴിഞ്ഞില്ല. അങ്ങനത്തെ ഒരു വലിയൊരു പ്രശ്നം. പിന്നെ ഓരോ പുസ്തകം എഴുതി തീരുമ്പോൾ എനിക്ക് ഈ ഒരു പ്രശ്നമുണ്ട്, അത് എഴുതി തീർക്കാൻ എനിക്ക് പറ്റുമോ എന്നുള്ള വലിയൊരു ആശങ്ക എപ്പോഴും ഉണ്ടാവും. എഴുതി തീർക്കുക എന്ന് പറഞ്ഞാല് ആളുകൾക്ക് വായിക്കാൻ പാകത്തിൽ അച്ചടിക്കാൻ പറ്റുമോ എന്ന്. അതിലെനിക്ക് തൃപ്തിയാകുന്നത് വരെയുള്ളൊരു പോളിഷിംഗ് ഉണ്ട്. ആ തൃപ്തിയാകല് വലിയ പ്രയാസമാണ്. അതില് പിന്നെയും വായിച്ച് പിന്നെയും എന്തോ ചെയ്യാനുണ്ടെന്ന് എപ്പോഴും തോന്നും. എനിക്ക് അക്ബർ കക്കട്ടിൽ പറഞ്ഞ ഒരു സംഗതിയാണ് പുസ്തകത്തെ പറ്റി വരുമ്പോ, പുസ്തകം പബ്ലിഷ് ചെയ്യുന്നതിന് മുമ്പുള്ളത്. അത് അക്ബർ മാഷ് പറഞ്ഞത്, നമുക്ക് വളരെ പ്രിയപ്പെട്ട ആളുകൾ മരിച്ചു പോകുമ്പോ അവർക്ക് വേണ്ടി എന്തോ ഒന്നുകൂടി ചെയ്യാൻ ബാക്കിയുണ്ട് എന്നുള്ളൊരു തോന്നല് നമ്മളെ അലട്ടും. അത് നമുക്ക് അവരോടുള്ള സ്നേഹം കൊണ്ടാണെന്ന് പറയും. അതുപോലെ ഇത് പ്രിന്റിങ്ങിന് കൊടുക്കുന്നതിന് മുമ്പ് എല്ലാം ആയോ എല്ലാം ചേർത്തോ തെറ്റുകൾ വല്ലതും ഉണ്ടോ ഇങ്ങനെ കയ്യിൽ വെച്ചോണ്ടിരിക്കുന്ന ഒരു സ്വഭാവം എനിക്കുണ്ട്. എനിക്ക് മറ്റൊരാൾ എന്റെ പുസ്തകം എഡിറ്റ് ചെയ്യുന്നത് വായിക്കുന്നത് ഓക്കെ, എവിടെയെങ്കിലും എന്തെങ്കിലും അക്ഷരത്തെറ്റുകളോ അല്ലെങ്കിൽ ഫാക്ച്വൽ എറേഴ്സോ വല്ലതും വന്നോന്ന് ചൂണ്ടിക്കാണിക്കുന്നതും ഓക്കെ. പക്ഷേ അതല്ലാതെ ഒരാളിരുന്ന് എഡിറ്റ് ചെയ്യുന്നത് എനിക്ക് ഒരിക്കലും പറ്റില്ല. മറ്റൊരാൾക്ക് എഡിറ്റ് ചെയ്യാൻ കൊടുക്കുന്നത് എനിക്ക് വലിയ പ്രയാസമാണ്. അതിന്റെ ആവശ്യം വരാറില്ല ശരിക്കും, കാരണം ഓരോ ദിവസവും എഡിറ്റിംഗ് ആയതുകൊണ്ട്. അങ്ങനെയൊക്കെയാണ് കലാച്ചി ഉണ്ടായി വന്നത്. അത് നമുക്ക് പുസ്തകം വായിച്ചിട്ടുള്ള ആൾക്കാർ താഴെ ഉണ്ടാകും. ദയവായി അതെ, സിജി ഉണ്ട്, താഴെയുള്ളവരുണ്ട്. ദയവായി ഹാൻഡ് റൈസിംഗ് ബട്ടൺ ഉയർത്തി പ്രിയപ്പെട്ട
സിജി എല്ലാ മീരയായിട്ട് പുസ്തകങ്ങളും സംസാരിക്കാം. ആസ്വാദനത്തോടെയാണ് വായിക്കാറുള്ളത്. ഉം. ഞാൻ വല്ലാത്തൊരു അവസ്ഥയിലാണ് ഇരിക്കുന്നത്. ഞാൻ ഒരുപാട് കേൾക്കാൻ ആഗ്രഹിച്ച പ്രിയപ്പെട്ട നോവലിസ്റ്റിൻ്റെ വാക്കുകളിൽ നിന്ന് തന്നെ ഒരു വാക്കുകൾ കേൾക്കുക എന്ന് തന്നെ പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അപൂർവ ഭാഗ്യമായിട്ടാണ് കരുതുന്നത്. കലാച്ചി ഞങ്ങളുടെ ഇടയിലൊക്കെ ഞങ്ങൾ സംസാരിക്കുന്ന സമയത്ത് ഞങ്ങൾ വർക്ക് ചെയ്യണ സ്ഥലങ്ങളിലൊക്കെ ഇപ്പം എല്ലാവരും വായിച്ചു കഴിഞ്ഞു. ഇപ്പം എൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷനിലൊക്കെ എല്ലാവരും എൻ്റെ ഒരു ഫ്രണ്ടൊക്കെ ഇതിൽ കയറിയിട്ടുണ്ട്. അവരെല്ലാവരും വായിക്കുകയും ഇത് ഇങ്ങനെയൊക്കെ എഴുതാൻ സാധിക്കുമോ എന്നുള്ള രീതിയിൽ ചർച്ച ചെയ്യുകയും ചെയ്ത ഒരു പുസ്തകമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എനിക്ക് ഈ പുസ്തകത്തെ കണ്ടപ്പോൾ തോന്നിയത് ഒരു വല്ലാതെ ഇതിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കലേ കാണുന്ന കാഴ്ചകളെല്ലാം ഇത്തരത്തിൽ ഒരു നോവലിലേക്ക് ഇഴചേർത്ത് എഴുതാൻ സാധിച്ചത് എങ്ങനെയെന്നുള്ളത് എനിക്ക് വല്ലാണ്ട് എനിക്ക് വലിയൊരു ചോദ്യമാണ് എൻ്റെ. അതായത് ഒരു സിനിമ കാണുന്നതിലപ്പുറത്തേക്ക് ഒരു നോവലിലേക്ക് എങ്ങനെയാണ് വിവിധ കഥാപാത്രങ്ങളെ ഒറ്റ നൂലിഴയിൽ കൂടി കൊണ്ടുപോകാൻ കാണിച്ച ഈ ഒരു രീതിക്ക് വല്ലാതെ സന്തോഷം തോന്നുന്നു. ഒപ്പം പ്രദീപ് സാറ് എന്നോട് കുറേ പുസ്തകങ്ങളുടെ പേര് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു ഏത് പുസ്തകം എടുക്കണേന്ന്. ഞാൻ ഒന്നും ആലോചിക്കാണ്ട് പറഞ്ഞ പേര് കലാച്ചി. ഇത് ഈ ഒരു പുസ്തകം ആയിട്ടല്ല ഞാൻ ഇപ്പം എൻ്റെ കൂടെ എപ്പോഴും നടക്കുന്ന ഒരാളായിട്ടാണ്. ഇതൊക്കെ എൻ്റെ കൂടെ എപ്പോഴും ഉണ്ട്. അപ്പോൾ നമ്മൾ കാണുന്ന ചില സ്ഥലങ്ങളിലൊക്കെ നമുക്ക് അവർ ചോദിച്ച ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ തോന്നുന്ന രീതിയിലേക്ക് നമുക്കൊരു ഡ്രൈവ് ആക്കിയിട്ടാണ് ശരിക്കും എനിക്ക് ഈ പുസ്തകത്തെ എനിക്ക് കാണുന്നത്. പിന്നെ മീര മാം പറയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ വളരെ അഭിമാനത്തോടു കൂടി തന്നെ കേൾക്കുകയാണ്. എന്തായാലും ഞങ്ങൾ ഈ പുസ്തകം ഞങ്ങളുടെ കുട്ടികളുടെ ഞാൻ ടീച്ചേഴ്സ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ കുട്ടികളടക്കം അവരിലേക്കും കൂടി കൊടുത്തുകൊണ്ട് ഒരു ചർച്ചയൊക്കെ ഞങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട്. വളരെ സന്തോഷം. തൃശ്ശൂർ ഡയറ്റ് അല്ലേ? പരമാധികാരികളാണ്. അതെ അതെ, തൃശ്ശൂർ ഡയറ്റിലാണ് വർക്ക് ചെയ്യുന്നത്. തൃശ്ശൂർ ഡയറ്റിലെ ഇംഗ്ലീഷ് അധ്യാപികയാണ്. ഞാന് പല പ്രാവശ്യവും കണ്ടിട്ടുണ്ട്. എനിക്കിനിയുള്ള ഒരേ ഒരു ആഗ്രഹം നമ്മൾ എവിടെ വെച്ചാണ് കണ്ടത്? ഇവിടെ നമ്മുടെ EMSന്റെ സ്മൃതി നടന്നില്ലേ, ഉണ്ടായിരുന്നു. IFF അവിടെ ഉണ്ടായിരുന്നു. ഞാനിപ്പോ പ്രസംഗങ്ങൾ കേൾക്കാൻ വേണ്ടി വരാറുണ്ട്. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം. എനിക്ക് ചോദ്യങ്ങളല്ല, ഞാൻ അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഇപ്പൊ. ചോദ്യമൊന്നും വരുന്നില്ല, വല്ലാത്ത ഒരു സന്തോഷം തോന്നുന്നു. പിന്നെ എനിക്ക് ഞാൻ മീര മാം ഇല്ലാന്ന് വിചാരിച്ചിട്ടാണ് ഭയങ്കര ധൈര്യത്തിൽ സംസാരിച്ച് കഴിഞ്ഞിട്ട് കണ്ടത് നന്നായി. അല്ലെങ്കിൽ ആദ്യം നോക്കിയപ്പോ കാണാനില്ല, അപ്പൊ പിന്നെ എനിക്ക് തോന്നി പറയാലോ. അപ്പൊ അങ്ങനെ ഞാന് പ്രത്യേകിച്ച് ഞാനിത് റിവ്യൂ ഒന്നും വായിക്കാതെ തന്നെ പറയുന്ന വിചാരിച്ചിട്ട് തന്നെയാണ് ഇതിനെ പറഞ്ഞത്. പക്ഷെ ഞാനിപ്പം പ്രദീപ് സാറും ഹേമ മാമും ചോദിച്ചതിന് മാം പറയുന്ന മറുപടി കേട്ടപ്പോ എനിക്ക് തോന്നി എന്റെ റീഡിങ്ങില് കുറെ ശരികളുണ്ടായിരുന്നു എന്ന് തോന്നി. എല്ലാ റീഡിങ്ങും ശരിയാണ് എപ്പോഴും. പിന്നെ നമുക്ക് എപ്പോഴും തോന്നിയിട്ടുള്ള എനിക്ക് എപ്പോഴും എന്റെ വായനക്കാരി എന്നുള്ള നിലയിൽ എനിക്ക് തോന്നിയിട്ടുള്ളത്, പല പുസ്തകങ്ങളും നമ്മൾ ഓരോ പ്രായത്തിൽ വായിക്കുമ്പോഴാണ് ചിലപ്പോൾ അതിന്റെ ആഴം മനസ്സിലാവുന്നത്. ഈ പ്രായം കൊണ്ട് നമ്മൾ ആർജിച്ചെടുക്കുന്ന ഒരു വിസ്ഡം ഉണ്ടല്ലോ, അതാണ് ശരിക്കും പുസ്തകത്തെ പുസ്തകമാക്കുന്നതെന്ന് എനിക്ക് തോന്നാറുണ്ട്. അപ്പൊ പുസ്തകങ്ങൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒത്തു വളരുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നാറുള്ളത്. ഉദാഹരണത്തിന് ഏകാന്തയുടെ 100 വർഷങ്ങൾ തന്നെ ഞാൻ ആദ്യം വായിക്കുമ്പോഴുള്ള അനുഭവമല്ല പിന്നെ വായിച്ചപ്പോൾ. മാർക്കേസിന്റെ തന്നെ ക്രോണിക്കിൾ ഓഫ് ദ ഡെത്ത് ഫോർട്ടോൾഡ് എന്ന് പറയുന്ന ക്രോണിക്കിൾ ഓഫ് എ ഡെത്ത് ഫോർട്ടോൾഡ് എന്ന് പറയുന്ന പുസ്തകം ഞാൻ ഇടയ്ക്കിടയ്ക്ക് വായിക്കാറുള്ള പുസ്തകമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിന്റെ ഒരു അതിന്റെ ക്രാഫ്റ്റും അതിന്റെ മൊത്തത്തിലുള്ളൊരു പ്ലോട്ടും. അപ്പൊ അത് വായിക്കുമ്പോഴെല്ലാം ഞാൻ വിചാരിക്കാറുണ്ട്, ഓരോ പ്രായത്തിലും എനിക്ക് മറ്റൊരു തലം അതിന്റെ കഥയിൽ നിന്ന് നമുക്ക് കണ്ടെടുക്കാൻ പറ്റും. അത് കണ്ടെടുക്കാൻ പറ്റുന്നത് ചിലപ്പോ അക്കാലത്ത് എഴുത്തുകാരൻ വിചാരിച്ചതായിരിക്കില്ല ഇന്നത്തെ വായനക്കാരി അല്ലെങ്കിൽ വായനക്കാരൻ കണ്ടെടുക്കുന്നത്. അത് വായനക്കാരുടെ ഉള്ളിലാണ് പുസ്തകം സാക്ഷാത്കരിക്കപ്പെടുന്നത് എന്നുള്ളതിന്റെ
ഒരു തെളിവാണ്. നമ്മൾ വിചാരിക്കുന്നതിനൊക്കെ അപ്പുറം ഒരു വായനക്കാരിയെ കണ്ടെടുക്കുമ്പോൾ വലിയ സന്തോഷം തോന്നും. ഉം. ധാരാളം പേര് താഴെയുണ്ട്, ദയവായിട്ട് വന്ന് മീരയെ സംസാരിക്കണം. നമ്മൾ ഓരോരുത്തർ സിജിയുടെ കൂടെയുള്ള അധ്യാപിക ആരാണ്? സിജി ഇപ്പൊ പറഞ്ഞില്ലേ, പ്രസി ടീച്ചർ ഉണ്ട്. പ്രസി പ്രസി. എന്റെ ആ കൂടെ ആയിട്ടുള്ള ആ ടീച്ചർ. ആ, ആ. നമ്മള് ഇൻവിറ്റേഷൻ അയക്കുകയാണ്. അപ്പോ മുകളിൽ വന്ന് സംസാരിക്കാം. ശ്രീമതി പ്രസി. ശ്രീകുമാർ ഉണ്ട്, നമ്മുടെ പാനലിലുണ്ട്. ശ്രീകുമാർ. അതെ അതെ, ശ്രീകുമാർ സർ ഉണ്ട്. സർ മൈക്ക് ഓപ്പൺ ചെയ്ത് സംസാരിക്കണേ. ആദ്യം പ്രസി സംസാരിക്കും തോന്നുന്നു. പ്രസി മൈക്ക് ഒന്ന് മ്യൂട്ടാണ്. ടച്ച് മൈക്കിന്റെ ചെയ്താൽ ഐക്കണിൽ ഒന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അൺമ്യൂട്ട് ചെയ്യാം. ഒന്ന് പരിചയപ്പെടുത്തിയിട്ട് സംസാരിക്കാം. ശ്രീമതി പ്രസി. മൈക്ക് ഓഫ് ആണ്. നമുക്ക് ശ്രീകുമാർ സാറിലേക്ക് പോവാം. അവർക്ക് പിന്നെ സംസാരിക്കാൻ പറ്റുന്ന സാഹചര്യമാണോ എന്ന് അറിയില്ല. ശ്രീകുമാർ സാറിന്റെ മൈക്ക് മ്യൂട്ടാണ്. ഓൺ ചെയ്ത് സംസാരിക്കാം. ഞാൻ ആദ്യമേ പറയട്ടെ, ഞാൻ ഈ പുസ്തകം വായിച്ചില്ല. പക്ഷെ ഞാനിപ്പോ ഇതിനെപ്പറ്റി ഇവിടെ ഇങ്ങനെ ഡോക്ടർ സിജിയും എല്ലാരും പറഞ്ഞപ്പോ വളരെയധികം ഒരു താല്പര്യം ഇത് വായിക്കണമെന്നുണ്ട്. മിക്കവാറും നാളെ തന്നെ പോയി മേടിച്ച് വായിക്കാം. ഞാൻ പലപ്പോഴും ഇങ്ങനെ ആരെങ്കിലും ഒക്കെ പറഞ്ഞു കേട്ടിട്ടാണ് ചില പുസ്തകങ്ങൾ മേടിക്കാൻ തീരുമാനിക്കുന്നത്. അപ്പൊ ഇന്നിപ്പോ ഞാനിത് ശ്രദ്ധയോടെ കേൾക്കുമായിരുന്നു. അപ്പൊ ഇതിന്റെ ആ പല വശങ്ങള് ഇപ്പൊ ഈ പുസ്തകത്തിനെ കുറിച്ച് അറിയാമായിരുന്നെങ്കിലും നമ്മള് എന്തോ എന്റെ റിവ്യൂ ഒന്നും എന്റെ മുന്നിൽ വന്നില്ല. പിന്നെ ഇപ്പൊ ഇത് കേട്ടപ്പോ എന്തായാലും ഒരു വളരെയധികം ഒരു താല്പര്യം ഉണ്ടാവുകയും അപ്പം തീർച്ചയായിട്ടും അത് അതിലേക്ക് പോകാൻ, അതുകൊണ്ടാണ് ഞാൻ മിണ്ടാതിരുന്നത്. അപ്പൊ ഐ വാസ് ജസ്റ്റ് ലിസണിങ് ടു ദ ഹോൾ തിങ്. പുസ്തക ചർച്ചകളിൽ ധാരാളം ഈ പത്രങ്ങളുടെ പ്രാദേശിക പേജുകളിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ പുസ്തകങ്ങൾ പല ലെവലിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഇതില് ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. പ്രസി സംസാരിക്കാം. പ്രസി സംസാരിച്ചോളൂ. പറഞ്ഞോളൂ, ഞാൻ കേൾക്കാം. പറഞ്ഞോളൂ. അല്ല, ഞാൻ ഇത് പറയാൻ ഉദ്ദേശിച്ചത് ഇതാണ്. നമ്മളുടെ പുസ്തകത്തിന്റെ അവസാന ഭാഗം, അവിടെ പിന്നെ ഇജാസ് അലിയുടെ ഒരു കത്ത് ഫിദയുടെ മക്കൾക്ക് എഴുതി വെച്ച 1200ഓളം പേജ് ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് പരാമർശത്തില്. ആ ഒരു കത്തിലെ അവസാനം പറയുന്ന ഒരു കാര്യം, തടവറ ഒരു പ്രത്യേക അനുഭവമാണ്. നമ്മുടെ രാജ്യത്ത് ഞാൻ ചെയ്യാത്ത കുറ്റത്തിന് തടവിൽ കിടന്നു. ഈ രാജ്യത്ത് ഞാൻ ഉറക്കത്തിൽ ചെയ്ത കുറ്റത്തിനും രണ്ടിടത്തും ഞാൻ അന്യത്വം അനുഭവിച്ചു. നമ്മുടെ രാജ്യത്ത് എന്റെ മതം പ്രശ്നമായി. ഇവിടെ എന്റെ പൗരത്വവും ഭൂമിയിൽ എന്റെ ഇടം ഇന്നും എനിക്ക് മനസ്സിലായിട്ടില്ല. നിങ്ങളുടെ ഉമ്മയുടെ ഹൃദയത്തിലെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിലും എനിക്ക് ഇടം തരണം എന്നുള്ള ഒരു അപേക്ഷയാണ് അതില്. ഇത് തന്നെ മറ്റൊരു രീതിയിൽ സാറയുടെ കുട്ടി ഉണ്ടാവുമ്പോ നമ്മൾ ഏത് നാട്ടുകാരാണ്, ഇവൻ ഏത് നാട്ടുകാരനാകും എന്നൊക്കെ പറയുമ്പോ ഫിദ പറയുന്ന ഒരു മറുപടി ഉണ്ട്. ഒരു കുഞ്ഞിന് അമ്മയുടെ മാരിടമല്ലാതെ വേറെ ഏതാണ് അവന്റെ ലോകം, അവന്റെ രാജ്യം എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോ ഇത് പൗരത്വത്തിനെ പറ്റി ഉള്ള ഏറ്റവും വലിയൊരു കൺസേൺ ആണ്. നമ്മളുടെ നമ്മളുടെ ഒരു രാജ്യത്ത് തന്നെ ജീവിച്ചിരിക്കുന്ന എത്രയോ പേരുടെ മനസ്സിലുള്ള ഒരു കൺസേൺ ആണ് മീര ഇതിലൂടെ ഈ വാക്കുകളിലൂടെ പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത്. അത് എടുത്ത് പറയേണ്ടതാണ്. എനിക്ക് തോന്നുന്നു ഇതിന്റെ ഒരു ക്രക്സ് അതിലുണ്ട്. ഇർഷാദ് ജയിലിൽ വെച്ച് മരിച്ചു സഹോദരൻ എന്ന് പറയുന്നുള്ളത് ഏതെങ്കിലും റിയൽ സംഭവത്തെ മോഡൽ ചെയ്തിട്ടാണോ എഴുതിയിട്ടുള്ളത്? ഞാൻ ഇങ്ങനെ ജയിലിൽ പോയി മരിച്ചുപോയ ആളല്ല, ജീവിച്ചിരിക്കുന്ന ഒരാളിനെ ഞാൻ കണ്ടിട്ടുണ്ട്. അത് 2014 കാണുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് ആ ഭീകരപ്രവർത്തനത്തിന് ജയിലിൽ പോകുക എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് കടന്നുപോയ ആമിർ ഖാൻ എന്ന് പറയുന്ന ഒരാളിനെ, പുള്ളി ഒരു പുസ്തകമൊക്കെ എഴുതിയിട്ടുണ്ട്, പുള്ളിയുടെ ആത്മകഥയൊക്കെ. അത് ഹർഷ് മന്ദർ എന്ന് പറയുന്ന അറിയാമല്ലോ, റിട്ടയർഡ് IAS ഓഫീസർ. ഈ BJP ഗവൺമെന്റിന്റെ വലിയ ശത്രുവൊക്കെയാണ് അദ്ദേഹം. അദ്ദേഹം വളരെ വളരെ കാര്യമായി സമൂഹത്തെ വീക്ഷിക്കുന്ന ആളാണ്. നല്ല പുസ്തകങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോ ഹർഷ് മന്ദർ വഴിയാണ് ഞാൻ ആമിർ ഖാനെ കാണുന്നത്. അത് ആ ഒരു സംഭാഷണം എന്നെ ഭയങ്കരമായി
വേദനിപ്പിച്ചൊരു, അത് പക്ഷെ അമീർ ഖാന്റെ കഥ വേറൊരു കഥയാണ്. ഫ്രെയിംഡ് എന്ന് പറഞ്ഞിട്ട് ഒരു പുസ്തകമാണ് പുള്ളി, ചെറിയൊരു പുസ്തകമാണ്. ഫ്രെയിംഡ്. നന്ദിത ഹസ്തറുമായി ചേർന്ന് എഴുതിയ ഒരു പുസ്തകം, അദ്ദേഹത്തിന്റെ ആത്മകഥ. പക്ഷെ അങ്ങനെ ഒരാള് എന്റെ മനസ്സിലുണ്ടായിരുന്നു, ആമിർ ഖാൻ എന്റെ മനസ്സിലുണ്ടായിരുന്നു. അതിലേറ്റവും എന്നെ ഞെട്ടിപ്പിച്ച ഒരു കാര്യം, ഈ കലാച്ചി പ്രസ്സിലേക്ക് പോയ സമയത്ത് മാതൃഭൂമി പത്രത്തിന്റെ 1-ാം പേജിൽ ഒരു വാർത്ത കാണുന്നു. 25 വർഷം തടവിൽ കിടന്നിട്ട് പിന്നെ വിചാരണ ഇല്ലാതെ തടവിൽ കിടന്നിട്ട് വിട്ടയച്ചു, തെളിവില്ലാതെ വിട്ടയച്ചു ഒരു ചെറുപ്പക്കാരനല്ല, ഇപ്പൊ പുള്ളിക്ക് 50 വയസ്സോളമായി. ഉത്തർപ്രദേശില് ആ ഒരു വാർത്ത കണ്ടു. അപ്പൊ അതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അയാള് വരുമ്പോ ഉരോഷിമയുടെ പോലെ തന്നെ അയാള് ലോകം മുഴുവനും മാറിയിട്ടുണ്ടാവും. അതും ആമിർ ഖാൻ പറഞ്ഞത് എനിക്ക് വലിയ ഒരു അനുഭവം, അത് അദ്ദേഹത്തിൽ നിന്ന് നേരിട്ട് കേട്ടതാണ്. അതായത് ഞാൻ ജയിലിൽ പോകുന്ന കാലത്ത് ടിപ്പു സുൽത്താൻ സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു. ഞാൻ പുറത്ത് വന്നപ്പോഴേക്കും അദ്ദേഹം രാജ്യദ്രോഹിയായി. അതൊരു വലിയൊരു കടുത്ത രാഷ്ട്രീയ വിമർശനം ഉണ്ട് തീർച്ചയായിട്ടും. അല്ല, ഇത് നമ്മളെ ഈ നമ്മള് ഭൂമിയിൽ നമ്മുടെ ഇടം ഏതാണെന്നുള്ളൊരു ചോദ്യമില്ലേ? ഒരു പക്ഷിയുടെ ഇടം ഏതാണ്, ഒരു പുഴുവിന്റെ ഇടം ഏതാണ്, ഒരു മനുഷ്യന്റെ ഇടം ഏതാണ്, നദി ആരുടേതാണ്, ജലം ആരുടേതാണ്, മഴ ആരുടേതാണ്? പ്രകൃതി നമ്മളെ ഒറ്റ സ്പീഷീസ് ആയിട്ടാണ് കാണുന്നത്. പ്രകൃതിക്ക് പിന്നെ കേരളം സംസ്ഥാനത്തിലുള്ളവരെന്നോ അല്ലെങ്കിൽ ഉത്തർപ്രദേശ് സംസ്ഥാനത്തിലുള്ളവരെന്നോ ചൈനയിലെ ഏതെങ്കിലും പ്രവിശ്യയിലുള്ളവരെന്നോ ഒന്നും വേർതിരിവൊന്നുമില്ല. അത് കോവിഡ് വന്നപ്പോ തന്നെ നമ്മൾ അനുഭവിച്ചറിഞ്ഞതാണ്. നമ്മളൊരു സ്പീഷീസ് ആണ്, ആ സ്പീഷീസ് ഒന്നിച്ചു നിൽക്കേണ്ടവരാണ്. പക്ഷെ ഇങ്ങനെ വേർതിരിഞ്ഞു നിൽക്കൽ എന്ന് പറയുന്നത്, വിഭജിക്കുക എന്നുള്ളത് അധികാരം കൈയാളുന്ന ആളുകളുടെ ആവശ്യമായതുകൊണ്ടാണ് ഇങ്ങനെ പല കാരണങ്ങൾ പറഞ്ഞ് വിഭജിക്കുന്നതും ജീവിതം ഇത്രവേർ കോംപ്ലിക്കേറ്റഡ് ആക്കുന്നത്. ഇങ്ങനെയൊന്നും അല്ലാതെ, ഇത്രയും സങ്കീർണതയൊന്നും ഇല്ലാതെ മനുഷ്യർക്ക് ജീവിച്ചു പോകാമല്ലോ. ആ ഒരു തോന്നലിൽ നിന്നായിരിക്കാം നമ്മൾ എത്തിപ്പെടുന്ന ഒരു പ്രായത്തിൽ അങ്ങനെ തോന്നുമല്ലോ. സുരക്ഷിതത്വം ഇല്ലാതെ എന്ത് സന്തോഷം എന്നുള്ളൊരു ചോദ്യമില്ലേ? ഇതില് നമ്മള് പറഞ്ഞ എല്ലാ പോസിറ്റീവ് വശങ്ങളും അതേപടി വെച്ചുകൊണ്ട് തന്നെ ഞാനൊരു കാര്യം കൂടി പറയട്ടെ. നമ്മൾ ഈ പുസ്തകം വായിച്ചു പോകുമ്പോ പല ഘട്ടങ്ങളിലും, ഇപ്പോ മീര പറഞ്ഞല്ലോ എഴുതുമ്പോ റെഫർ ചെയ്യേണ്ടി വന്നു, അതുപോലെ തന്നെ ഞാനും ഓരോ സമയത്തും ഈ സ്ലീപ്പ് അപ്സീമിയ എന്നൊക്കെ പറയുന്ന വിഷയങ്ങൾ, സിൻഡ്രോം, സ്ലീപ്പിംഗ് സിൻഡ്രോം, ഇതൊക്കെ നമ്മൾ റെഫർ ചെയ്തിട്ടാ പോയിരുന്നത് കേട്ടോ. കാരണം അങ്ങനത്തെ യഥാർത്ഥത്തിൽ അത്തരം രോഗങ്ങൾ ഉണ്ടോ എന്നുള്ളത് പോലും നമുക്ക് അറിയില്ല. അതെ. അപ്പോ ഇപ്പൊ ഡോക്ടർ സിജി അത് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് മെഡിക്കൽ ടേംസും പലതരം ഫോബിയകൾ, ഇത്രയധികം ഫോബിയകൾ ഉണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. നമുക്ക് ആകെ ഇസ്ലാമോഫോബിയ എന്ന് പറയാൻ എനിക്ക് വേറെ മാർഗം ഉണ്ടായിരുന്നില്ല. അതെ മറ്റൊരു രീതിയിൽ പറഞ്ഞു. അപ്പൊ നമുക്ക് ഉള്ളതിലൊന്നു മാത്രമാണ് അത് എന്നുള്ളതായിരുന്നു എന്റെ ഒരു. അതെ. നിങ്ങൾക്ക് ഒരാളെ സ്നേഹിക്കണമെങ്കിലും വെറുക്കണമെങ്കിലും ഒരുപാട് കാരണങ്ങൾ ഉണ്ടാവും. ഒരുപാട് കാരണം കണ്ടെത്താൻ പ്രയാസമൊന്നുമില്ല. അതെ. പക്ഷെ ടച്ചിങ് ആയിട്ടുള്ള ഒരുപാട് ചിത്രങ്ങളും ഇത് അവശേഷിപ്പിക്കുന്നുണ്ട് കേട്ടോ. അമ്മയും മക്കളുമായിട്ടുള്ള ബന്ധം, വിട്ടുപോയ പിത, ആ പിതയെ പിന്നെയും പിന്നെ ഭർത്താവ് എത്ര സൂക്ഷ്മതയോടുകൂടിയും എത്ര അടുപ്പത്തോടു കൂടിയാണ് പിന്നെ അദ്ദേഹം സംസാരിക്കുന്നതും അവളെ ചേർത്ത് നിർത്താനായിട്ട് ശ്രമിക്കുന്നതും. അതുപോലെ ഭർത്താവിന്റെ 2ാം ഭാര്യയായിട്ട് വരുന്ന അലീമ പോലും എത്രയോ സ്നേഹത്തോടെയാണ് പിന്നെ കൂട്ടുകാരിയെ 2ാമതും വീട്ടിലേക്ക് സ്വീകരിക്കുന്നത്. പലപ്പോഴും പല പിന്നെ വല്ലാത്ത വിഷമഘട്ടത്തിലൊക്കെ ഫിദ പിന്നെയും അവിടേക്ക് തിരിച്ചു പോകാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഈ കുതിരയുടെ പുറത്ത് പോകുമ്പോ ഈ കുതിര പിന്നെ മതിൽ ചാടി ഭർത്താവിന്റെ വീട്ടിലേക്ക് പോകുന്നത് പോലും അവൾ ഒരു ഘട്ടത്തിൽ സ്വപ്നം കാണുന്നുണ്ട്. വിജയുടെ കുട്ടികൾ അവിടെ ഉള്ളത് കൊണ്ടാണ്.
പിത അതെ, അല്ല പക്ഷെ എങ്കിലും അയാളുടെ കരുതൽ നമുക്ക് ഫീൽ അല്ല ചെയ്യുന്നുണ്ട്. പിത അത് തിരിച്ച് അവരുടെ ബന്ധം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവരത് പറയുന്നുണ്ടല്ലോ. ഉം, അവരെ സംബന്ധിച്ചിടത്തോളം നിസാമിനെ വെറുത്തത് കൊണ്ടല്ല അവർ ആ അതെ, ബന്ധത്തിൽ അല്ല, നിന്ന് ഇറങ്ങിപ്പോകുന്നത്. അതെ സ്വന്തം അതെ ജീവിതത്തിന്റെ പരമാധികാരം ഒരിക്കലെങ്കിലും ആ, കയ്യിലെടുക്കാനുള്ള ഉം, ആ, ആഗ്രഹമുണ്ട്. അതെ അതെ ആഗ്രഹം കൊണ്ടാണ്. ഉം, ആ ഉം. പക്ഷെ പരമാധികാരം എന്ന ഒരു പദമാണ് അവിടെ ഡിഫൈനിങ് വാക്ക്. ഉം, ഉം, ഒരാളിനെ വെറുക്കുന്നതോ ഒരാളിനെ വിട്ടുപോകുന്നതോ അതുകൊണ്ടല്ല. ഉം, നിങ്ങളുടെ ഒരു ടെറിട്ടറി ഉണ്ടല്ലോ, അതെ നിങ്ങളുടേതായിട്ടുള്ള ഒരു എല്ലാ ഉം, ജീവജാലങ്ങളും ആഗ്രഹിക്കുന്ന ആ ഒരു ഉം, സംഗതിയാണ്. ഉം, അത് ഉള്ളിലും പുറത്തും. അതെ ഉം, ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് അതാണ് അതിന്റെ എനിക്ക് തരാൻ പറ്റുന്ന ഒരു എക്സ്പ്ലനേഷൻ. ഉം, ഉം. പിന്നെ നമ്മൾ ഇല്ല വിചാരിക്കുന്ന പോലെ ഒന്നും അല്ല കഥാപാത്രങ്ങൾ ചെയ്യുക. കഥാപാത്രങ്ങൾ ഉണ്ടായി അതെ കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഉം, അവരുടേതായ ഒരു ഒരു ശില്പമുണ്ട്, ഒരു ഉം, ഘടനയുണ്ട്. ഉം. അത് മുൻപൊരു നോവലിസ്റ്റ് ഇവിടെ അത് പറഞ്ഞിരുന്നു. എന്ന് കഥാപാത്രങ്ങളെ സൃഷ്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ സൃഷ്ടാവിന്റെ കയ്യിലല്ല അവര് അവരുടേതായിട്ടുള്ള രീതിയിൽ വളർച്ച പ്രാപിക്കുകയാണല്ലോ ചെയ്യുന്നത്. ഇത് ഒരു എന്താണ് നമ്മൾ പറയുന്നത്, നമ്മളൊരു ഭൂപടം മനസ്സിൽ വരയ്ക്കുന്നത് പോലെ തന്നെയാണ്. ഉം. അതെ അത് അതിനതിൻ്റെതായ ഒരു അതെ ഒരു ഫ്ലോ ഉണ്ടാവും. അല്ല, ഞാൻ പറഞ്ഞത് ഒരു 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 വശത്ത് ഒരു മനുഷ്യന്റെ ചിത്രവും ഒരു വശത്ത് ഒരു രാജ്യത്തിന്റെ ചിത്രവും ഭൂപടം ശരിയാക്കാൻ വേണ്ടി മനുഷ്യന്റെ ചിത്രം ശരിയാക്കിയാൽ മതി എന്ന് അച്ഛൻ കുട്ടിയോട് പറയുന്ന ഒരു കഥയുണ്ടല്ലോ, പഴയൊരു അതെ അതെ കഥയുണ്ട്. അതെ 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 ആ കഥ പോലെയാണ്. അതെ അപ്പൊ ഈ സിമെട്രി, ഈ വ്യക്തിയുടെ, ഈ കഥാപാത്രത്തിന്റെ മൂക്കെവിടെ, കണ്ണെവിടെ, മുടി എത്ര നീളമുണ്ട് എന്നൊക്കെ ഉള്ളത് അനുസരിച്ചിരിക്കും. ഭൂപടവും അതെ. അതുപോലെ ഇതിൽ പറയുന്ന മറ്റ് ഒരുപാട് സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട് കേട്ടോ ഇതില്. അതില് ഒന്ന്, കലയില്ലാതെ രാഷ്ട്രീയമില്ല. പുതിയ ആശയങ്ങൾ ജനങ്ങൾ സ്വാംശീകരിക്കുന്നത് കലയിലൂടെയാണ് എന്ന് പറയുന്നുണ്ട്. ഇജാസ് അലിയുടെ വാക്കിലൂടെയാണ് അത് പറയുന്നത്. അതുപോലെ അരിസ്റ്റോട്ടിൽ മതത്തിനെ പറ്റിയിട്ട് അത് ഒരു അനിവാര്യത എങ്ങനെയാകുന്നു, അതുപോലെ തന്നെ രാഷ്ട്രീയത്തിൽ നിന്ന് നന്മയാണ് ജനം ഉണ്ടാകേണ്ടത് എന്ന് പറയുന്നുണ്ട്. അതേസമയം അതേ അരിസ്റ്റോട്ടിൽ തന്നെ അലക്സാണ്ടർ ചക്രവർത്തിയോട് ലോകം കീഴടക്കി വരാനായിട്ട് ഉപദേശിക്കുകയും ചെയ്തതിന്റെ വൈരുദ്ധ്യവും പറഞ്ഞു വെക്കുന്നുണ്ട്. അതെ അപ്പൊ, അതെ. വലിയ ആരാച്ചാൻ രാഷ്ട്രീയ എഴുതുമ്പോഴാണ് ഞാൻ ഏറ്റവും കൂടുതൽ ബുദ്ധമതത്തെ പറ്റി വായിച്ചത്. അപ്പോഴെനിക്ക് ഇതേ വൈരുദ്ധ്യം തോന്നിയിട്ടുണ്ട്. ബുദ്ധമതം ഏറ്റവും കൂടുതൽ ശാന്തിക്ക് വേണ്ടിയും എല്ലാം ഉപേക്ഷിക്കലിന് ത്യാഗം ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ പറയുമ്പോഴും ഏറ്റവും അധികം ഹിംസ നടത്തിയിട്ടുള്ളത് ആ മതത്തിന്റെ പേരിലാണ് എന്നുള്ളതൊരു ഒരു കോൺട്രഡിക്ഷൻ ഇല്ലേ? ആ മതത്തിന്റെ അനുയായികൾ ഇപ്പോഴും ഹിംസ എന്ന് പറയുന്ന ഒരു സംഗതി പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ അവർക്ക് സാധിക്കുന്നില്ല എന്നുള്ളതിന്. ഇതിലും ബോധിധർമ്മൻ വരുന്നുണ്ടല്ലോ ഇതിലും. അതുകൊണ്ട് അതെ അതെ, അത് അത് ഭയങ്കര രസമല്ലേ? ഈ രാജ്യങ്ങളുടെ എല്ലാം ചരിത്രം തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നു, അതെ അവരുടെ അതെ. അനുഭവങ്ങൾ തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നു. അല്ല ഈ കഥകള് പോലും ഇപ്പൊ ചൈനീസ് നാടോടി കഥയിലുള്ളത് തന്നെയാണ് സോവിയറ്റ് നാടോടി കഥയിലും പിന്നെ ഗ്രീക്ക് കഥകളിലും ഒക്കെ. അതെ അതാണ് ഞാൻ പറയുന്നത്. ഇന്റർലിങ്ക്ഡ് ആണ്. ഇത് നമ്മുടേത് മാത്രമായതൊന്നുമില്ല എന്നുള്ള ഒരു ബോധം മനുഷ്യർക്കില്ലാതെ എല്ലാത്തിനും തുടക്കത്തിന്റെ ഒരു സംഭവം ഉണ്ടല്ലോ. ഇതില് ഏറ്റവും എനിക്ക് ഈ സെൻട്രൽ ഏഷ്യ ഇതിൽ വന്നത് ഒട്ടും അതിശയോക്തിപരമല്ല, അല്ലെങ്കിൽ അത്ഭുതകരമായിട്ട് എനിക്ക് തോന്നിയത് എന്താന്ന് വെച്ചാല്, ഞാനിത് സെൻട്രൽ ഏഷ്യയിൽ പോയി അതെല്ലാം കഴിഞ്ഞ് വന്ന് എന്ന സമയത്താണ് ഞാൻ മനസ്സിലാക്കുന്നത് സൗത്ത് ഇന്ത്യയിലെ മനുഷ്യരുടെ ജനിതകം ഏതാണ്ട് 90% ഇവര് സെൻട്രൽ ഏഷ്യയുമായിട്ട് സാമ്യമുള്ളതാണ്. അപ്പൊ സെൻട്രൽ ഏഷ്യയിൽ നിന്ന് വന്നവരുടെ ജീനുകളാണ് ഇവിടെ ഉള്ളതെന്നുള്ളതൊരു വലിയൊരു സംഭവമല്ലേ? ആഫ്രിക്കയിൽ നിന്ന് യാത്ര തിരിച്ച ആളുകള് സെൻട്രൽ ഏഷ്യ വഴിയാണ് ഇവിടേക്ക് എത്തിയത്. എത്തുന്നത്. അമ്മയും മക്കളും എത്തിയ ഒരു കഥയുണ്ടല്ലോ. അതെ ഫിദയുടെ. അല്ലല്ല, ഞാൻ പറഞ്ഞത് ആദ്യം ഈ മനുഷ്യരാശിയുടെ തുടക്കത്തിലെ എരിത്രിയയിൽ നിന്നൊരു അമ്മയും 2 പെൺമക്കളുമാണ് നമ്മുടെ എല്ലാ അമ്മമാരുടെ നമ്മളുടെ
ഈ മൈറ്റോകോൺട്രിയൽ DNA അവരിൽ നിന്നുള്ളതാണ്. ഉം. മൈറ്റോകോൺട്രിയൽ DNA എന്ന് പറഞ്ഞാൽ അമ്മയുടെ ജനിതകമാണ്, അമ്മയിൽ നിന്ന് കിട്ടുന്ന ജനിതകം. ഉം. അത് പിന്നെ ശാസ്ത്രത്തിലേക്ക് പോകും. ഉം. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇതേ ഉള്ളൂ. ഉം. ഇങ്ങനെ ശാസ്ത്രത്തിന്റെ ഒരു വേരിയബിൾസ് ഇട്ട് നോക്കിയാലും, ചരിത്രത്തിന്റെ വേരിയബിൾസ് ഇട്ട് നോക്കിയാലും, സോഷ്യോളജിയുടെ വേരിയബിൾസ് ഇട്ട് നോക്കിയാലും ഈ ഇക്വേഷൻ ശരിയാകുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഈ തരം എന്താണ്, നമ്മൾ ഒരു സ്പീഷീസ് ആണ് എന്നുള്ള ഒരു ബോധവും ഒന്നിച്ചു നിന്നാൽ മാത്രമേ നിലനിൽക്കാൻ പറ്റൂ എന്നുള്ള ബോധവുമാണ് എന്നുള്ള സിമ്പിൾ ഒരു കണ്ടെത്തലാണ്. നമുക്കിനി പ്രസിയെ കേൾക്കാം അല്ലേ? ഞാൻ അതെ സോറി അതെ കേട്ടോ, എനിക്ക് ആ അതെ ഞാൻ ഇല്ലില്ല എനിക്ക് വിട തരണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. അതാ തിരുപ്പം ഒരു 5 മിനിറ്റ് കൂടെ മീര, ഒരു 5 മിനിറ്റ് കൂടെ ഇരിക്കാമോ? 5 മിനിറ്റ് ഇരിക്കാൻ വിരോധമില്ലെങ്കിൽ ആ, കൊ- 5 മിനിറ്റ് ഇരിക്കും. പ്രസിയുടെ ചോദ്യം ആ, വന്നില്ല. ആ അല്ല, പ്രസി ആ ചോദ്യങ്ങളായിട്ടൊന്നും പറയാനില്ല. വളരെ അടുത്ത് ഇങ്ങനെ മീരാ മാമിന്റെ അടുത്തിരുന്ന് വർത്താനം പറയുന്ന ഒരു അനുഭവത്തിൽ കൂടെ ഇങ്ങനെ കടന്നു വന്ന ഞാൻ ആ പുസ്തകം ഈ പറഞ്ഞ പോലെയാണ് കലാച്ചി വായിച്ച് എനിക്ക് തോന്നണത് തീർന്നു എന്ന് തോന്നണില്ല. അതിങ്ങനെ നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായിട്ട് നമ്മുടെ കൂടെ ആ കലാച്ചി ഇടമുണ്ട് എന്നുള്ളതാ. അത് നല്ലൊരു അനുഭവമായിരുന്നു കേട്ടോ. ഒരു പ്രത്യേക അനുഭവമായിരുന്നു. പറയാതെ വയ്യ. ആ താങ്ക് യു സോ മച്ച്. ഇത് പുസ്തകം വായിക്കുകയും ഈ ഒരു അഭിപ്രായം കേൾക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് വലിയ ഒരു ശരിക്കും സന്തോഷം. അതിനകത്തേ വേഷം എനിക്ക് വെറുതെ ആയില്ലല്ലോ. പറയാം. എനിക്ക് അല്ല, ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാനൊരു സയൻസ് എടുക്കുന്ന ടീച്ചറാണ്. അപ്പൊ ഈ പുസ്തകത്തിന്റെ ഒരു പ്രത്യേകത എനിക്ക് തോന്നുന്നത് ഇത്രമാത്രം സയൻസും ചരിത്രവും ഭാഷയും എല്ലാം ഇങ്ങനെ ഇങ്ങനെ ഒതുക്കി ഒതുക്കി വെച്ച് കൂട്ടി യോജിപ്പിച്ച് കൊണ്ടുപോകുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ, അത് ശരിക്കും ഫീൽ ചെയ്തു. അതുപോലെ സാപ്പിയോ സെക്ഷൽ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്, അത് അതെ. ശരിക്കും എന്താ പറയാ, ജ്ഞാനം കൊണ്ട് ഉള്ളവനോട് തോന്നുന്ന ഒരു പ്രണയം, അതൊക്കെ അത് മനുഷ്യരാശിയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ആ ഇത് ഈ നമ്മളാ ഒരു സ്പീഷീസ് എന്ന നിലയിൽ ഇതൊരു പ്രധാനപ്പെട്ട ഒരു ഫാക്ടർ ആയിരുന്നു എല്ലാ കാലത്തും. അറിവും അധികാരവും തമ്മിലൊരു ബന്ധം ഉണ്ടായത് അങ്ങനെയാണ്. ഇത് രണ്ടുമുള്ള ആളുകള് അത് പിന്നെ അത് വെച്ചിട്ടുള്ള ഒരു എല്ലാത്തിന്റെയും ഒരു തലപ്പത്തിരിക്കുന്നതിന്റെ ഒരു പ്രധാന കാരണം അതാണല്ലോ. അതെ അറിവ് എന്ന് പറയുന്ന ഒരു സംഭവം ഭയങ്കരമായി നമ്മളെ പ്രചോദിപ്പിക്കുകയും കൊണ്ടുപോവുകയും ചെയ്യുന്ന ഒരു സാധനമാണ്. അതിന് ചെയ്യുന്ന അത് ശരിക്കും ആ തുടക്കം മുതൽ നോവലിൽ എനിക്ക് ശരിക്കും തോന്നിയ ഒരു കാര്യം, തുടക്കം മുതൽ ഒടുക്കം വരെ കൊണ്ടുപോകുന്ന ഒരു ഫീലിംഗ് പിന്നെ അതിലുണ്ട്. എന്താണെന്ന് അറിയാമോ പൃഥ്വി, ഇതിന്റെ അകത്ത് ഏറ്റവും വലിയ പ്രശ്നം 10-20 പുസ്തകം എഴുതിയില്ലേ, 24 അപ്പൊ ഇനി എഴുതുമ്പോ പുതിയ കാര്യങ്ങൾ എഴുതിയില്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും വായിക്കുമോ? നിങ്ങൾ പറയില്ലേ റെപ്പറ്റീഷൻ ആണെന്ന്. അതൊരു വലിയ പ്രശ്നമാണ്. അല്ല നമുക്ക് പുതിയ ക്രാഫ്റ്റ് വേണം, പുതിയ മെറ്റഫേഴ്സ് വേണം. ആദ്യം എഴുതുന്ന ഒരാൾക്ക് ഇതിനെപ്പറ്റി ഒന്നും വ്യാകുലപ്പെടേണ്ട ആവശ്യമില്ല. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം അത് പോരല്ലോ. അതെ 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 അല്ല, അത് ശരിക്കും കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട് മാമിന്. അതാണ് അതിന്റെ ഒരു അത് പ്രധാന വലിയൊരു വെല്ലുവിളിയാണ്. ഒരു പുതിയ ക്രാഫ്റ്റ് എന്ന് പറയുന്നത് ആകെ 5-6 അവസ്ഥകളേ ഉള്ളൂ മനുഷ്യർക്ക്. അപ്പൊ അല്ല, ഓരോ പുസ്തകം വരുമ്പോഴും അതിനെ ശരിക്കും താങ്കൾക്ക് അത് ഏറ്റെടുക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് ഞങ്ങളെ മീരജൊരു പുസ്തകം വരുന്നു കാത്തിരിക്കാൻ പ്രേരിപ്പിക്കുന്നത് ഒരു സാധനമാണ്. എനിക്കത് എന്നെ തന്നെ അതിങ്ങനെ പരീക്ഷിച്ച് സന്തോഷം വന്നില്ലെങ്കിൽ എനിക്കത് പ്രസിദ്ധീകരിക്കാൻ പറ്റില്ല. ഓക്കെ, അതാണ് ആ ഖബറൊക്കെ ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞ പോലെ ബൈബിൾ ക്യാരക്ടേഴ്സിനെ ആസ്പദമാക്കി സൂര്യനെ അണിഞ്ഞൊരു സ്ത്രീയുടെ 5 ഭാഗങ്ങളിൽ പുസ്തകമായിട്ടാണ് ഞാൻ വിചാരിച്ചത്. 5 തരം സ്ത്രീകള്, 5 തരം സ്ത്രീ ജീവിതങ്ങൾ എന്നുള്ളത്. പക്ഷെ അത് സൂര്യനെ അണിഞ്ഞൊരു സ്ത്രീ എഴുതി കഴിഞ്ഞിട്ട് പിന്നെ ഇനി എനിക്ക് ബൈബിളിന്റെ അതേപോലെയുള്ളൊരു ഇതിൽ വന്നാൽ അത് ആവർത്തനമായി പോകുമോ എന്നുള്ളൊരു ഭയങ്കര ഭയമുണ്ട്. പറഞ്ഞ പോലെ ചില പുസ്തകങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് നിന്ന് ഇറങ്ങിപ്പോരാൻ ഖബർ അതുപോലെയായിരുന്നു.
വായിച്ചിട്ട് കുറെ നാളത്തേക്ക് ഭയങ്കര അസ്വസ്ഥതയായിരുന്നു. അത് ആ സാധനം ഇപ്പൊ ഖബർ കലാച്ചി ഖബർ എങ്ങനെയാണോ ഒരു ഒരു അലിഗറി ആവുന്നത്, അതുപോലെ തന്നെയാണ് ഞാൻ ഇതും ആ വിഭാവന ചെയ്യുന്നത്. പക്ഷെ എനിക്കറിയാം ഉം, ഇത് ടോട്ടലി ഡിഫറെന്റ് ആയിട്ട് തന്നെ വേണം എന്ന് നിർബന്ധമുണ്ടായിരുന്നു. ആ ഇതിനകത്തുള്ള എന്താ അറിയോ, കുറേ ഇടങ്ങളുണ്ടല്ലോ. ആ ഇടങ്ങളൊക്കെ നമ്മളെ ശരിക്കും അവിടെ എവിടെയൊക്കെ പിടിച്ചു നിർത്തുന്നുണ്ട് എന്നുള്ളതാ. ആ ആ താങ്ക് യു. ആ കുതിര കുതിര ആദ്യമായിട്ട് കുതിരപ്പുറത്ത് കയറുന്നതും അവിടുന്ന് പിന്നെ ആ ആ ആദ്യമായിട്ടുള്ള ഒരു യാത്രയുണ്ടല്ലോ. ആ യാത്രയില് മൈതാനത്ത് ചെന്ന് നിൽക്കുന്ന ഒരവസ്ഥയും അതൊക്കെ ശരിക്കും നമ്മളതിങ്ങനെ കാണുന്നുണ്ട്. ഞാൻ സിജിയോട് പറയണ്ടായി ഈ പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞത് ശരിക്കും ഒരു നല്ല സിനിമ എടുക്കാൻ പറ്റുന്ന ഒരുപക്ഷെ ആ ഭാഗത്തു നിന്നൊക്കെ ആയിരിക്കാം തുടങ്ങേണ്ടത്. ആ രീതിയിൽ തുടങ്ങി ഒക്കെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ശരിക്കും അത്രയും രൂപങ്ങൾ നമ്മുടെ മനസ്സിലുണ്ട് എന്നുള്ളതാ. ഓരോ ആ ഇടത്തിനും രാജ്യത്തെ പറ്റി ആലോചിക്കുമ്പോ ആ രാജ്യത്ത് ചെല്ലുമ്പോൾ നമുക്ക് ഏറ്റവും സങ്കടം തോന്നുന്നത് അതാണ്. ഈ കുതിരകളുടെ വിശാലമായ മേച്ചിൽപ്പുറങ്ങളായിരുന്നു. അവർക്ക് അത് മുഴുവൻ ഇങ്ങനെ ഫ്രാഗ്മെന്റ്സ് ആക്കി വേറൊരു അത് ജനസംഖ്യ കുറവാണെന്നുള്ള ഒറ്റ കാരണത്താൽ ഓ ശരി. ഇപ്പോഴും വലിപ്പത്തിൽ 9ാമത്തെ രാജ്യമാണ്. പക്ഷെ അവിടുത്തെ ജനസംഖ്യ ഏതാണ്ട് 1 കോടി കഷ്ടിച്ചുള്ളൂ. അതുകൊണ്ട് എപ്പോഴും ആളുകൾ ഇപ്പോ എല്ലാ സ്ഥലത്തുനിന്നും കൂടുതൽ ആളുകൾ അങ്ങോട്ട് കുടിയേറിക്കൊണ്ടിരിക്കും. അവരുടെ ഇടം പിടിച്ചെടുത്തോണ്ടിരിക്കും. അതുപോലെ ഇതിനോട് കൂട്ടിച്ചേർക്കുന്നതാണ് ടെറിറ്ററി എന്നുള്ള ആ ടേമും. അതിനകത്ത് ആ ചെന്നായിയൊക്കെ ശരിക്കും ഒരു കഥാപാത്രമാണ്. ഭയങ്കര ഗുഹയുടെ ഉള്ളിലുള്ള ആ വാസം എനിക്ക് ഇത് ഭയങ്കര അതിശയം തോന്നിയത് അതുപോലെയാണ്. ഒരു പോലുള്ള വായനക്കാർ അതിന്റെ ആ എന്താണ് അന്തസത്ത മനസ്സിലാക്കി വായിക്കും. ചില ആളുകൾ വായിച്ചു കഴിഞ്ഞിട്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ. വായിക്കുന്നത് ഓരോരുത്തരുടെയും സ്വാതന്ത്ര്യമാണ്. എന്തെടുക്കുന്നു എന്നുള്ളത് അവരുടെ സ്വാതന്ത്ര്യം, അവരുടെ തീരുമാനമാണ്. നമുക്ക് അതിനെ ചോദ്യം ചെയ്യാൻ അവകാശമില്ല. എങ്കിൽ പോലും ചില ആളുകൾ ചോദിക്കും, ഇവര് നൂലില് കെട്ടി ഇറങ്ങിയതുപോലെ ഒരു കഥാപാത്രം വരുന്നു, കയറിൽ തൂങ്ങിയ ആ സ്ത്രീ വരുന്നു, അതൊക്കെ വിശ്വസിക്കാൻ പ്രയാസമാണ്. ആ വിശ്വസിക്കാനുള്ള പ്രയാസമാണ് അതിനകത്തെ കഥ. അതെ 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 ശരിക്കും മെഹറിനെ പോലെ ഒരു കഥാപാത്രം എപ്പോഴും അങ്ങനെ ഇറങ്ങി വരാൻ പറ്റൂ. കാരണം അങ്ങനെയാണ് ഒരു വ്യക്തികഥകൾ ഉണ്ടാകുന്നത്. അല്ല അത് ശരിക്കും നല്ല കരുത്തുള്ള ഒരു പെൺരൂപമാണ് അത്. നമ്മൾ വേണ്ടതാണ് എന്ന് നമുക്ക് തോന്നുന്ന ഒരു കഥാപാത്രമാണ് വന്ന് ഇറങ്ങണത്. ഞാനത് എവിടെയോ ഒരു യാത്രക്കിടയിലാണ് അങ്ങനെ ഒരു മൗണ്ടനിയറിംഗില് ഭയങ്കര പ്രസിദ്ധമായിട്ടുള്ളൊരു കുട്ടിയെ കണ്ടത്. കുട്ടി ജപ്പാനിയൻ ആയിരുന്നു. അപ്പൊ എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി. കാരണം നമ്മൾ പുറത്തേക്ക് കേൾക്കുന്നത് സ്ത്രീകളുടെ മല കയറുന്ന സ്ത്രീകൾ അവിടെ ഉണ്ടെന്നുള്ളതൊരു വലിയ ഇതല്ലേ. അപ്പൊ അവര് അതൊക്കെ ഒരു ഭയങ്കര ഇതല്ലേ. നേച്ചറിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യജീവിക്ക് എന്തെല്ലാം നിയന്ത്രണങ്ങളാണ് ജെൻഡറിന്റെ പേരിൽ അല്ലെങ്കിൽ മതത്തിന്റെ. പിന്നെ ഒരു രസം തോന്നി അതുപോലെ ഒരു പെട്ടെന്നൊരു മനസ്സിൽ തോന്നിയതാണ്. ഒരു കുറേ വായിച്ച് അല്ലെ ഒരു എത്രയോ നാള് 1.5 മാസം കഴിഞ്ഞു പോയിരിക്കണു ഞാൻ ഈ പ്രദേശത്ത് എത്തിയിട്ട്. ആ ചെന്നായും പരുന്തൊക്കെ ഉള്ളവരിടത്ത് 1.5 മാസം കഴിഞ്ഞു പോയത് ഞാൻ അറിഞ്ഞില്ല. ഇത്രയും നാള് കഴിഞ്ഞു പോയോ 3 മാസം. അല്ല ശരിക്കും അതിലേറെ ഉണ്ട്. ആ കാലം ശരിക്കും അവര് പോകുന്നത് ഈ ഒരു ഫെബ്രുവരി മാർച്ച് സമയത്താണ് 2020. പക്ഷെ അവര് വരുന്ന സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണ്ട് രാമക്ഷേത്രത്തിന് നടക്കലിടുന്ന സമയത്താ. അപ്പോഴാണ് ഈ സംഭവം വരുന്നത്. അപ്പൊ അതിനിടയിലുള്ള സമയം അവര് ഇതിലായിരുന്നു. മനസ്സിലായോ? അങ്ങനെ എന്തായാലും നല്ല ഒരു അനുഭവമായിരുന്നു. നല്ല അനുഭവം എന്ന് വെച്ചാൽ ആ പുസ്തകം എനിക്കൊരു എന്റെ ക്ലാസ്സിലെ കുട്ടിയാണ് എനിക്ക് അത് കൊണ്ടുതരുന്നത്. അപ്പൊ ഞാൻ എന്നിട്ടത് ശരിക്കും പറഞ്ഞാൽ 1-2 തവണ പലയിടങ്ങളിലൂടെ വീണ്ടും കയറി ഇറങ്ങാന്ന് പറയില്ലേ, ഇങ്ങനെ ഇഷ്ടപ്പെട്ട ഇടങ്ങളിലൂടെ വീണ്ടും കയറി ഇറങ്ങിക്കൊണ്ട് ആ പുസ്തകം പിന്നെ തിരിച്ചു കൊടുത്തിട്ടില്ല അവൾക്ക്. അത് എന്റെ കയ്യിൽ തന്നെ ഉണ്ട്. അങ്ങനെ കോളേജിൽ ഇപ്പോഴും അവിടെ ഇരിക്കുന്നുണ്ട് എന്റെ മേശപ്പുറത്ത്. ഇത് വായിക്കുന്നു എന്നുള്ളത് വലിയ സന്തോഷം. തീർച്ചയായിട്ടും നമ്മളാക്കി നിർത്തണ നിങ്ങളൊക്കെ കൂടിയിട്ടാണ് ഇപ്പൊ. അത് പറയാതെ വയ്യ. നമുക്ക് ഇങ്ങനെ ഒന്നിച്ച് നിൽക്കാൻ, ഒന്നിച്ച് പറക്കാൻ ഒരു വലയിലൂടെ പറക്കാൻ
അല്ല, കുറച്ച് നിങ്ങളൊക്കെ ചിറകൾ എഴുതുന്നതാണ് ചിലപ്പോ നമ്മളെയൊക്കെ നിലനിർത്തിക്കൊണ്ട് പോകുന്നതും. അതും ഉണ്ടല്ലോ. നമുക്ക് അതെ സ്വസ്ഥമാവാൻ ചിലപ്പോൾ നിങ്ങളുടെ വാക്കുകള് നമുക്ക് വല്ലാത്ത ശക്തിയാണ്. വായിക്കപ്പെടുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ആഗ്രഹം. പക്ഷെ അതെ. ഉം. എങ്ങനെ വായിക്കപ്പെടണം എന്ന് പറയാൻ നിവർത്തിയില്ല. അതെ, ഞാൻ എന്റെ ഹസ്ബൻഡ് കാല് പ്ലാസ്റ്റിക്കിലാണ്. ചുമ്മാ ഇത്രയും ശരി, കാലം അപ്പൊ ഇത് സന്തോഷം ഗൗരി എന്തായാലും. താങ്ക് യു പ്രസിയ. ഗൗരി ഒരു മിനിറ്റ് സംസാരിച്ചോളൂ. ആ ഒറ്റ അതെ ചോദ്യം. അതെ ഗൗരി, മൈക്ക് മ്യൂട്ട് ആണ്. ഓക്കെ 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 കേൾക്കുന്നുണ്ടോ മാം? കേൾക്കുന്നു കേൾക്കുന്നു കേൾക്കാം. കേൾക്കാം. എനിക്ക് മാമിനോട് ചോദിക്കാനല്ല, ആക്ച്വലി ഞാൻ പുസ്തകം വായിച്ചിട്ടില്ല. ഈ വെർജീനിയ വൂൾഫ് ഇങ്ങനെ പറയുന്നുണ്ട് ഒരു പുസ്തകവും റിവ്യൂ കേട്ടിട്ട് നിങ്ങൾ വായിക്കരുത്. പക്ഷെ ആദ്യമായിട്ടാണ് ഒരു റിവ്യൂ കേട്ടിട്ട് ഒരു പുസ്തകം വായിക്കാനായിട്ട് ഇത്രത്തോളം ആഗ്രഹം എനിക്ക് വന്നത്. ആണോ? അത് ഇപ്പോൾ പത്രം വായിക്കുന്ന ഒരാളാണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഒരു പൊളിറ്റിക്കലി ആയിക്കോട്ടെ, എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസ് അടക്കം, ഈവൻ ചരിത്രത്തെ മറക്കാൻ മനഃപൂർവ്വം മറപ്പിക്കുന്ന കാര്യങ്ങൾ, അങ്ങനെ പലതായിട്ട് ഇഴചേർത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എല്ലാ തീമുകളും വരുന്ന ഒരു പുസ്തകത്തെ വായിക്കാനായിട്ട് ഇത്രത്തോളം ആഗ്രഹത്തോടെ ഇരുന്നത് ഞാനിപ്പോൾ ഈ റിവ്യൂ കേട്ടപ്പോഴാണ്. ആണോ? അപ്പോൾ അപ്പൊ ഗൗരി വായിച്ചിട്ട് തീർച്ചയായിട്ടും എന്നെ അറിയിക്കണം. ഉറപ്പായിട്ടും മാം. മാം, ഞാൻ മകളാണ് സിജി അത് ശരി. സിജി, ശരി. വളരെ സന്തോഷം ഗൗരി ഇവിടെ വന്ന് സംസാരിച്ചതില്. താങ്ക് യു മാം, താങ്ക് യു. അത് മീരയുടെ പുസ്തകങ്ങൾ പുതിയ ജനറേഷൻപ്പെട്ട ആൾക്കാർ ധാരാളം വായിക്കുന്നുണ്ട്. ഞാൻ മാവേലിക്കറിലെ ഒരു ലൈബ്രറിയിൽ എല്ലാ ദിവസവും വൈകിട്ട് പോയിരിക്കുന്നുണ്ട്. അപ്പൊ ഇത് പുതിയ എനിക്കൊന്ന് ഈ പറഞ്ഞ +2 ലെവൽ വരുന്ന കുട്ടികൾ അതെ, ധാരാളം വായിക്കുന്നുണ്ട്. അത് വേറെ ഒരു മേജർ റൈറ്ററെയും വായിക്കുന്നില്ല. അതെന്താ വെച്ചാല് അവർ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന കാലമാണ് ഞാൻ സ്വപ്നം കാണുന്നതെന്നുള്ളത് കൊണ്ട്, ആ ഇടമാണ് എന്റെ സ്വപ്നം എന്നുള്ളത് കൊണ്ട് അതെ. അവരാണ് ശക്തി. അതെ അതെ അതെ, തീർച്ചയായിട്ടും. അപ്പൊ വന്നതിൽ വളരെ സന്തോഷം. ലാസ്റ്റ് മിനിറ്റിലാണ് വന്നത്. അതല്ല വരുമോ എന്നുള്ള ഒരു ആശങ്ക നമുക്ക് ഉണ്ടായിരുന്നു. അതെ അതെ പക്ഷെ ലാസ്റ്റ് വിളിച്ചു കഴിഞ്ഞപ്പോഴും സാധ്യതയുള്ള ദിവസമാണ്. വളരെ സന്തോഷം മീര. ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ അപ്പുറത്ത് ഉണ്ടെന്ന് മനസ്സിലായി. എങ്കിൽ പോലും വരാനും ഇത്ര നേരം ഇരിക്കാനും സന്മനസ് കാണിച്ചതിൽ വളരെ സന്തോഷം. നന്ദി. അപ്പോ എല്ലാ ആശംസകളും. നന്ദി പുസ്തകം വായിച്ചതിന്. തീർച്ചയായിട്ടും ഇത്രയും സമയം ചെലവഴിച്ചതിൽ വളരെ നന്ദി, സന്തോഷം. നമുക്കിന് പുതിയ നോവൽ ഇറങ്ങിക്കഴിഞ്ഞ ശേഷം വീണ്ടും ഇങ്ങനെ ഒരു വേദിയിൽ കേട്ടുമുട്ടാം അല്ലേ? അതെ അതെ, ഇത് വായനവാരത്തിന്റെ തുടക്കം കൂടിയാണല്ലോ. അപ്പൊ മീര വന്നതില് വായനവാരത്തിന്റെ തുടക്കം മാത്രമല്ല, നമ്മുടെ ഈ ക്ലബ് ഹൗസ് മീഡിയ റൂം പരമ്പരയെ 6ാം വർഷത്തിലെ ആദ്യത്തെ പ്രോഗ്രാം. ഇത് 6ാം വർഷത്തിലേക്ക് കടന്നു. വളരെ സന്തോഷം. താങ്ക് യു. ശരി, താങ്ക് യു സോ മച്ച്. ഓക്കെ, ലീവ് ക്ലിക്ക് ചെയ്ത് എക്സിറ്റ് ആവാം കേട്ടോ. ലീവ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ. ഓക്കെ. അപ്പോൾ നമ്മൾ ഈ പരമ്പരയുടെ പുസ്തകലോകം പരമ്പരയുടെ 16ാമത്തെ എപ്പിസോഡിലേക്ക് കടന്നു. അത് സമാപിച്ചു വിജയകരമായി. നമ്മൾ മീരയുടെ നോവലിനെ കുറിച്ചുള്ള അവലോകനം അവതരിപ്പിച്ചത് ഡോക്ടർ സിജി PC. ആമുഖത്ത് പറയുന്ന സമയത്ത് എനിക്ക് കുറച്ചു നേരം സാങ്കേതിക പ്രശ്നം കാരണം ഇതിൽ പങ്കെടുക്കാൻ പറ്റിയില്ല. അത് സിജിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. കൃത്യമായിട്ട് എന്നറിയാം. അപ്പം ഞാൻ ഒരു സന്തോഷം കൂടെ സമാപിക്കുമ്പോൾ പറയാം. ഞാൻ തൃശ്ശൂരുള്ള സമയത്ത് ഞാൻ എഴുതിയിരുന്ന പലരും പലതും എന്ന സ്കിറ്റ് പരിപാടിയിൽ മുഖ്യ ശബ്ദം നൽകിയിരുന്ന ദീർഘകാലം സിജിയായിരുന്നു. പിന്നെ അതിൻ്റെ ഒരു പുസ്തക പ്രകാശന വേദിയിൽ കൊച്ചിയിൽ വെച്ചും അത് സ്റ്റേജിൽ അവതരിപ്പിച്ചു. സിജിയും ഷിബു മച്ചാടും ചേർന്ന് അവർ രണ്ടുപേരുമായിരുന്നു അതിന് മുഖ്യ വോയിസ് കൊടുത്തിരുന്ന ആൾക്കാർ. അതെ, അപ്പം അതിലെ പ്രത്യേകം നന്ദി. പിന്നെ ഈ പരിപാടിയിൽ ഈ കലാച്ചി നോവൽ അനുഭവങ്ങൾ വായന ഒക്കെ ഗംഭീരമായി അവതരിപ്പിച്ചു. അതിന് പ്രത്യേകം നന്ദി. നമ്മൾ ഈ പരിപാടി ഇവിടെ സമാപിക്കുകയാണ്. അടുത്ത ആഴ്ച, അതായത് 4ാം തീയതി ജൂലൈ. ഹലോ, സാറിന്റെ മൈക്ക് പോയി. ഹലോ, അടുത്ത ആഴ്ചയിലെ പരിപാടിയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പുസ്തകം നമ്മൾ തീരുമാനിച്ച് അറിയിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ
ഈ പരിപാടി നമ്മൾ സമാപിക്കുകയാണ്. സാർ കണ്ടിന്യൂ ചെയ്തോളൂ. ഹലോ. കേട്ടില്ല, കുറച്ചു നേരം കേട്ടില്ല. അടുത്ത ആഴ്ചയിലെ പുസ്തകത്തിനെ പറ്റി പറയാൻ നോക്കിയതാണ്, അത് കേട്ടില്ല. കേട്ടില്ല, ആ ഭാഗം കേട്ടില്ല. അടുത്ത ഇല്ല. ജൂലൈ 4 തീയതി, അതായത് നമ്മുടെ 17-ാം അധ്യായത്തിൽ ഒഴുകാതെ ഒരു പുഴ, അത് നോവലാണ്. ചന്ദ്രമതി എഴുതിയ നോവലിനെ ആസ്പദമാക്കിയാണ് അടുത്ത ആഴ്ചത്തെ പരിപാടി. എല്ലാവരും അടുത്ത ആഴ്ചയിലും ഈ പരിപാടിയിൽ പങ്കെടുക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്ദി. ശുഭരാത്രി. വളരെ സന്തോഷം. ഇന്നത്തെ ഈ പരിപാടി നമ്മൾ അവസാനിക്കുകയാണ്. എല്ലാവർക്കും നന്ദി. ശുഭരാത്രി.